കൈകൊണ്ടോ കഴുകിയിട്ട് തട്ടിയിട്ട് പോക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് വളരെ സ്ട്രിക്റ്റാണ്. നിങ്ങളുടെ ഇവിടെ മുഴുവൻ ക്യാമറ സർവിലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്ന സെക്യൂരിറ്റി പീപ്പിൾ അപ്പോഴപ്പോഴും എനിക്ക് ഫോട്ടോ അയച്ചു തരും, എവിടെയെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഇട്ടിട്ടുണ്ടെങ്കിൽ, കടലാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ദയവ് ചെയ്ത് കുട്ടികൾ അത് വളരെ ശ്രദ്ധിക്കണം, നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അടുത്തായിട്ട് നമുക്ക് ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിൽ പിന്നെ നമ്മുടെ ഇന്നൊവേഷൻ ഫെസ്റ്റിന് നേതൃത്വം നൽകുന്ന ഷിജ സാറും അതേപോലെ തന്നെ നുഫൈൽ സാറും ഇവിടെയുണ്ട്. അതോടൊപ്പം ഈ നിങ്ങൾക്ക് പ്രോഗ്രാം സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകുന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള വരുണാണ്. ഇന്ന് നമുക്ക് ഗസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു നെക്സ്റ്റ് സെഷൻ കൂടി കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ജയറാം സാറാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ ISROയിലെ സാറ്റലൈറ്റ് കൺട്രോൾ ഡിവിഷനിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത് നമ്മളോടൊപ്പം ഉണ്ട്. സാറിൻ്റെ സെഷനാണ് നെക്സ്റ്റ് അടുത്തൊരു ഇതിൽ നടക്കുന്നത്. സാർ ഇപ്പോഴേ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ആ സമയത്ത് നമുക്ക് സാറിനെ പരിചയപ്പെടുകയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് പറയാം. ഏതായിരുന്നാലും ഈ ഒരു സെഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് വരുണിനെ ക്ഷണിക്കുകയാണ്. വരുൺ പ്ലീസ്. താങ്ക് യു നാസർ സർ. സോ നമ്മുടെ ഇന്നോവേഷൻ ഫെസ്റ്റ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ നടന്നിട്ടുള്ള ഇന്നോവേഷൻ എക്സിബിഷൻ ഇപ്പോഴും സ്റ്റാൾസിലെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. സോ സ്റ്റുഡൻറ്റ് ഇന്നോവേഷൻ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള പ്രോജക്റ്റുകളിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം പ്രോജക്റ്റുകളുടെ ഫൈനൽ പ്രസൻറ്റേഷനാണ് ഇവിടെ നടക്കുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു സെഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇന്നോവേഷൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് സ്റ്റാർട്ടപ്പുകളും പ്രോജക്റ്റുകളും പേപ്പർ പ്രസൻറ്റേഷൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കോഴിക്കോട് ഏരിയയിൽ നിന്നുള്ള ഒരു കൂട്ടം കുട്ടികളുടെ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള വളരെ ഇമ്പ്രസീവായിട്ടുള്ള ഐഡിയാസ് നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. കുറേ സ്റ്റാളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ NIT ഡയറക്ടറും പിന്നെ വൈസ് ചാൻസലറും ഒക്കെ സന്ദർശിക്കുകയുണ്ടായി. ഇന്നലെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആളുകളും വന്ന് അത് സന്ദർശിക്കുകയും അവരെ അനുമോദിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു കൂട്ടം ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സെഷനിൽ ഇവിടെ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സെലക്റ്റഡ് ആയിട്ടുള്ളത് വേറെയും കുട്ടികളുണ്ട്. ഈ ഒരു സെഷനിൽ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് സ്കൂളുകളുടെ പേര് ഞാൻ പറയാം. REC GVHSS ചാത്തമംഗലം. അവരൊന്ന് എണീറ്റ് നിൽക്കൂ. അരുന്ധതി AK, ദേവാനന്ദ് M. അരുന്ധതിയും ദേവാനന്ദ് കൂടി ചെയ്യുന്ന പ്രോജക്റ്റ് ലൈറ്റ് സെൻസിറ്റീവ് റോബോട്ടിൻ്റെ ആണ്. ഇവരാണ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഗ്രൂപ്പ്. പിന്നെ രണ്ടാമതായിട്ടല്ല ഞാൻ പേര് ജസ്റ്റ് വായിക്കുന്ന മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാരന്തൂർ. സെൻഹാസൈൻ അവതരിപ്പിക്കുന്നത് ഓട്ടോമാറ്റിക് ഗ്യാസ് ബുക്കിംഗ് ആൻഡ് സേഫ്റ്റി സിസ്റ്റം എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. ആൻഡ് അടുത്തത് GHSS നല്ലളത്തിൽ നിന്നും ഓട്ടോമാറ്റിക് ലോണ്ടറി ഡ്രൈയിങ് മെഷീൻ ഹന റഷീദ് A, അഫിഹ ഫർഹിൻ MP. പിന്നെ ഓട്ടോ കണക്ട് സോക്കറ്റ് JNM ഗവൺമെൻറ് HSS പുതുപ്പണം, സംവേദ് രാഗ്, ശിവചരൺ. ഇവരാണ് നമ്മുടെ ഫൈനലിസ്റ്റുകളായിട്ട് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള കുട്ടികളുടെ പ്രസൻറ്റേഷൻ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നതാണ്. സോ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. സോ ഇന്നലെ ചില മെൻറ്റേഴ്സ് ഏൽപ്പിച്ചത് കാരണം ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇവരുടെ കാര്യം മാത്രമല്ല, ബാക്കി സ്കൂൾ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ശ്രദ്ധയിലേക്കാണ് ഞാൻ അറിയിക്കുന്നത്. അതായത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്നലെ പറയുണ്ടായി ഡിഫറെൻറ്റ് ലെവലിൽ ഗ്രാൻറ്റുകൾ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ വെഞ്ചേഴ്സോ സ്റ്റാർട്ടപ്പുകളാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് ഗ്രാൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഗ്രാൻറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസ് മുന്നോട്ടേക്ക് വരാൻ പറ്റും. സ്റ്റുഡൻസിന് 2 ലക്ഷം രൂപ വരെ ഇനി അവരുടെ പ്രോജക്റ്റ് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എഫിഷ്യൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു സ്പെഷ്യൽ എഡിഷൻ അടക്കം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, സ്കൂൾ സ്റ്റുഡൻസിനും കോളേജ് സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ഇന്നോവേഷൻ ഗ്രാൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഐഡിയ ഗ്രാൻറ്റ്. ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പിട്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ ഐഡിയ അത് വാല്യുബിൾ ആണ്, അത് സോഷ്യൽ റെസ്പോൺസിബിൾ ആണ്, ഇത് നല്ലൊരു ഡിമാൻഡിങ് മാർക്കറ്റുള്ളതാണ് എന്നതൊക്കെ സ്റ്റാർട്ടപ്പ് മിഷന് ബോധ്യമായി കഴിഞ്ഞാൽ ആ ഒരു ഐഡിയ ഗ്രാൻറ്റ് തരും. അവർക്ക് ആ ഐഡിയ ഡെവലപ്പ് ചെയ്ത് അതൊരു പ്രൊഡക്റ്റാക്കി മാറ്റാൻ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആക്കി അതിനെ രജിസ്റ്റർ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഉള്ള പ്രാരംഭ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ഗ്രാൻറ്റ്, ഇന്നോവേഷൻ ഗ്രാൻറ്റ് എന്ന പേരിൽ സ്റ്റാർട്ടപ്പ് മിഷൻ തരുന്നുണ്ട്. സോ അത് ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധയിലേക്ക് അവർ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പോർട്ടലിൽ കയറിയിട്ട് ഈ കുട്ടികൾ, പ്രത്യേകിച്ചും ഇപ്പോൾ ഈ സെലക്ട് ആയിട്ടുള്ള ഈ കുട്ടികൾ
അവർ ആ ഐഡിയ ഗ്രാൻറ്റിന് വേണ്ടി ഒന്ന് ക്ലെയിം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നതാണ്. അവർക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൂടി ഈ സമയത്ത് ഞാനൊന്ന് അറിയിക്കുകയാണ്. സോ നമുക്ക് ഇനി പ്രസന്റേഷനിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് പ്രസന്റേഷൻ ചെയ്യുന്നത് REC GVHSS ചാത്തമംഗലത്ത് നിന്നുള്ള ലൈറ്റ് സെൻസിറ്റീവ് റോബോട്ടിനെയാണ്. ഒരു ടീമിന് 5 minutes ആണ് പ്രസന്റേഷൻ ടൈം. സ്ലൈഡാ ഓക്കെ. സോ നമ്മുടെ ആദ്യത്തെ പ്രശ്നം ചെയ്യുന്ന ആളിൽ ചെറിയ മാറ്റമുണ്ട്. ഓട്ടോമാറ്റിക് ലോണ്ടറി ഡ്രൈയിങ് മെഷീൻ GHSS നല്ലളം, ഹന റഷീദ് ആൻഡ് അഫീഹ ഫർഹിൻ. I request everyone to give them a clap. So they have presented their idea in the Innovation Exhibition stall and ഇപ്പോൾ അവർ സെലക്ട് ആയിട്ടുണ്ട്. 5 minute നിങ്ങൾക്ക് പ്രസൻറ്റേഷന് അനുവദിച്ചിട്ടുള്ള ടൈം. സോ നിങ്ങൾക്ക് അത് പ്രസൻറ്റ് ചെയ്യാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഹായ്, ഗുഡ് മോർണിംഗ് ആൾ. ഞാൻ ഹന റഷീദ്. ഞാൻ അഫീഹ ഫർഹിൻ. 9th സ്റ്റാൻഡേർഡിലാണ് ഞങ്ങൾ രണ്ടാളും പഠിക്കുന്നത്. GHS നല്ലളത്തിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ഡിവൈസിൻ്റെ പേരാണ് ഓട്ടോമാറ്റിക് ലോണ്ടറി ഡ്രൈയിങ് മെഷീൻ. ഈ ഒരു ഡിവൈസിനെ കൊണ്ടുള്ള യൂസ്, അതായത് ഇപ്പം ഈ ഒരു കാലത്ത് ഓരോ സീസണും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥയാണ്. മഴ ആണെങ്കിൽ പെട്ടെന്ന് വെയിൽ വരും, വെയിലാണെങ്കിൽ പെട്ടെന്ന് മഴ പെയ്ത് നമ്മുടെ തുണിയൊക്കെ വേഗം നനഞ്ഞു പോകും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ ഒരു മെഷീൻ. അപ്പോൾ ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എൽഡേഴ്സും ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരമായിട്ടുള്ള ഒരു മെഷീനാണ്. അപ്പം ഇതിലെ പാർട്സ് വരുന്നത് ഒരു റെയിൻ സെൻസർ വരുന്നുണ്ട്, പിന്നെ സെർവോ മോട്ടർ വരുന്നുണ്ട്, ഓർഡിനോ യൂനോ വരുന്നുണ്ട്, പിന്നെ സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ലൈന് വരുന്നുണ്ട്, പിന്നെ ഒരു LCD ഡിസ്പ്ലേ വരുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് നമ്മുടെ റെയിൻ ഡ്രോപ്സ് റെയിൻ സെൻസറിൻ്റെ മുകളിൽ പതിക്കുന്ന സമയത്ത് അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഇവിടേക്ക് ഒരു സിഗ്നൽ കൊടുക്കും. സെർവോ മോട്ടറിലേക്ക് ഓർഡിനോ യൂനോ വഴി ഒരു സിഗ്നൽ കൊടുക്കും. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് സെർവോ മോട്ടർ സെമി സർക്കുലർ ക്ലോത്ത് ലൈനിനെ ഷെയ്ഡഡ് റീജിയനിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പം വർക്കിംഗ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം സണ്ണി കാലാവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. റെയിൻ ഡ്രോപ്സ് റെയിൻ സെൻസറിൻ്റെ മുകളിൽ ഉറ്റാണ്. ഓട്ടോമാറ്റിക്കലി അത് ഷെയ്ഡഡ് റീജിയനിലേക്ക് മാറിക്കോളും. അതായത് ക്ലോത്ത്സ് വെറ്റാവുന്നതിൽ നിന്നും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സണ്ണ് വന്നത് ഡ്രൈ ആക്കുമ്പം വീണ്ടും ഓട്ടോമാറ്റിക്കലി വീണ്ടും ഉണങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. താങ്ക് യു. സോ അടുത്തത് REC GVHSS ചാത്തമംഗലം അരുന്ധതി AK ആൻഡ് ദേവാനന്ദം ലൈറ്റ് സെൻസിറ്റീവ് റോബോട്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അരുന്ധതി എന്നാണ്. എൻ്റെ പേര് ദേവാനന്ദാണ്. അപ്പം ഞങ്ങൾ വരുന്നത് REC സ്കൂളിൽ നിന്നാണ്. REC സ്കൂളിലെ ടിങ്കറിംഗ് ലാബിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ചെറിയ പ്രൊജക്റ്റാണ്
ഞങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അറിയണത് ഈ ടെക്നോളജിയെക്കുറിച്ച് അറിയുക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം അതിനെക്കുറിച്ച് നമ്മളെ ഐഡിയ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ടെക്നോളജി കുറച്ച് ഒരറിവ് വേണം. അതിനുവേണ്ടി ഞങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റായിരുന്നു ഇത്. ഇതിൻ്റെ പേര് ലൈറ്റ് സെൻസിറ്റീവ് റോബോട്ട് എന്നാണ്. ലൈറ്റ് സെൻസിറ്റീവ് റോബോട്ട് എന്ന് പറയുന്നത് ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതും അതിനായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന റോബോട്ട്സാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കിയത് ലൈറ്റിനെ ഫോളോ ചെയ്യുന്ന റോബോട്ടാണ്. അപ്പോൾ ലൈറ്റിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിച്ച സെൻസർ LDR സെൻസറാണ്. LDR സെൻസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. അപ്പം LDRൽ ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ അത് സെൻസ് ചെയ്തതിന് ശേഷം ഞങ്ങളിവിടെ മോട്ടോർ ഡ്രൈവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ മോട്ടോർ ഡ്രൈവറിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും. ആ സിഗ്നൽ ടയറിലേക്ക് വരുന്ന രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. അപ്പം ഏത് ഭാഗത്തു നിന്നാണോ ലൈറ്റ് വരുന്നത് ആ ഭാഗത്തേക്ക് ഈ ഡിവൈസ് ചലിക്കും. ഞങ്ങൾ കാണിച്ചു തരാം. അവിടെ ഇവിടെ ഞങ്ങൾ ഇത് മെയിനായിട്ട് യൂസ് എന്ന് പറയുന്നത് ഞങ്ങൾ അതിൻ്റെ ഐഡിയ ആണ് ഞങ്ങൾ പറയണത്. ഇവിടെ ഫയർ എക്സ്റ്റിങ്ക്വിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇത് ടെമ്പറേച്ചർ അങ്ങനെ വെക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ പറ്റണ ഒരു സെൻസറും കൂടെ ഇതിൽ വെക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഭാഗത്തു നിന്നാണോ ലൈറ്റ് വരുന്നത്, തീ വരുന്നത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റാണ്. അപ്പോൾ ഏത് ഭാഗത്താണോ ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റ് ഉള്ളത് ആ ഭാഗത്തേക്കും ഇത് പോവുക. അതനുസരിച്ചിട്ട് ഇത് ആ ഭാഗത്തേക്ക് പോയി തീ അണയ്ക്കാൻ ഉപയോഗിക്കാം. പിന്നത്തെ ഒരു യൂസ് പറയുന്നത് ഡാർക്ക് പ്ലേസിൽ ഇപ്പോൾ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ആവുന്ന സ്ഥലത്ത് നിന്ന് എന്തായാലും ലൈറ്റ് വരുമല്ലോ. അപ്പോൾ ആ ലൈറ്റിനെ സെൻസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഡിവൈസ് വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇതാണ് ഞങ്ങൾ മെയിൻ യൂസായിട്ട് ഇതാണ് ഞങ്ങളിവിടെ മെയിൻ യൂസായിട്ട് പറഞ്ഞത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ പ്രൊജക്റ്റ് ഇതാണ്. പിന്നെ ഒരു കാര്യം പറയാൻ, NIT വരിക പറഞ്ഞത് ഒരു ഭയങ്കര ഹോണറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇത് അവതരിപ്പിക്കാൻ പറ്റിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് വലിയ രീതിയിലെല്ലാം അറിയൊന്നുമില്ല, പക്ഷേ ഞങ്ങളെ ഐഡിയ ഞങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയതും അതിനെ ബാക്കിയുള്ളവരെ നിന്ന് ഐഡിയ വാങ്ങാൻ പറ്റിയതിനും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിന് നന്ദി അറിയിക്കുന്നു. സോ താങ്ക് യു. സോ നെക്സ്റ്റ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാരന്തൂർ സെൻഹാസൈൻ ഓട്ടോമാറ്റിക് ഗ്യാസ് ബുക്കിംഗ് ആൻഡ് സേഫ്റ്റി സിസ്റ്റം. Hey, it's me Zenhazin from MEMS International, and the name of my project is Automatic Gas Booking and Safety System. ഞാൻ ഇതിൽ ഇതാണ് ഫോഴ്സ് സെൻസർ. ഞാൻ ഇതിൽ യൂസ് ചെയ്തില്ല. എന്താ വെച്ചാൽ ഇവിടെ മൊബൈൽ ഫോൺ ആൻഡ് വൈഫൈ ഇവിടെ അലൗഡ് അല്ല എന്ന് പറയുന്നതുകൊണ്ട്. എന്നാൽ ഞാനിത് പറഞ്ഞുതരാം. ഇതെന്താണെന്ന് വെച്ചാൽ ഫോഴ്സ് സെൻസർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ സെൻസർ നമുക്ക് ഈ ഗ്യാസിൻ്റെ വെയിറ്റ് ലോ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക്, ഇത് വൈഫൈയും മൊബൈൽ ഫോണുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മുടെ ഫോണിലേക്ക് ഒരു SMS വരും. നമ്മുടെ ഫോണിലും അല്ല, നമ്മുടെ ഫോണിലേക്കും വരും. പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ കമ്പനി LPG ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടർ കമ്പനീൻ്റെ ഫോണിലേക്കും ഒരു SMS വരും. പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഗ്യാസ് ബുക്ക് ചെയ്യാം. പിന്നെ ഉള്ളത് ഞാൻ എടുത്തത് ഹാൾ എഫക്റ്റ് സെൻസറാണ്.
ഈ സെൻസർ നമുക്ക് നമ്മുടെ ഗ്യാസ് ഓട്ടോമാറ്റിക്കലി ആയിട്ട് വർക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ആയിട്ട് വർക്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഈറ്റ പാത്രങ്ങളാണല്ലോ നമ്മൾ ഗ്യാസ്മിൽ വെക്കുക. ഇത് ഗ്യാസാണെന്ന് സ്റ്റൗ ആണെന്ന് വിചാരിക്കുക. ഞാൻ ഈ ഫയറിൻ്റെ പകരം ഒരു ലൈറ്റാണ് ഇവിടെ യൂസ് ചെയ്തത്. ഈ പാത്രം ഞാൻ ഗ്യാസ്മിൽ വെച്ചാൽ ഇത് വർക്ക് ചെയ്യും. ഈ ലൈറ്റ് കത്തുന്നത് കാണുന്നില്ലേ, ഇത് വർക്ക് ചെയ്യും. നമ്മളിത് എടുത്താൽ ഇത് വർക്ക് ചെയ്യില്ല. ഇത് MQ5 സെൻസറാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഡിറ്റക്റ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്യാസ് നമ്മൾ ഇപ്പോൾ സ്മോക്കാണ് ഈ ഒരു MQ5 വേണ്ടത്. ഒരു അലാം വരും. ഇതിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ ഒരു അലാം വരും. താങ്ക് യു. ഇതാണ് എൻ്റെ പ്രൊജക്റ്റ്. Thank you, Sanha. We have one more project, one more presentation from JNM HSS. Auto Connect Socket, Samved Rag and Shivcharan. ഹലോ എവ്രി വൺ. എൻ്റെ പേര് ശിവചരൺ. എൻ്റെ പേര് സംവേദ്. നമ്മൾ JNM GHS സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പ്രൊജക്റ്റ് ഓട്ടോ കണക്ട് സോക്കറ്റാണ്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ കറണ്ട് കാരണമുള്ള ഷോക്ക് അവോയ്ഡ് ചെയ്യാനും ഷോർട്ട് സർക്യൂട്ട് കാരണമുള്ള ഡേഞ്ചേഴ്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ സോക്കറ്റ് നമ്മളിപ്പോൾ ഒരു പ്ലഗ് ഇൻസേർട്ട് ചെയ്ത് ഈ സ്വിച്ച് ഓണാക്കിയാൽ മാത്രമാണ് ഇത് വർക്കാവുള്ളൂ. പക്ഷേ ഓട്ടോ കണക്ട് സോക്കറ്റ് നമ്മളിത് ഈ പ്ലഗ് ഇൻസേർട്ട് ചെയ്യുമ്പം ഇതിലേക്ക് കറണ്ട് വരും. അപ്പോൾ ഈ കറണ്ട് പാസ്സായി ഇതിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൽ കറണ്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലൊരു കൈയൊക്കെ ഇട്ടാൽ ഇതിലൂടെ കറണ്ട് വരില്ല. ഒരു പ്ലഗ് ഇതിൻ്റെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ മാത്രമാണ് ഇതിലേക്ക് കറണ്ട് പാസ്സാവും. ഇതിലുള്ള മോയ്സ്ചർ സെൻസർ മോയ്സ്ചർ കണ്ടൻറ്റ് ഹൈ ആവുമ്പോൾ ഈ റിലേ കട്ട് ഓഫ് ആയി കറണ്ട് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് സപ്ലൈ വരില്ല. ഷോർട്ട് സർക്യൂട്ടൊക്കെ നമുക്കിങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഈ പ്ലഗ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള IR സെൻസർ ഈ പ്ലഗിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അത് ആർഡിനോ യൂനോയിലേക്ക് അയച്ചിട്ട് അത് റിലേ പവർ ഓൺ ആക്കും. അപ്പോൾ ഇതിലേക്ക് സപ്ലൈ വരും. പിന്നെ ഇതിലുള്ള മോയ്സ്ചർ സെൻസർ ഇത് വാട്ടർ കണ്ടൻറ്റ് ഹൈ ആകുമ്പോൾ റിലേ കട്ട് ഓഫ് ആക്കി സപ്ലൈ നിർത്തും. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവില്ല. ഇതിൻ്റെ യൂസ് നമുക്ക് ഗാർഡനിങ് ടൂൾസ് എല്ലാം ഇപ്പോൾ പവർ ആവശ്യമുള്ള ഗാർഡനിങ് ടൂൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം വരാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഷോർട്ട് സർക്യൂട്ട് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ കുട്ടികളൊക്കെ നമുക്കറിയാം നമ്മളെ വീട്ടിലെല്ലാം കുട്ടികൾ പ്ലഗിലെല്ലാം കൈയിട്ട് കുറേ ഷോക്ക് അടിക്കുന്നതെല്ലാം നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും നടക്കില്ല. ഇവിടെ കൈയിട്ടാലൊന്നും ഷോക്ക് വരില്ല.
പിന്നെ ഇതിന് മാനുവൽ സ്വിച്ച് ആവശ്യമില്ല, പ്ലഗ് ഇൻ ചെയ്താൽ താനേ സപ്ലൈ വരും. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പ്രൊജക്റ്റ്. താങ്ക് യു. Thank you, Samved and Shivcharan. So now we have a small presentation from the team of IPR, Institute of Plasma Research. അവരാണ് ഇവിടെ പ്ലാസ്മ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. So we have a small presentation from their side. So Harsha ma'am will be doing the presentation. I kindly request Harsha ma'am to take on the stage for the presentation. Good morning to everybody. Today we will have some basics of the plasma. You might have heard the word plasma during the time of the COVID, but we are not concerned with that plasma, that is a biological plasma, blood plasma, but here what we will know about the physics plasma, the fourth state of matter, ionization state of the matter, that plasma. Will have some brief from some basic. In the school days, you learned the three state of matter. What are that? Okay, solid, liquid and gas. If I say solid, what is the structure? The atoms are combined together, okay? And if I give heat to this solid structure, what will happen? It will convert into the liquid state. If we give more and more heat to the liquid state, what will happen? Gaseous state. If I consider a liquid state, then atoms will be little bit far away than the solid state. And if we see the gaseous state, then atoms will be much more far away than the liquid state. Okay? In ancient age, we see the men were using the fire by using the two stones, white stones. They do spark and generate the fire. Okay, that fire, what is that? It's a plasma. Do you know our universe? 99.999% is made of plasma. But here you don't see anywhere plasma. Do you see? Here you see solid, liquid and gas. Why so? I said 99.999% non-universe. Universe, this all Brahmand, what you see with your eyes, with any instruments or with telescope or whatever, all means, you see all Brahmans. So is compared to this universe, what is the existence of our earth? If I consider one drop of the water, with compared to the ocean water, what is the existence of the drop of the water? It's almost nothing, okay? So like this, our earth is like a drop of water compared to the universe. So if I say 99.99% universe is made of the plasma, so what you see, the sun, stars, in the galaxy, what you see, almost they are made of the plasma. Our earth is very little compared to the earth. Here, in the normal form, existence of the plasma is not feasible because of the earth environment. So, in the earth, anything remain in the plasma state, you need to apply the energy. Now, I take the example of the ice. Ice is the solid form, okay? If I give the heat energy to the ice, then what will happen? It will convert to the water.
Okay, and if I give more energy to the water, then it will convert to the steam. Okay, so solid to liquid to gas. So conversion of the matter from one state to other state, we require energy. Okay, if I give more energy to the steam, if I give heat, normally water boils at the 100-degree temperature and the steam will be formed. If I give very high temperature, around 10,000 or 12,000 degree temperature, then what will happen? In the gaseous stage, atoms are very separate form. But when you heat it very high temperature, the atoms get break down. It will convert into electrons and ions. Form of the matter in the separate from the electrons and ions is called the ionization state of the matter, and it's a first state of matter, and we call it as a plasma. Okay, so you know now how to form the plasma. To form any matter in the plasma state, we require energy. Okay, and there is one good phenomena, one good characteristic in the plasma. What is that? It's a plasma temperature and a plasma density. Plasma temperature can vary from the room temperature to the millions of degree temperature. And its density also varies from 1 part per cubic centimeter to the more than 10 raised to 23 particles per cubic centimeter. Okay. So, if I say density, how do you feel that density? Suppose if I take one bowl of cotton ball of this size approximately, and if I take this size of the steel ball, what will be the weight of the cotton ball, Rui? That, and what can be the weight of the steel ball? Can you just imagine? That cotton ball may be 5 to 10 gram weight, okay, and the steel ball may be 15 to 20 kilogram. So this is the difference in the density. This is what I mean to say. The plasma density varies from 1 particles per cubic centimeter to more than 10 raised to 23 particles per cubic centimeter. So by combination of the different temperature and different density, plasma applications in various stages of our day-to-day life. So if I use a low temperature and low density, then plasma can be used for the agriculture, medical. If I have very high temperature, then plasma can be used for the arcing, welding. So there are various new applications of the plasma. You will see, we have our exhibition here. You will see all the plasma experiments, live experiments, its applications also. There are various applications like night riding. What is a night riding? This is night riding is used in the moving parts of the machinery. What does it do? In the night riding, the systems or machinery where the moving parts are there, just like a car gear, piston. So if they are used in the machinery after night riding, their lifespan is increased by the 3 times. Suppose any parts last for the 10 years, if it is used in the machinery after night riding, it will last for the 30 years. So what is happening in the night riding? And this night riding machine is developed by our institute, where we do the night riding of the parts and give to company back. In the night riding, normally we use the ammonia, where by application of the high voltage, it converts into plasma form, and hydrogen ions will be used as a catalyst, and nitrogen atoms will be fused on the surface of the component, which makes the iron nitrides and make the component's surface hard.
So its wear and tear will be less and life is increased. So this is the one example of the application of the plasma. There are various. It can be used in the textile. It can be used in the welding, arcing, waste disposal. We have developed one more system. It's called the pyrolysis. That is used for the waste disposal. And this system we have given in India from Jammu to the Kanyakumari 17 Medical Institute for the medical waste disposal. So there are many applications of the plasma. Do you know where you are using everyday plasma, or you are seeing everyday plasma? Have you any idea where do you see? Where do you use? Nature. In nature, where is the plasma? In the sun, star, in the monsoon you see the lightning, bijli jo girti hai na. So this all are the natural plasma. And where do you use the plasma at your home? Plasma TV is right. And where in the morning, very morning, when your mom is preparing a tea or coffee for you, they do use the lighter, gas lighter. Okay? There's a little spark in the lighter. It's converting mechanical energy to the electrical energy. That spark is a plasma. In the olden days, you were using the tube light. Tube light, not the LED tube light, but the tube light with some gas inside, that is mercury inside. So when you give the voltage, it is mercury get evaporated and becoming a plasma. And the gas, the tube light glass is coated with a phosphor inside. So you get a white light outside. So in every day, in the gas burner, gas flame, that is also a form of some form. There is little plasma inside also. So every day you are seeing using the plasma. Okay, these are the very basics of the plasma. And there are plasma actually is a hot. And why you want to study the plasma? Why required to study the plasma? As I told, that plasma has many applications for our day-to-day life uses. So studying the plasma is a good idea. And what do you study in the plasma? What do you study the plasma? I told there is two main characteristics of the plasma. One is the temperature, another is the density. So you, and other plasma profile also you can study. So there are main characteristics, that's temperature, density, you can study the plasma. And one more thing, different gas has different color of the plasma, because each gas has its own property. Each gas has different wavelength. Each gas releases different photon energy. Because of the color of the plasma of the different gases is different. Okay? In nature, if you see aurora in the North Pole and South Pole of the Earth, the colorful lighting, that is because of the plasma. And you know, how do our Earth is protected? If you see the sun is very giant. If I say, so 13 legs of the Earth can fit into the sun, that much giant is sun. And this, I can say sun is a fireball, okay, hot ball, fireball. And continuous activities going on the sun. And sometimes solar flares are coming out from the sun. The size of the solar flares are much sometimes bigger than the Earth, maybe 5 Earth or 10 Earth. So if some part of the sun, so solar flares, touches to the Earth, then it can damage the Earth drastically or it can destroy the Earth. But it has not happened yet. And Earth is protected, and so we are also protected. What is the reason? Have you any idea? Anybody? Why the Earth is protected from all the high energy particles coming from the other planets? Yes, magnetic field. Okay. So suppose Earth is there from North Pole to South Pole.
continuously magnetic field is going on. So complete earth is covered with a magnetic field. So because of the magnetic field, no high energy particles can enter inside the earth region. So earth is protected, so we are protected and we are here. Okay. So it means any high energy particles coming from the earth is in the form of the plasma. It means to control the plasma we require a magnetic field. Okay, so you will see over there in an experiment how the magnetic field affect to the plasma. There is a live experiment on the plasma, and it will show how the magnetic effect on the plasma. Okay, now I think this is the more basic. I can talk more, but I think you have to see the experiment also. Do I complete or call? Okay, thank you. താങ്ക് യു മാം. പിന്നെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെയുള്ള രാജീവ് ഗാന്ധി സ്കൂൾ കണ്ണൂർ ഒന്ന് കൈപൊക്കാവോ? നിങ്ങളുടെ കുട്ടികൾ മാത്രം വരിയായിട്ട് ഈ ഡോറിലൂടെ പ്ലാസ്മ എക്സിബിഷനിലേക്ക് പോവാം. കണ്ണൂർ കുറേ ദൂരം വരുന്നവരല്ലേ അല്ലേ? പോവാം, വരിയായിട്ട് പോവാം. വേറെ ആരും എഴുന്നേക്കല്ലേ? നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ വളരെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം. യെസ്, വരുൺ. So we have few more teams for the presentation, students' presentation. So first team is presenting the project of agricultural weather robot. Team members are Pranav A, Amal Shankar, Gautam and Krishna. They are from Bharatiya Vidya Bhavan School, Chevayur, Calicut. Welcome onto stage Pranav, Amal, Gautam, Krishna. So good morning all. I'm from Bharatiya Vidya Bhavan School, Chevayur. I'm Amal. I'm Gautam. And I'm Pranav. We are from Bharatiya Vidya Bhavan School and we are class 11 computer science students. ഈ ഇതെന്താ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ കൃഷിക്കാർ വേണം. കാരണം വെജിറ്റേറിയൻ ഉണ്ട്, നോൺ വെജിറ്റേറിയൻ ഉണ്ട്. മെയിനായിട്ട് പക്ഷേ ആൾക്കാർ ഡിപ്പെൻഡഡ് ആയത് ഈ വെജിറ്റേറിയൻ ഭക്ഷണത്തിനോടാണ്. കാരണം മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാർക്ക് അവരെ വിള കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ആ വെളിച്ചം എത്രത്തോളം ഉണ്ട്, പിന്നെ വിത്ത് നടുമ്പോൾ എത്ര വെള്ളമുണ്ട്, പിന്നെ ഓരോ സമയത്തും ആ വിളയ്ക്ക് മോയ്സ്ചർ കിട്ടുന്നുണ്ടോ, ആ സമയത്തെ ടെമ്പറേച്ചർ എന്താ, അന്തരീക്ഷത്തെ ഹ്യൂമിഡിറ്റി എന്താ, ഇതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റോബോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഒബ്ജക്റ്റ് അവോയ്ഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ എല്ലാ ഡാറ്റയും കളക്ട് ചെയ്തിട്ട് അത് ഫാമേഴ്സിന് അല്ലെങ്കിൽ അത് വേണ്ടത് ആർക്കാണ് അവർക്ക് എത്തിക്കുന്നതാണ്. ഒബ്ജക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ടിൽ ഈ ഒരു സിസ്റ്റം വെച്ചിട്ടിരിക്കുന്നത്. അൾട്രാസോണിക് സെൻസറും IR സെൻസറും വെച്ചിട്ടുള്ള ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് അതിനാണ്. ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് അത് എല്ലാ പാത്തും ക്ലിയർ ചെയ്ത് പോകുന്ന സമയത്ത് ഉള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും നമുക്ക് ഈ സെൻസർ വഴി റെക്കോർഡ് ചെയ്തിട്ട് അതേപോലെ ലൈറ്റ് ഈ
LDR സെൻസർ എന്ന് പറഞ്ഞ സെൻസർ വെച്ച് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് വെച്ചിട്ട് തിങ്ക് സ്പീക്കിലേക്ക് അപ്ലോഡ് ചെയ്യും. ഈ നോഡ് MCU എന്ന് പറഞ്ഞ മോഡ്യൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓടുന്നതിന് പകരം നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യണം. അതായത് ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ നമുക്ക് അറിയുന്നത് പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ബ്ലൂടൂത്ത് വഴി മാനുവലി ചെയ്യാനും കഴിയുന്നതാണ്. പെട്ടെന്ന് നമുക്കത് ഫോണിൽ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഡാറ്റ എപ്പോഴും ലൈവ് ടൈം കയറിക്കൊണ്ടിരിക്കും, അത് സേവ് ആയിക്കൊണ്ടിരിക്കും. നമുക്കത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ഉപയോഗത്തിന്, അതായത് ഫോർകാസ്റ്റിങ്ങിനൊക്കെ ഒരു ഡീറ്റെയിൽഡ് യൂസിന് വേണമെങ്കിലും നമുക്ക് ഈ ഡാറ്റ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇത് ഒരു ബോട്ടാണെങ്കിൽ ഓക്കെ, നമുക്കൊരു ചെറിയൊരു ഏരിയത്തേക്ക് കിട്ടും. പക്ഷേ ഇതുപോലെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ എല്ലാ ഏരിയയിൽ നിന്നും ഒരു ചെറിയൊരു ഡീറ്റെയിൽഡ് രീതിയിൽ നമുക്ക് ഡാറ്റ കിട്ടുന്നതാണ്, വെതർ ഡാറ്റ. അത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഫോർകാസ്റ്റിങ്ങിന് കൂടുതൽ ബെറ്ററായി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. IoT എന്ന് പറഞ്ഞാൽ ഒരു 5-6 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങിയൊരു ടെക്നോളജിയാണ്. ബ്ലൂടൂത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പെസിഫിക് റേഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ വയേർഡ് ആയിരിക്കും. IoT എന്ന് പറഞ്ഞാൽ നമ്മളത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്താൽ എത്ര ദൂരെയാണെങ്കിലും നമുക്കത് അവിടെ നിന്ന് ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ഏരിയത്തെ ഡാറ്റയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് മാനുവലായിട്ട് നമുക്ക് അവിടുത്തെ ഡാറ്റ എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഡാറ്റ ഫുൾ സ്റ്റോർഡാണ്. ഈ തിങ്ക് സ്പീക്ക് എന്ന സൈറ്റിൽ ഇതിൻ്റെ ഡാറ്റ ഫുൾ സ്റ്റോർഡാണ്. പിന്നെ ഇതൊരു ബേസ് മോഡൽ മാത്രമാണ്, ഇതിനൊരു പ്രോട്ടോടൈപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. നമുക്കിത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ ഇനിയും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോളാർ എന്ന് വെക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ സോളാർ വെച്ചാലൊന്നും കാണിക്കാൻ പറ്റില്ല പ്രദർശനത്തിന്. ഇപ്പോൾ പുറത്ത് നമ്മൾ ഫീൽഡിലേക്ക് ഇറക്കുമ്പോൾ സോളാർ വെക്കാം. പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ രീതി മാറ്റാം, കുറച്ചും കൂടി മണ്ണിലേക്ക് നീങ്ങാൻ പറ്റുന്ന രീതിയാക്കാം. അതേപോലെ തന്നെ ഈ പവർ എഫിഷ്യൻസിക്ക് നമ്മൾ സോളാർ വെക്കുന്നത് പോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെയും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതായത് വെതർ ഡാറ്റ നമുക്ക് കൂടുതൽ വേണം, അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ കുറേ സിസ്റ്റം വെച്ചിട്ട് ഒരു വെബ് ആക്കുകയാണെങ്കിൽ, ഒരു പെട്ടെന്നൊരു ഫ്രീക്ക് ഇവൻറ്റ് നടക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഏരിയയിൽ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലായിടത്തേക്കും അത് വേഗം തന്നെ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ പറ്റും. വെതർ എന്ന് പറയുന്നത് ഫാമേഴ്സിന് അതിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല, അതിനെതിരെ പ്രിക്കോഷൻ എടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനേ കഴിയൂ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ആ ഒരു ഡാറ്റ മുൻകരുതലിന് വേണ്ടിയിട്ട് ആ ഒരു ഡാറ്റ കൊടുക്കാൻ. നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ ഇന്നോവേറ്റ് ചെയ്യുമ്പോൾ അത് ആരാണ് ഉപയോഗിക്കുന്നത്, അവർക്ക് എന്ത് പ്രോബ്ലമാണ് അത് സോൾവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ഇപ്പോൾ ഈ നാട്ടിലുള്ള കുറച്ച് കർഷകരൊക്കെ അവർക്ക് എങ്ങനെയാണ് ഈ വിള ഒന്നുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുക എന്ന് അന്വേഷിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്തത്. ഇതിനി എല്ലാവരുടെ ഒപ്പീനിയനുസരിച്ച് നമുക്ക് പിന്നെയും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞ പോലെ തന്നെ ഒരു നേരത്തെ ഇതൊരു പ്രോട്ടോടൈപ്പ് മാത്രമാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വികസിപ്പിക്കാം, ഇഷ്ടമുള്ള ഒരു ഡയറക്ഷനിലേക്കും നമുക്കിത് മൂവ് ചെയ്ത് എടുക്കാൻ പറ്റും. വെതറിനേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ കർഷകരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റും. താങ്ക് യു. Thank you, friends. So now we have one more team from Bharatiya Vidya Bhavan School, Chevayur. They are talking about ionic thrusters that they developed. Sharon and Ritik. Hello, I'm Sharon and I'm Ritik. We are from Bharatiya Vidya Bhavan, Chevayur. And our project is ionic thruster. So what is ionic thruster? So ionic thruster is basically nothing but it is something that ഞാൻ മലയാളത്തിൽ പറയാം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ടെർമിനലാണ്, ഇതൊരു പോസിറ്റീവ് ടെർമിനലാണ്. അപ്പം ഇതിൽ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ ഒരു റെസിസ്റ്റൻറ്റ് ബാരിയർ ഉണ്ടാവും. അപ്പം നമ്മളത് ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പം ആ ബാരിയർ മുറിച്ചിട്ട് അതിലുള്ള അയോൺസിനെ നെഗറ്റീവ്ലിയോ പോസിറ്റീവ്ലിയോ ചാർജ് ആക്കും. അപ്പം ഇത് ഹൈ വോൾട്ടേജ് നെഗറ്റീവാണ്. അപ്പം അതിൻ്റെ ചുറ്റുമുള്ള അയോൺസിനെ നെഗറ്റീവ്ലി ചാർജ് ആക്കും. അപ്പം നമ്മളെല്ലാവർക്കും അറിയാം നെഗറ്റീവ്ലി ചാർജ് ഒരു സാധനം പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ആകും. അപ്പം ഇവിടെയുള്ള നെഗറ്റീവ്ലി ചാർജ് അയോൺസ് പോസിറ്റീവ്ലി ചാർജ് അയോൺസിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ആകും.
ആ സമയത്ത് എയർ മോളിക്യൂൾസും ഡസ്റ്റ് പാർട്ടിക്കിൾസും അതിൻ്റെ കൂടെ മൂവ് ചെയ്യും. അപ്പം അത് നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ല, അപ്പം അത് അട്രാക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവില്ല, അപ്പം അത് അതിൻ്റെ പാത്ത് കണ്ടിന്യൂ ചെയ്യും. അപ്പം ഞങ്ങളിവിടെ ഒരു കോണിക്കൽ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രഷർ വരുന്ന ഒരു സ്ഥലത്ത് ഏരിയ കുറയ്ക്കുകയാണെങ്കിൽ അത് ത്രസ്റ്റ് ആവും, ആണെങ്കിൽ നമ്മൾ എത്ര ഏരിയ കുറയ്ക്കുന്നോ അതിനനുസരിച്ച് ത്രസ്റ്റ് കൂടും. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ ഒരു കോണിക്കൽ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ത്രസ്റ്റ് കൂട്ടാൻ. അപ്പം ഈ പ്രൊജക്റ്റ്, ഈ കോൺസെപ്റ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയ വെച്ചാൽ നാസിയാണ് ഈ കോൺസെപ്റ്റ് ആദ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നത്. സ്പേസിൽ വാക്യൂം ആയതുകൊണ്ട് നമുക്ക് ഈ ത്രസ്റ്റ് കുറച്ച് മതി ഒരു നല്ല ആക്സലേഷൻ കിട്ടാൻ. അപ്പം നമ്മുടെ ഈ കോൺസെപ്റ്റിൽ എർത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വരും. അപ്പം നമുക്ക് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എഗെയിൻസ്റ്റ് പോകാൻ കുറച്ച് കൂടുതൽ ത്രസ്റ്റ് വേണം. അതുകൊണ്ട് നമ്മൾ നാസേൻ്റെ ഡിസൈനെ റീഡിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇറക്കിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാസയ്ക്ക് സ്പേസിൽ അയോണൈസ് ചെയ്യാൻ അയോൺസ് ഉണ്ടായിരുന്നില്ല. അപ്പം അവരതിന് വേണ്ടിയിട്ട് സിനോൺ എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം ഞങ്ങൾ ആലോചിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കുറേ ഗ്യാസസ് ഉണ്ട്, അപ്പം നമുക്ക് അയോണൈസ് ചെയ്യാൻ കുറേ അയോൺസ് ഉണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ട് അത് അറ്റ്മോസ്ഫിയറിൽ എപ്ലിക്കബിൾ ആക്കിക്കൂടാൻ എന്നാണ്. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇനി ഡ്രോൺസ്, പ്ലെയിൻസ് ഇതൊക്കെ നമുക്ക് ഇനി ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മെയിൻ യൂസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയിപ്പം വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഫുൾ ഡ്രോൺസ് ആയിരിക്കും. അപ്പോൾ ഈ ഡ്രോൺസ് ഇനിയിപ്പം നമുക്ക് ഇപ്പോഴുള്ള ഇഷ്യൂസ് വരുന്നത് ഡ്രോൺസിൻ്റെ മെയിൻ്റെനൻസ് ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ പ്രൊപ്പല്ലറിൽ സേഫ്റ്റി ഹസാർഡ്സ് ഉണ്ട്. അങ്ങനെ അത് മാത്രമല്ല, ഒരു വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡ്രോൺസ് പറക്കുമ്പം എത്രയോ ബേർഡ്സിന് അത് കൊല്ലുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡ്സ് ഫ്ലൈ ചെയ്യുമ്പം അത് ഡ്രോൺസിൻ്റെ പ്രൊപ്പല്ലേഴ്സിൽ കുടുങ്ങി എത്രയോ പേര് മരിക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി സൈലൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ആർമി ബേസിലും ഉപയോഗിക്കാം, പ്ലസ് ഇത് സേഫും ആണ്. ഈ മിലിറ്ററിയിലൊക്കെ ഈ മിലിറ്ററിക്കാർ സ്പൈ വർക്സിനായിട്ട് ഈ ബോർഡേഴ്സിലേക്ക് ഡ്രോൺസിന് വിടും. അപ്പോൾ അവിടെ ഈ മിലിറ്ററിൻ്റെ അവിടെ നിൽക്കുന്നവർക്ക് ഈ സൗണ്ട് കാരണം കുറേ ഡ്രോൺസിൻ്റെ പ്രോജക്ട്സ് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഡ്രോൺസ് ഒക്കെ നമുക്ക് സൈലൻ്റ് ആയിട്ട് പറത്താം. പിന്നെ ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഏർബൻ ഏരിയാസിൽ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളെല്ലാവരും ഉറങ്ങുകയാണ്, ആ സമയത്ത് ഡെലിവറിക്ക് വേണ്ടി തലേൻ്റെ മേലെ കൂടെ 2-3 ഡ്രോൺസ് ഒക്കെ പോകുമ്പം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പല്ലേഴ്സ് ഭയങ്കര നോയ്സിയാണ്. ഇപ്പം ഇതാകുമ്പം കംപ്ലീറ്റ്ലി സൈലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏർബൻ ഏരിയാസിൽ ഡെലിവറി ഡ്രോൺസ് ആയിട്ട് ഉപയോഗിക്കാം. പ്ലസ് നമ്മൾക്കിപ്പം ഹോസ്പിറ്റൽസിലൊക്കെ ഇയർ പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവും. അപ്പം അവർക്ക് കുറേ ഡ്രോൺസിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇഷ്യൂസ് കൂടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ സൈലൻറ്റ് ഡ്രോൺസ് നമുക്ക് വേണമെങ്കിൽ എമർജൻസി ബ്ലഡ് ബാങ്ക്സ് അങ്ങനത്തെ ഓരോന്ന് ഡെലിവറി ചെയ്യാനും ഉപയോഗിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇനി ഒരു ഫ്യൂച്ചറിലേക്ക് ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആക്സലറേഷനും കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മുടെ നോർമൽ ഡ്രോൺസിനായിട്ട് കൂടുതൽ ആക്സലറേഷൻ നമുക്ക് കിട്ടും. അത് മാത്രമല്ല, ഇത് വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏർത്തിലൊരു പ്ലെയിന് MIT ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് കുറേ ഫോൾട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഡിസൈൻ ഒരു പ്രോപ്പർ ആയിരുന്നില്ല. മാത്രമല്ല അവർക്ക് ഒരു കോൺസ്റ്റന്റ് പവർ സപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അത് ഒക്കെ ഒരു റീഡിസൈൻ ചെയ്തു, നമ്മൾക്കൊരു സ്റ്റേബിൾ പവർ സപ്ലൈ കിട്ടി. അങ്ങനെ നമ്മൾ ഒരു പുതിയൊരു ഡിസൈനിലേക്ക് വന്നത്. അതെ, ഇപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിച്ച ടൈപ്പ് ഓഫ് പവർ സപ്ലൈസ്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.7 വോൾട്ടിനെ 1000 kV ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിൻ്റെ അകത്തൊരു ട്രാൻസ്ഫോമറും കപ്പാസിറ്ററും ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റം ഞങ്ങൾ ഒരു കൊതുക് ബാറ്റില്ലേ അതിൻ്റെ ഉള്ളിൽ ഹൈ വോൾട്ട് കൺവേർട്ടറാണ്. ആ ഒരു സർക്യൂട്ട് എടുത്തിട്ട് അതിലത്തെ കപ്പാസിറ്റർ മാറ്റി ഹൈ വോൾട്ട് കപ്പാസിറ്റർ കൊടുത്തിട്ട് ഒരു ഹൈ വോൾട്ട് ജനറേറ്റർ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 kV ഒരു ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെയും വർക്കിംഗ് കുറേയൊക്കെ സെയിം തന്നെയാണ്. അപ്പം നമ്മളിപ്പം ആദ്യം നമ്മൾ 1000 kV ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ എഞ്ചിൻ. അപ്പോൾ ഇതിന് ഓടാൻ വേണ്ടിയിട്ട് 1000 kV വോൾട്ട് വേണമായിരുന്നു. അപ്പം അത് ഞങ്ങൾക്ക് ചെറിയ ഇഷ്യൂ കാരണം ഞങ്ങൾ 2 ദിവസം മുമ്പ് ടെസ്റ്റ് ചെയ്യുമ്പം കേടായിപ്പോയി. അപ്പം ഞങ്ങളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങളുടെ അടുത്ത് 400 kV ട്രാൻസ്ഫോമറേ ഉള്ളൂ. അപ്പം അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ ചെറിയ എഞ്ചിൻ വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ അയോൺസിനെ അയോണൈസ് ചെയ്യുന്ന സംഭവമാണ് കൊറോണ ഡിസ്ചാർജ്. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ അങ്കിളൊന്ന് കാണിക്കുമോ? അപ്പം ഈ പേർപ്പിൾ റേസ് ആണ് കൊറോണ ഡിസ്ചാർജ്. അത് ഞങ്ങൾക്ക് 1000 kV കിട്ടിയതാണ്. എൻ്റെ നടുവിൽ ബ്ലിങ്കിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്മയാണ്. അപ്പം അത് ഞങ്ങൾ സ്റ്റേബിളായി വെക്കാത്തതുകൊണ്ടാണ് പ്ലാസ്മ വന്നത്. അത് നമ്മൾ എക്സ്പെരിമെന്റൽ പേർപ്പസിൽ നമ്മൾ ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ആ ഒരു കൊറോണ ഡിസ്ചാർജ് കിട്ടാഞ്ഞേ. പ്ലസ് ഇപ്പം കിട്ടിയിരിക്കുന്ന കൊറോണ ഡിസ്ചാർജിൽ ആ ഒരു സൗണ്ട് കിട്ടിയിരുന്നെങ്കിൽ പറ്റുമോ? ഇത് സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിൻഡ് വരുന്ന ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് ചെറുതായിട്ട് കേൾക്കാം. ഓക്കെ,
അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ടെസ്റ്റിംഗ് ടൈം ആയതുകൊണ്ട് എൻ്റെ വോയിസ് വന്നിട്ടുണ്ട്. ഷോക്ക് അടിച്ചിട്ടുണ്ട്. അത് നീ പറയണ്ട. ഓക്കെ. അപ്പം പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MITക്ക് കിട്ടിയത് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് 12 സെക്കൻഡ്സേ ഫ്ലൈറ്റ് ടൈം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളിത് ഫ്ലൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല. ബട്ട് ഞങ്ങൾക്ക് ഇതൊരു കാർ പോലെ ആക്കിയിട്ട് ഇത് ത്രസ്റ്റ് വെച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു സ്മൂത്ത് സർഫേസിൽ ഇത് നമുക്ക് ഈ ത്രസ്റ്റ് വെച്ചിട്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓട്ടാൻ പറ്റും. അതെ. അപ്പം ഞങ്ങളിപ്പം ശരിക്കും പ്രൂവ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡ്രോണിൽ ഒരു ചെറിയ ലിഫ്റ്റും കിട്ടിയിട്ടുണ്ട്, മൂവും ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പ്രൂവ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൽ ഇതിന് അറ്റ്മോസ്ഫിയറിക് ഫ്രിക്ഷനെതിരെ പോകാനും പറ്റും, ഗ്രാവിറ്റേഷണൽ പുള്ളിന് അഗെയിൻസ്റ്റ് മൂവ് ചെയ്യാനും പറ്റും. നമ്മൾ ഇനിയിപ്പോൾ ഇത് പ്രോട്ടോടൈപ്പ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ചും കൂടി വർക്ക് ചെയ്താൽ നമുക്ക് ഓൾറെഡി റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി വോൾട്ടേജും പിന്നെ നമ്മുടെ ഇപ്പം കേടായിപ്പോയ ആ ഒരു 1000K പകരം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ മെയിൻ എഞ്ചിൻ വർക്ക് ചെയ്യായിരുന്നു. അതെ. ഇതിനാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 5 meters/second വിൻഡ് സ്പീഡും കിട്ടുന്നുണ്ട്. അപ്പം അതാണ് ഞങ്ങളുടെ പ്രൊജക്ട്. താങ്ക് യു. പ്ലസ് ഇത് വർക്ക് ചെയ്യും. അപ്പം ഞങ്ങൾ വേണമെങ്കിൽ ഇതിപ്പോൾ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു. ഇതിപ്പോൾ 4000 വോൾട്ടിന്റെ ആണ്, അതുകൊണ്ട് വലിയൊരു വിൻഡ് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതൊരു ടിഷ്യൂ പേപ്പറാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എഞ്ചിൻ ആയതുകൊണ്ട് ഇതിൻ്റെ ത്രസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് കൈവച്ച് നോക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഒരു ടിഷ്യൂവിൽ അതിൻ്റെ മൂവ്മെൻറ്റ് ചെറുതായി കാണിച്ചു തരാം. ഇത് കണ്ടോ? ടിഷ്യൂ പേപ്പർ ഇളകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലേബലിങ്ങിൽ കൊടുത്തത് 400 kV ആണെങ്കിലും ടെസ്റ്റിംഗ് കാരണം ഇത് സത്യം പറഞ്ഞ ഒരു ചൈനീസ് പ്രൊഡക്റ്റ് ആണ്, പെട്ടെന്ന് കേടാവും. അതാണ് ഞങ്ങൾക്ക് പറ്റിയത്. ഇതിലുള്ള 3 മോഡൽസും കേടായി കിടക്കുകയാണ്. അപ്പം ഇപ്പം ഞങ്ങൾ കുറേ ഉപയോഗിച്ചിട്ട് കറക്റ്റ് 400 kV ഔട്ടും വരുന്നില്ല. എന്നാലും ഇത്രയും ചെറിയൊരു വോൾട്ടേജ് വെച്ചിട്ട് ഇത്രയും ത്രസ്റ്റ് കിട്ടുന്നുണ്ട്. പ്ലസ് നമുക്ക് ഇത് വേണമെങ്കിൽ സോളാർ പവർഡ് ആക്കാം. എല്ലാവരും വിചാരിക്കും ഇത്രയും വലിയ സേഫ്റ്റി ഹസാർഡ്സ് ഇല്ലേ. അപ്പൊ ഇതിപ്പോ നമ്മൾ 1000 kV വോൾട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. പക്ഷെ ഇവന് കുറെ ഷോക്ക് അടിച്ചു, ഇവനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ നോക്കിയപ്പം ആംബിയർ ആണ് നമുക്ക് ഹ്യൂമൻസിന് ആംബിയർ ആണ് ഡേഞ്ചറസ്. ഇതിൽ ജസ്റ്റ് വോൾട്ടേജേ ഉള്ളൂ, ആംബിയർ കുറവാണ്. അപ്പൊ നമുക്ക് മാക്സിമം പോയിട്ട് ചെറിയൊരു ബേണേ കിട്ടും. അതാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഹ്യൂമൻസിന്റെ കില്ലിംഗ് എലിമെന്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പവർ അല്ല. വോൾട്ടേജ് പവർ ഉണ്ട്, അതാണ് ഷോക്കിന്റെ പവർ. ബട്ട് നമ്മളെ കൊല്ലുന്നത് ആംപിയർ ആണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു 2 ആംപിയറിന്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ 0.5 ആംപിയർ ആയിട്ടാണ് 1000 kV വരുന്നത്. അപ്പൊ ഞങ്ങൾ ഇത് ഡ്രോൺസിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ത്രസ്റ്റും കൂട്ടാം. പിന്നെ ഡ്രോൺസിന്റെ മെയിൻ ആയിട്ട് കുറെ വേറെ ഇഷ്യൂസ് ഉണ്ട്. ഈ മോട്ടറിന്റെ റീപ്ലേസ്മെന്റ്, പ്രൊപ്പല്ലേഴ്സ്, മോട്ടർ റസ്റ്റ് പിടിക്കുക, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ജസ്റ്റ് ഒരു ബാറ്ററിയും വോൾട്ടേജ് കൺവേർട്ടറും പിന്നെ ഈ ചെറിയ ഡിസൈനും മതി. പിന്നെ മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു മൂവിങ് പാർട്ടാണ്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ലോസ് എന്തായാലും ഉണ്ടാവും. കാരണം എന്ത് സാധനം മൂവ് ചെയ്യുമ്പോഴും കൈനറ്റിക് എനർജിയും അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ആവും, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സ്റ്റേറ്റ് പ്രൊപ്പൽഷൻ ആണ്, എന്ന് പറഞ്ഞാൽ നോ മൂവിങ് പാർട്സ്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഒരു എനർജി എഫിഷ്യൻറ്റ് സിസ്റ്റമാണ്. മാത്രല്ല ഇതിന്റെ കോസ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് മാക്സിമം ഇതിൽ ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ കൺവേർട്ടർ ആണ്. കൺവേർട്ടറിന്റെ മാക്സിമം എക്സ്പെൻസ് നമ്മൾ നെറ്റിൽ നോക്കിയപ്പോൾ കിട്ടിയത് 250 ആണ് വന്നത്. അപ്പൊ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് 250 വന്നു. ബാക്കിയെല്ലാം നമ്മൾ ബാറ്ററിനെ റീസൈക്കിൾ ചെയ്തിട്ട് കിട്ടിയതാണ്. അതെ. അപ്പം ഇതാണ് ഞങ്ങളുടെ പ്രൊജക്ട്. താങ്ക് യു. താങ്ക് യു. Thank you, friends. Thank you for an exciting project. So next we have a presentation from Al Harmin's English School. So the 2 students who are presenting 2 projects. അവർ 2 project ഉണ്ട്. ആതിഫ് അമീൻ ആൻഡ് ഹംദാൻ അഷ്റഫ്. അവിടെ 2 പ്രോജക്റ്റുകൾ, ഒന്ന് കാർ ബേണിംഗ് ആൻഡ് എക്സ്പ്ലോഷൻ പ്രിവെൻറ്റർ, മറ്റൊന്ന് സ്മാർട്ട് ബിൻ. അപ്പോൾ ഇതാണ് നമ്മളെ സ്കൂളിൻ്റെ പ്രൊജക്റ്റ്. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ
ഇത് MQ2 ഗ്യാസ് സെൻസർ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ചെറുതായിട്ടൊരു പ്രോബ്ലം ഉണ്ട്. ഇതിൻ്റെ LCD സ്ക്രീൻ എന്തോ പറ്റിയിട്ടുണ്ട്, എനാബിൾ പിന്നിൻ്റെ പ്രോബ്ലമാണ് തോന്നുന്നുണ്ട്. ഇത് കുറച്ച് ദിവസം മുൻപ് ഒരു കൊല്ലമായിട്ടുണ്ടാവും. ഒരു അച്ഛനും അമ്മയും കാറിൻ്റെ ഉള്ളിൽ ബേൺ ചെയ്ത് മരിക്കുന്നത് ഒരു കുട്ടി കാണേണ്ടി വന്നില്ലേ. ആ അച്ഛനും അമ്മയും കാറിനുള്ളിൽ സ്റ്റക്കായെന്ന്. അപ്പോൾ അവർക്ക് ഒരു പോസിബിൾ വേ ഇല്ലായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇതിന് ഇങ്ങനത്തെ ഒരു കാർ ബേണിങ്ങോ എക്സ്പ്ലോഷനോ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു സിസ്റ്റമായിട്ടാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഈ MQ2 ഗ്യാസ് സെൻസർ ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു വാതകമാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ അർഡിനോയിലേക്ക് അതിൻ്റെ ഔട്ട്പുട്ട് അയക്കും. അപ്പോൾ അർഡിനോ അത് ഇൻപുട്ട് അയക്കും. അർഡിനോ അത് പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 350 PPIൻ്റെ മേലാണെങ്കിൽ ഈ ഇതിനെല്ലാത്തിനും ആക്ടിവേറ്റ് ചെയ്യും. ഈ നോർമൽ എയറിൽ കാർബൺ മോണോക്സൈഡ് 290 ആ ഒരു വാല്യൂവിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 286 അങ്ങനത്തെ ഒരു വാല്യൂവിലാണ് ഉണ്ടാവുക. ഈ സ്മോക്കിലുണ്ടാവുക 350, 400, 500 ആ ഒരു വാല്യൂവിലാണ് ഉണ്ടാവുക. ഈ ഇതുണ്ടാവില്ല ലൈറ്റർ ഫ്ലൂയിഡ്, അതിന്നൊക്കെ വരുന്ന ഗ്യാസ് ഇല്ലേ, അതിൽ 900ൻ്റെ മേലെ പോകലുണ്ട് PPI വാല്യൂ. അപ്പോൾ ഇതുണ്ടാവില്ല. ഈ MQ2 ഗ്യാസ് സെൻസർ ഇങ്ങനെ ഇത് ഡിറ്റക്റ്റ് ചെയ്യും, എന്നിട്ട് അർഡ്യൂനോയിലേക്ക് അതിൻ്റെ ഇത് അയക്കും. ഇതാണ് അർഡ്യൂനോ. ഈ ബോർഡിൻ്റെ പേരാണ്, ഈ മൈക്രോ പ്രോസസ്സർ ബോർഡിൻ്റെ പേരാണ് അർഡ്യൂനോ. ഇത് ഈ MQ2 കൊടുക്കുന്ന വാല്യൂ മനസ്സിലാക്കിയിട്ട് അത് 350ൻ്റെ മേലാണെങ്കിൽ ഈ LCD സ്ക്രീനിന്നും ഈ LCD സ്ക്രീനിലേക്കും ഈ സെർവോ SG90 എന്ന് പറഞ്ഞ മോഡലിൻ്റെ ആണ്. ഈ സെർവോയിലേക്കും ഈ ബസറിലേക്കും ഒരു മെസ്സേജ് അയക്കും. അപ്പോൾ ഇതൊക്കെ ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 3 സെർവോൻ്റെ ഭാഗത്ത് ഒരൊറ്റ സെർവോ ആണ് വെച്ചത്. കാരണം നമുക്ക് ഞാൻ പറയാം, ഒന്ന് ഇതിലേക്കും കൊടുക്കേണ്ടി വന്ന് പിന്നെ ഒന്ന് എക്സ്ട്രാ ഇല്ല. പിന്നെ അപ്പോൾ ഇതുണ്ടാവൂലേ, ഈ LCD സ്ക്രീനിൻ്റെ അകത്ത് ഫയർ അലേർട്ട് എന്ന് എഴുതി കാണിക്കും. ഇതെല്ലാ ടൈമിലും ബ്ലാക്ക് കളറായിട്ടാണ് ഉണ്ടാവുക. ഈ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ ഡാഷ്ബോർഡിൻ്റെ ഒരു പാനൽ ഉണ്ടാവില്ലേ, അവിടെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ട്രാൻസ്ലൂസൻറ്റ് ഇതിൻ്റെ ഒരു ഗ്ലാസ് ഷീറ്റ് മരുത്തുന്നതിനെങ്കിലും ബാക്കിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് എപ്പോഴും ഓഫായി കിടക്കുന്നതിനെ കൊണ്ട്, അത് തീ പിടിക്കുന്നവരെ ഓഫായി കിടക്കുന്നതിനെ കൊണ്ട് ആ ഡ്രൈവറിന് അത് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അറിയേ ഇല്ല. അതുവരെ ഇതിന് ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല. പിന്നെ തീ പിടിച്ച് കഴിഞ്ഞാലോ ഇതങ്ങോട്ട് ഓണാവും. അപ്പോൾ ആ ബ്രൈറ്റ്നസ്സിൽ ഇത് ഇങ്ങനെ ഫയർ അലേർട്ട് എന്ന് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ഡ്രൈവറിന് ഒരു ഡ്രാമാറ്റിക് എഫക്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഡ്രൈവർ കൂടുതൽ അലേർട്ടായിട്ട് കൂടുതൽ ഈ സേഫ്റ്റി പ്രോട്ടോകോൾസും ആൾക്കാരെ ഈ പാസഞ്ചേഴ്സിന് ഇറക്കാനും പിന്നെ രക്ഷപ്പെടാനുള്ള മെത്തേഡ്സും ഒക്കെ നോക്കും. പിന്നെ ഈ സെർവോ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ MQ2 ഗ്യാസ് സെൻസർ ഉണ്ടാവില്ലേ, ഇത് ഒരു പൈപ്പിൻ്റെ ഉള്ളിലായിട്ട് ഉണ്ടാവുക. ഈ പൈപ്പ് ഈ കാറിൻ്റെ ബോണറ്റ് ഉണ്ടാവില്ലേ, അതുപോലെ ഗ്രില്ലുമായിട്ടൊരു ഡിസൈൻ ഉണ്ടാവും. അത് ഡ്രൈവർ വിചാരിക്കുക ഡിസൈൻ ആണെന്നാണ്, പക്ഷേ ശരിക്കും ഒരു വെൻ്റാണ് ഈ ഗ്യാസിന് ഒരു റൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതൊരു പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ബേൺ ചെയ്ത് കഴിഞ്ഞാലും ഇതിന് വലിയ ഡാമേജ് ഒന്നും സംഭവിക്കൂല ഈ MQ2 ഗ്യാസ് സെൻസറിന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽസൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ ഒരു നല്ലൊരു സേഫ്റ്റി, ഒരു സേഫ് ആയിട്ടുള്ളൊരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും നല്ലൊരു മെറ്റീരിയലിൻ്റെ ഒരു ബോക്സിലാണ് ഉണ്ടാവുക. പിന്നെ ഈ അപ്പോളോ 17 ഒക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ മേലെ ഒരു ഗോൾഡൻ കളർ കണ്ടിട്ടില്ലേ, ആ ഗോൾഡൻ കളർ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ കളർ ടാപ്പാണ്. ആ ടാപ്പ് ഇതിന് ഒരു മഞ്ഞ കളറായിരിക്കും ഉണ്ടാവുക. അത് ഈ ഇരുമ്പിൻ്റെ മേലെ ഒട്ടിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ടോ ഒന്നും ആവില്ല. കാരണം ഇത് പാസ്സാവൂല, കറണ്ട് പാസ്സാവൂല. അപ്പോൾ ഇതുണ്ടാവൂലേ, ഇത് പൈപ്പിൻ്റെ അകത്തായിരിക്കും കണക്ട് ഉണ്ടാവുക. ഇവിടെ ഇതിപ്പോൾ തീയാണ് വിചാരിക്കുക, ഈ സർക്യൂട്ടിൻ്റെ ഭാഗം. അപ്പോൾ ഈ തീ ഉണ്ടാവൂലേ, അതിൽ ഇങ്ങനെ തീ പിടിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ സ്മോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്മോക്കിൻ്റെ മേലെ ഒരു പൈപ്പ് വെച്ച് കൊടുത്താൽ ഒരുവിധം സ്മോക്ക് മുഴുവനും ഇങ്ങനെ ആ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി മേലെ കൂടെ ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ് കാണാൻ. ഞാനുണ്ടാവില്ലേ കുളിക്കാൻ പോകുന്ന ടൈമിൽ എൻ്റെ ബാത്റൂമിൻ്റെ അടുത്തായിട്ട് ഒരു അടുപ്പുണ്ട്. വലിയമ്മ അവിടെ ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പട്ടിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിങ്ങനെ കുറച്ച് നേരം പോയി നോക്കി നിന്നിട്ട് വലിയമ്മ തീ കൂട്ടാൻ വേണ്ടി ഊതുന്ന ഒരു കുഴലുണ്ട്, ഇങ്ങനെ പിടിച്ചു നോക്കും. അപ്പോൾ ഇത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ ഒരു മെക്കാനിസത്തിലേക്ക് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുണ്ടാവൂലേ, ഈ സെർവോ നേരെ ഇതിൻ്റെ ഈ മെക്കാനിസത്തിൻ്റെ ഈ പൈപ്പിൻ്റെ അടിയിലാണ് ഉണ്ടാവുക.
ഈ സെർവോയിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ളതോ 3 സെർവോ ഉണ്ട് കേട്ടോ. ഞാൻ ഒന്നേ അപ്പം പറയുന്നത് ആദ്യം, പിന്നെ രണ്ടാമത്തെ പറയും, മൂന്നാമത്തെ പറയും. അപ്പോൾ ഫസ്റ്റത്തെ സെർവോ ഈ അതിൻ്റെ അടിയിലുള്ള CO2 കാറ്റഡ്ജിലേക്കായിരിക്കും കണക്റ്റ് ആയിരിക്കുന്നത്. ഈ CO2 ഒരു നോൺ ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇതുണ്ടാവില്ലേ ഓക്സിജൻ ആണല്ലോ ഈ തീൻ്റെ മെയിൻ ഫ്യൂവൽ. അപ്പോൾ ഈ തീ ഇങ്ങനെ കത്തുന്ന ടൈമിൽ ഈ ഓക്സിജൻ്റെ സോഴ്സ് കട്ട് ഓഫ് ചെയ്താൽ എന്താ സംഭവിക്കുക? തീ ഇല്ലാതാവും. അപ്പോൾ തീ അവിടെ അണയ്ക്കപ്പെടും. അപ്പോൾ ഈ ഓക്സിജനെക്കാട്ടിലും കൂടുതൽ ഡെൻസിറ്റി നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡിനുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു കാറ്റഡ്ജാണ് അവിടെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇതുണ്ടാവില്ലേ ഡെൻസിറ്റി കൂടിയത് അതിനെ കൊണ്ട് ഈ ഓക്സിജൻ്റെ മേലെ കൂടെ ഇങ്ങനെ പറന്ന് വന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ ബ്ലാങ്കറ്റ് പുതപ്പിച്ച മാതിരി ഫുൾ ഓക്സിജൻ്റെ സോഴ്സ് കട്ട് ഓഫ് ആവും. അപ്പോൾ തീ ഇല്ലാതാവും. അങ്ങനെയാണ് ഇതിലുള്ള ഞാൻ പറയാം ഫസ്റ്റത്തെ സെർവോ വർക്ക് ചെയ്യുന്നത്. ഇതൊരു കാറ്റഡിച്ചിൻ്റെ മേലെ പോയി ഇടിച്ചിട്ട് കാറ്റഡിച്ച് പൊട്ടിക്കും. ഒരു റാപ്പിഡ് ഫയർ സിസ്റ്റം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ തീ പിടിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ഭാഗത്തായിട്ടാണ് ഈ MQ2 ഗ്യാസ് സെൻസർ. ഇത് കുറേ ഉണ്ടാവും കേട്ടോ, ഒന്നേ വെച്ചിട്ടുള്ളൂ. അത് തീ പിടിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ഭാഗത്തായിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇതും ഉണ്ടാവും. ഒരു പൈപ്പിലേക്കാണ് ഞാൻ ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ തൊട്ട് താഴായിട്ട് ഒരു സംഭവത്തിലാണ് ഇതും ഉണ്ടാവുക. ഒരു റാപ്പിഡ് ഫയർ സിസ്റ്റം ഉണ്ടാവും ഇതിൽ തീ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് സെൻസർ പൊട്ടാനായിട്ട്. പിന്നെ രണ്ടാമത്തെ സെർവോ അത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ക്യാബിനാണെന്ന് വിചാരിക്കുക വണ്ടീൻ്റെ. ഈ ക്യാബിൻ്റെ അകത്ത് ഈ പാസഞ്ചേഴ്സും ഡ്രൈവറും ഒക്കെ സിറ്റ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് എന്ന സംഭവമാണ് ഇത് ഡിറ്റക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു തോന്നുന്നുണ്ട്. ഇതുണ്ടാവില്ലേ ഈ MQ2 ഗ്യാസ് സെൻസർ, അത് കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് തീൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ ഇത് ശ്വസിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാംഫുള്ളാണ്. ഫാറ്റാലിറ്റി റേറ്റ് ഭയങ്കര കൂടുതലാണ്. അതാണ് നമ്മളിങ്ങനെ ഇതുണ്ടായതിനെ കൊണ്ടാണ് നമ്മളിങ്ങനെ സ്മോക്ക് ശ്വസിക്കുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നത്. അപ്പോൾ ഈ ഇതുണ്ടാവില്ലേ സ്മോക്ക്, അത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബിൽഡപ്പായിട്ട് ഈ ഡ്രൈവറും പാസഞ്ചേഴ്സും എല്ലാവരും സഫക്കേറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഒരു ശ്വാസം കിട്ടാതെയൊക്കെ ആവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഗ്യാസിനും ഈ സ്മോക്കിനും ഒക്കെ എസ്കേപ്പ് ആവാൻ റൂട്ട് വേണ്ടേ? ആ റൂട്ടാണ് നമ്മളെ ഈ വിൻഷീൽഡിൻ്റെ എവിടെ ആയിട്ടാണ് ഈ രണ്ടാമത്തെ സെർവോ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ രണ്ടാമത്തെ സെർവോമിൽ മറ്റേ ഫയർ എക്സിറ്റുമേലൊക്കെ കാണുന്ന ഒരു ഹാമറില്ലേ, ഇങ്ങനെ ഗ്ലാസ് അടിച്ച് പൊട്ടിയാൽ യൂസ് ചെയ്യുന്ന, അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും രണ്ടാമത്തെ സെർവോയിലേക്ക്. അപ്പോൾ രണ്ടാമത്തെ സെർവോ ട്രിഗറായിട്ട് അങ്ങനെ ഈ വിൻഷീൽഡിനെ അടിച്ചങ്ങോട്ട് പൊട്ടിക്കും. ആ അടിച്ചങ്ങോട്ട് പൊട്ടിക്കുന്ന ടൈമിൽ ഈ ഗ്യാസും സ്മോക്കൊക്കെ ഉണ്ടാവില്ല ഇതിൻ്റെ ഉള്ളിൽ ബിൽഡപ്പ് ആയിട്ടുള്ള, അതിന് നല്ലൊരു എസ്കേപ്പ് റൂട്ട് കിട്ടും. അത് അവിടെ നിന്ന് വേഗം മുങ്ങും. അപ്പോൾ അതാണ് രണ്ടാമത്തെ സെർവോ. മൂന്നാമത്തെ സെർവോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ അച്ഛനും അമ്മയും ഇതിനകത്ത് കാറിനകത്ത് തീ പിടിച്ചിട്ട് ഇങ്ങനെ കത്തി എരിഞ്ഞ് മരിക്കുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കേനി. ഈ ഡോർ ഹാൻഡിൽ ഉണ്ടാവൂലേ, അത് ചൂടായിട്ട് മെൽട്ടായി അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയതാ. അപ്പോൾ ഓർക്ക് വലിച്ചാലും ഡോറ് തുറക്കൂല. അപ്പോൾ ഓർക്ക് എസ്കേപ്പ് ആവാൻ ഒരു വഴിയില്ല ഇനി. അപ്പോൾ നമ്മൾ ഈ മെൽട്ട് ആവണീൻ്റെ മുൻപ് എസ്കേപ്പ് ആവാൻ ഒരു റൂട്ട് ഉണ്ടാക്കി കൊടുത്താൽ മെൽട്ടായി കഴിഞ്ഞാലും അവർക്ക് എസ്കേപ്പ് ചെയ്തൂടെ? മൂന്നാമത്തെ സെർവോൻ്റെ സ്പെഷ്യാലിറ്റി അതാണ്. അത് ഇവിടെയാണ് ഇപ്പോൾ നമ്മളെ ഈ ഡോറ് എന്ന് വിചാരിക്കുക, ഇഭാഗത്തായിട്ടാണ് ഈ ഡോർ ഉണ്ടാവൂലേ. ഇത് നമ്മളിപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ സെർവോ ഉണ്ടാവൂലേ, ഇപ്പോൾ ഈ മൂന്നാമത്തെ സെർവോ കണക്ട് ആയിട്ടുള്ളത് സാധാരണത്തെ മറ്റേ ലോക്കില്ലേ, അതിനെ ലോക്ക് ചെയ്യുന്ന വേറെ ലോക്കില്ലേ, അതിമേലേക്കായിട്ടാണ് കണക്ട് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ പറയാം ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഡ്രൈവറിന് ഇതും പിടിച്ചലിച്ച് പുറത്തേക്ക് ഇറങ്ങണ്ട, ഇത് മാത്രം വലിച്ചാൽ മതി, എസ്കേപ്പ് ആവാൻ റൂട്ടായി. അപ്പോൾ അങ്ങനെയാണ് അത് ഈ മൂന്നാമത്തെ സെർവോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടാവൂലേ ഈ സാധനം, ഈ LCD സ്ക്രീന് ഇത് വെൽ ഹിഡൻ ആയിരിക്കും. ഡ്രൈവറിന് അത് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ അറിയലുണ്ടാവില്ല ഈ തീ പിടിക്കുന്ന വരെ. അതാണ് നമ്മൾ ഈ തീനെ പോകുന്ന ഈ സേഫ്റ്റി പ്രൊസീജിയർ. ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ ഈ സ്മാർട്ട് ബിന്ന്. ഇത് മറ്റേ സാധാരണ യൂട്യൂബിൽ കാണുന്ന സ്മാർട്ട് ബിന്നല്ല. ഈ സിഗരറ്റ് ബഡ്സ് ഉണ്ടാവൂലേ, സിഗരറ്റിൻ്റെ വലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ കുറ്റി, അതിങ്ങനെ ഞാൻ പറയാം നമ്മളെ എൻവറോൺമെൻറ്റ് ഭയങ്കര ഹാംഫുള്ളാണ്. കാരണം ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ഉണ്ട്. ആ പ്ലാസ്റ്റിക് ഈ എർത്തിലേക്ക് അലിഞ്ഞു ചേരാൻ 10 കൊല്ലം പിടിക്കും. അപ്പോൾ ഭയങ്കര ഹാംഫുള്ളാണ് നമ്മളെ എൻവറോൺമെൻറ്റിന്. പിന്നെ ഈ കാറ്റിൽ ഷീപ്പ് മറ്റേ മറിച്ച് അങ്ങനത്തെ ഓരോ ഇതില്ലേ, അതൊക്കെ പോയിട്ട് അത് തിന്നിട്ട് അതിനൊക്കെ ഓരോ അസുഖങ്ങൾ വരും. അപ്പോൾ ഇത് ഭയങ്കര ഹാംഫുള്ളാണ്. അപ്പോൾ ഈ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒരാളിപ്പോൾ ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കുക. അപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ടൈമിൽ സ്മോക്ക് ഉണ്ടാവില്ലേ, സ്മോക്കിലുള്ള കാർബൺ മോണോക്സൈഡ് ഈ MQ2 ഗ്യാസ് സെൻസർ ഡിറ്റക്ട് ചെയ്യും. ഇവിടെയുള്ള അതേ സാധനം കേട്ടോ ഇവിടെയുള്ളത്.
അപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്മോക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ ഇത് ഉടനെ തന്നെ പറയും സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്, സ്മോക്കിംഗ് കിൽസ്, പ്ലീസ് യൂസ് ദിസ് സ്മാർട്ട് ബിൻ ടു ഡിസ്പോസ് ഓഫ് ദി സിഗരറ്റ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പീക്കർ ഉണ്ടാവും കേട്ടോ. അത് മറ്റേ ഹെഡ്ഫോൺ ജാക്ക് വെക്കുന്ന സ്പീക്കറാണ്, നമുക്ക് കിട്ടിയില്ല, കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡെമോ പ്ലേ ചെയ്യാത്തത്. പിന്നെ ഇതിലുള്ള നമ്മൾ യൂസ് ചെയ്ത റാസ്ബെറി പയ്യ ഈ സാധനം ഇതുണ്ടാവൂലേ, ഇതിന് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു മോണിറ്ററും പിന്നെ ഒരു കീബോർഡും മൗസും വേണം. അതൊന്നും നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതുണ്ടാവൂലേ, അപ്പോൾ ആളിങ്ങനെ വരും, സിഗരറ്റ് ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കും. ഇത് ഇവിടെ ഉള്ളത് IR സെൻസറാണ്. അവിടെ വരയ്ക്കുന്ന ടൈമിൽ ആളെ കൈ ഡിറ്റക്ട് ചെയ്തിട്ട് ഈ IR സെൻസർ ഇതിലേക്ക് റാസ്ബെറി പൈയിലേക്ക് പറയും. അപ്പോൾ ഞാൻ പറയാം ഈ സാധനം ഓപ്പൺ ആയി കൊടുത്തിട്ട് പറയും താങ്ക് യു ഫോർ സേവിങ് ദി എക്കോസിസ്റ്റം എന്ന് പറയും. ഈ സാധനം ഈ ലിഡ് ഓപ്പൺ ആയി കൊടുത്തിട്ട് ഈ സെർവോ ഇല്ലേ, ഇതിൻ്റെ അവിടെ ഒരു കാലുണ്ട്, ഇനി പോയി ആ കാല് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആൾ അതിൻ്റെ ഉള്ളിലിടും. എന്നിട്ട് ഇതിങ്ങനെ സിഗരറ്റ് കുറേ ആൾക്കാർ വലിച്ച് ഇതിങ്ങനെ കുറച്ചിങ്ങനെ ഹൈറ്റ് ഇങ്ങനെ കൂടി വരുമല്ലേ, അപ്പോൾ ഒരു IR സെൻസറും കൂടി ഉണ്ടാവും ഇവിടെ. ആ IR സെൻസർ ഇതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഇതിനെ അത്ര ഹൈറ്റ് എത്തിയെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്തുള്ള ഹരിതകർമ്മസേനനെ അല്ലെങ്കിൽ ഈ കുടുംബശ്രീനെ IoT വഴി അലേർട്ട് ചെയ്യും. ഓര് വന്നിട്ട് ഈ ഫുൾ സിഗരറ്റ് ബഡ്സ് കൊടുത്തിട്ട് പോകും. ഓര് എന്നിട്ട് അത് മുഴുവനും റിന്യൂ ചെയ്തിട്ട് കോട്ടൺ ആക്കിയിട്ടും പിന്നെ ഈ മറ്റേ പേപ്പറാക്കിയിട്ടും എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യും. ഈ പേപ്പറിൽ ഉണ്ടാവുന്ന ഒരു നിക്കോട്ടീൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതിങ്ങനെ മോസ്കിറ്റോ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഒരേ ഞാൻ പറയാം, കത്തിച്ച് കഴിഞ്ഞാൽ മോസ്കിറ്റോ ഇല്ലാതാവും ഈ പേപ്പർ. മറ്റേ ഗുഡ് നൈറ്റിൻ്റെ ഒരു സംഭവം ഇല്ലേ, എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, ഫ്ലാഷ് കാർഡ് നെറ്റായി ആ സാധനം ഉണ്ടാവില്ലേ, അതിങ്ങനെ യൂസ് ചെയ്തിട്ട് കൊതുകിനെ കൊല്ലാം. അപ്പോൾ ഇങ്ങനെ കുറേ ബൈ പ്രോഡക്ട്സ് എടുക്കുക. ഈ കോട്ടൺ ഉണ്ടാവില്ലേ ബാമക്കുട്ടീൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിങ്ങനെ നിറയ്ക്കുക, അതിനവർക്കൊരു പ്രോഫിറ്റും ഉണ്ടാക്കുക. അതാണ് നമ്മളെ വഴി, നമ്മളെ ഈ ഡിവൈസ്, ഈ പ്രൊജക്റ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊജക്റ്റ്. താങ്ക് യു. So thank you friends. Thank you for an exciting presentation. So നമ്മൾ ഒരു പ്രോജക്റ്റ് കൂടിയുണ്ട് സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന്. ഒന്നല്ല ഇനിയും ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷം ബാക്കിയുള്ള പ്രസൻറ്റേഷൻസ് ഉണ്ടാവും. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് പ്രസൻറ്റേഷനാണ് സോളാർ വാട്ടർ ക്ലീനർ സിസ്റ്റം, മർക്കസ് ഇൻ്റർനാഷണൽ സ്കൂൾ. ഫൈഹ കെ, ആമിന മീര, ഷസ ഹലിമ. കൈയടിച്ചടാ. Good morning everyone. My name is Faiha. And I'm Shaza. And I'm Meera. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളാണുള്ളത് അല്ലേ? ആണോ? അപ്പം 44 പുഴകളാണ് ഒഴുകുന്നത്. അപ്പോൾ ഈ 44 പുഴകളും എന്താണ്? പൊല്യൂട്ടഡ് ആണ് അല്ലേ? 90% പൊല്യൂട്ടഡ് ആയി കിടക്കാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ്, അതായത് സരോവരം ബയോ പാർക്ക്. അവിടെ അതിൻ്റെ അടുത്തുകൂടെ ഒഴുകുന്നതാണ് കെനോലി കനാൽ. അവിടെ ഫുൾ ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റസ് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ലോക്കൽ പീപ്പിൾസായിട്ട് സർവേ നടത്തിയപ്പോൾ പണ്ട് കാലത്ത് എന്തായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പണ്ട് കാലത്ത് ട്രാൻസ്പോർട്ടേഷനും ഫിഷിങ്ങിനും ഒക്കെ അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇപ്പോൾ അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുറേ ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ അവിടെ വരുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടും എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു മാറ്റവും വരുന്നില്ല. അതാണ് സത്യം. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് കാരണമാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഇറക്കിയിട്ടുള്ളത്, അതായത് സോളാർ വാട്ടർ ക്ലീനർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ മെയിൻ എയിം എന്തെന്ന് വെച്ചാൽ വാട്ടർ ബോഡീസ് ആയിട്ടുള്ള റിവർ, കനാൽ, ഡ്രെയിനേജ് ഒക്കെ നമ്മളുടെ ഈ മെഷീൻ, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത മെഷീൻ വെച്ചിട്ട് ഹ്യൂമൻ അസിസ്റ്റൻസ് ഇല്ലാണ്ട് സോളാർ പവർ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാണ്. പൊല്യൂട്ടഡ് ആയിട്ടുള്ളതൊക്കെ ക്ലീൻ ചെയ്യാനാണ് നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം കുറേ റിവർ ക്ലീനിങ് മെഷീൻസ് അല്ലെങ്കിൽ വാട്ടർ ക്ലീനിങ് മെഷീൻസ് എന്താണ് അവൈലബിൾ ആണ്. ആണോ?
യെസ്, അപ്പോൾ കുറേ റിവർ ക്ലീനിങ് മെഷീൻസ് അല്ലെങ്കിൽ വാട്ടർ ക്ലീനിങ് മെഷീൻസ് ഒക്കെ എന്താണ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ തികച്ചും വ്യത്യസ്ത തരത്തിലാണ്. മറ്റേത് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ എന്താണ് സർഫസ് ലെവലാണ് ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ നമ്മളിത് അണ്ടർ വാട്ടർ, അതായത് ഹാർഡ് ടു റീച്ച് ഏരിയയിൽ വരെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് കെനാൽസിലെ ഡ്രെയിനേജിലൊക്കെ എന്താണ് ബ്ലോക്കായി കിടക്കുന്ന വേസ്റ്റസ്, അതായത് പ്ലാസ്റ്റിക്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ 2 മീറ്റർ വരെ ഡെപ്തിലോട്ട് പോകും. എന്നിട്ട് അത് പിക്ക് ചെയ്യുന്നതാണ് ഈ റോബോട്ടിക് ആം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രോട്ടോടൈപ്പ്. ഫിനാൻഷ്യലി കുറച്ച് മെത്ത് ചെയ്യാൻ കുറച്ച് പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് നമ്മളിതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റിയൽ വണ്ണിലേക്ക് വരുമ്പോൾ വൈഡായിട്ട് വലുതായിരിക്കും. സോ ഈ ഒരു റോബോട്ടിക് ആമാണ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തത് ആർഡിനോ യൂനോ ആണ്. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക റാസ്ബെറി പൈ. റാസ്ബെറി പൈ അറിയോ? അറിയോ? യെസ്, അതായത് ഇമേജ് പ്രോസസ്സിംഗ് ആണ്. അത് മിനി കമ്പ്യൂട്ടറാണ്. അപ്പം റാസ്ബെറി പൈ യൂസ് ചെയ്തിട്ടാണ് സെഗ്രിഗേഷൻ നടക്കുക. നമ്മുടെ പ്ലാസ്റ്റിക്സ്, വീഡ്സ് അങ്ങനെ പല തരത്തിലുള്ള വേസ്റ്റസ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ റോബോട്ടിക് ആമിൽ പിക്ക് ചെയ്തിട്ട് വെബ് ക്യാം യൂസ് ചെയ്തിട്ടാണ് റാസ്ബെറി പൈ വഴിയാണ് സെഗ്രിഗേഷൻ നടക്കുക. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ നടക്കും. ഈ സെഗ്രിഗേഷൻ വഴി റീസൈക്കിൾ സെൻറ്ററിലുള്ള ആളുകൾക്ക് എന്തായിരിക്കും കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡ്സ്, ഫൈറ്റോപ്ലാങ്ക്ടൺ, ആൽഗയൊക്കെ എന്താണ് റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കിക്കൂടെ? അപ്പോൾ നമുക്ക് ഒരു ബിസിനസ് ഐഡിയ ആയില്ലേ. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താക്കാം, ഒരു ബിസിനസ് ഐഡിയ. അപ്പോൾ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അതിലൂടെ കൂട്ടാം. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഐഡിയയിലോട്ട് വരാം. അതായത് റാസ്ബെറി പൈ വെച്ചിട്ടാണ് സെഗ്രിഗേഷൻ നടക്കുക. പിന്നെ നമുക്ക് അറിയാം അണ്ടർ വാട്ടറിലോട്ട് പോകും. സർഫസ് ലെവലിൽ മാത്രമല്ല പോവുക. നമുക്കറിയാം കൺവെയർ ബെൽറ്റ് ആണ് ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെഷീൻസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ റോബോട്ടിക് ആം യൂസ് ചെയ്യാനുള്ള കാരണം അണ്ടർ വാട്ടർ, അതായത് 2 മീറ്റർ ഡെപ്ത് വരെ പോകും. കനാൽസിലെ ഡ്രെയിനേജ്, നമ്മൾ എല്ലാ റിവർക്ക് അല്ലെങ്കിൽ എല്ലാ വാട്ടർ ബോഡീസും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 മീറ്റർ ഡെപ്തിലോട്ട് പോയിട്ട് അത് പിക്ക് ചെയ്തിട്ട് അത് സെഗ്രിഗേഷൻ നമ്മുടെ സിസ്റ്റത്തിൽ നടത്തിയിട്ട് പിന്നെ നമ്മൾ കംപ്രഷൻ ചെയ്യും. അതായത് നമുക്കറിയാം കുറേ വേസ്റ്റസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി കംപ്രസ് ചെയ്യണം. എന്നാൽ നമുക്ക് കൂടുതൽ കപ്പാസിറ്റി കൂടില്ലേ. അപ്പോൾ ഈ കംപ്രഷൻ നമ്മുടെ സിസ്റ്റത്തിൽ നടക്കും. പിന്നെ നമ്മളത് റീസൈക്കിൾ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ നമ്മളുടെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്നെന്ന് പറയുന്നത് ഹ്യൂമൻ അസിസ്റ്റൻസ് ഇല്ല. ഇപ്പോൾ ഉള്ള എല്ലാം നമ്മൾ കാണുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹ്യൂമൻസ് ഇറങ്ങിയിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിൽ ഹ്യൂമൻസ് കൺട്രോൾ ചെയ്യണം. അത് പക്ഷേ ഹ്യൂമൻസ് ഇറങ്ങണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാർഡ് ടു റീച്ച് ഏരിയാസിലൊക്കെ നമുക്ക് പോകാൻ കഴിയുന്നതാണ്. പിന്നെ ഒന്നുള്ളത് സോളാറാണ്. സോളാർ വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മുടെ സ്കൂള് മർക്കസിന് ഞാൻ പറഞ്ഞല്ലോ കനോലി കനാൽ. അപ്പോൾ നമ്മൾ 12 വർഷം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഗവൺമെൻറ് കുറേ പ്രോജക്റ്റുകൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ ഗുണമില്ല. നമ്മളെപ്പോഴും അത് പിന്നെയും പഴയതുപോലെ ആവാം. ഓക്കെ, അത് നമ്മൾ തന്നെ ചെയ്യുന്നത്. വേസ്റ്റസ് അവിടെ ഡംപ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. കാരണം അവിടെ ജീവിക്കുന്നത് ആരാ? എക്വാട്ടിക്, അതായത് ഫിഷസ്, കുറേ ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തിയതാണ് ഇത്. അപ്പം കുറേ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ വന്നിട്ട് അതൊരു ഉപകാരം ഇല്ലാത്ത പോലെ നമുക്ക് തോന്നി. അതായത് ഹ്യൂമൻ അസിസ്റ്റൻസ് വെച്ചിട്ടാണ്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇത് നമ്മൾ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അപ്പം നമുക്ക് എന്താക്കാം, എത്ര ലിമിറ്റ് ഇല്ലാണ്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ് അല്ലേ. ഇത് സ്റ്റേറ്റ് പേറ്റന്റ് എലിജിബിൾ ആയതുകൊണ്ട് തന്നെ ഇത് കപ്പിൾ ഓഫ് ഇയേഴ്സിൽ ഇത് ഇപ്പോൾ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെയെന്ന് പറയുന്നത് ഇപ്പോൾ പീപ്പിൾസിന് ഒരു അവയർനെസ് ആണ്. നമ്മൾ ഇടുന്നോണ്ടാണ് വേസ്റ്റസ് അവിടെ കൂടുന്നത്. അപ്പോൾ ഒരു മെഷീൻ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റം ഇറങ്ങിയിട്ട് ചെയ്യുമ്പോൾ അതൊരു പീപ്പിളിന് അവയർനെസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐഡിയ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പീപ്പിൾസിനും സൊസൈറ്റിക്കും കോമൺ പീപ്പിളിന് പോലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ 2 ദിവസത്തിലെ കഴിഞ്ഞ് 3 കഴിഞ്ഞു
നമ്മുടെ പ്ലാസ്മ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങൾ നടന്നിട്ടുള്ള 1-2 ദിവസങ്ങളിലെ പ്രസൻറ്റേഷൻസാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. 3-ാം ദിവസത്തിൽ നമ്മൾ അടുത്ത സെഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പ്രസൻറ്റ് ചെയ്ത കുട്ടികൾ വീണ്ടും അവിടെ സ്റ്റാളിലേക്ക് തന്നെ പോകണം. എക്സിബിറ്റ് ഒരു ടീമും എക്സിബിറ്റ്സ് 4:30 വരെ മാറ്റാൻ പാടില്ല. കാരണം ഇന്ന് NIT ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതേപോലെ തന്നെ TBIയിൽ NITയുടെ TBIയിലെ എക്സ്പേർട്സൊക്കെ തന്നെ നിങ്ങളുടെ എക്സിബിറ്റ്സ് കാണാൻ വേണ്ടി വരികയാണ്. മാത്രമല്ല നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനും TBIയും ഒക്കെ തന്നെ നിങ്ങളുടെ ചില കണ്ടുപിടുത്തങ്ങളെ ഏറ്റെടുക്കാൻ പോവുകയാണ്. കുട്ടികൾക്ക് വലിയ ഫണ്ടിങ് വരെ വരുന്ന രീതിയിൽ ഏറ്റെടുക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ളൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ഇതുകൂടി വരികയാണ്. NITയുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിലെ ഇന്നൊവേഷൻ ലാബുകൾ ഇനി വളരെ ശക്തമാവാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്നൊവേഷൻ ലാബുകൾ, അതായത് അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ, നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇന്നൊവേഷൻ ലാബുകൾ, സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ടിങ്കറിംഗ് ലാബുകൾ, നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള എഡ്യൂമിഷൻ ഇന്നൊവേഷൻ ലാബുകൾ, ഇങ്ങനെ 45ഓളം ലാബുകൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ട്. എങ്കിലും വിദ്യാലയങ്ങളിൽ ഇന്നൊവേഷൻ്റെ ഒരു എണ്ണം വളരെ കുറവാണ്. അപ്പം അതിനെ വളരെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ധാരാളം നേട്ടങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിന് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുവരെ നമ്മളുടെ ഒരു കോൺസെൻട്രേഷൻ, ഈവൻ സ്കൂൾ അധ്യാപകരുടെയൊക്കെ കോൺസെൻട്രേഷൻ കുട്ടികളുടെ A+കളിൽ മാത്രമായിരുന്നു. A+കൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട അവസരമാണ്. കാരണം അടുത്ത ഒരു 3-4 വർഷങ്ങൾക്കുള്ളിൽ A+നല്ല പ്രാധാന്യം, കുട്ടികളുടെ ടെക്നിക്കൽ അത്തരത്തിലുള്ള ഇന്നൊവേഷൻ സ്കില്ലുകൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങൾ, ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ കുട്ടികളൊരു ഇന്നൊവേഷൻ കൾച്ചറിലേക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ വിദ്യാലയങ്ങളിൽ നടക്കണം. നമുക്ക് ഇനി അടുത്ത ഒരു സെഷൻ ഇവിടെ കറക്റ്റ് 11:30 ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോഴ് അവിടെ നമ്മൾ ബാക്കിൽ നിന്നുള്ള ചില റോകളെ അവിടെ ആരും അറിയാതെ അങ്ങനെ പിന്നോട്ട് നയിക്കും. നിങ്ങൾക്കും അടുത്ത അവസരം തരും പുതിയ ആളുകൾ വരുന്നതിനനുസരിച്ച്. അടുത്തൊരു സെഷൻ ലീഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ താല്പര്യമുള്ളൊരു മേഖലയുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണ്. പിന്നെ സാറിനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്കൊരു ജയറാം സാർ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് സാർ ഇവിടെ ഉണ്ട്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ, അല്ലെങ്കിൽ എക്സലൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. സോ നമ്മുടെ അടുത്ത സെഷൻ ഇന്നത്തെ ഫസ്റ്റ് ടോക്ക് സെഷനാണ്, ഫസ്റ്റ് എക്സ്പെർട്ട് സെഷൻ എന്ന് പറയാം. ഇത്രയും നേരം സ്റ്റുഡൻസിൻ്റെ പ്രസൻറ്റേഷൻ ആയിരുന്നു. സോ നിങ്ങൾ റെഡിയാണോ? യെസ്, ഓക്കെ. എല്ലാവർക്കും സ്പേസിനെ പറ്റി പഠിക്കാൻ ഇഷ്ടമല്ലേ? സ്പേസ് സയൻറ്റിസ്റ്റുകളാകുന്ന എത്ര പേരുണ്ട്? കുറച്ച് പേരുണ്ടല്ലേ? സോ നമുക്ക് ISROയുടെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പൊസിഷൻ വഹിച്ചിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ട്, ജയറാം സാർ. ഞങ്ങളുടെ മെൻറ്റർ കൂടിയാണ്, കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള UL സ്പേസ് ക്ലബിൻ്റെ മെൻറ്റർ കൂടിയാണ് ജയറാം സാർ. ISROയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തതാണ്. സാറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ തരുന്നത് ഷജിൽ സാറാണ്. സാറ് സസ്റ്റൈനബിലിറ്റി ഓഫ് സ്പേസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ, സ്പേസ് എന്ന് പറയുന്നത് വളരെ ഗ്രോയിങ് ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും നെക്സ്റ്റ് ഒരു 100 ഇയേഴ്സിൽ ഏറ്റവും വലിയ ഡൊമൈൻ ആവാൻ പോകുന്ന ടോപ്പിക്കാണ്. സസ്റ്റൈനബിലിറ്റി ഓഫ് സ്പേസ് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഒരു വേൾഡ് സ്പേസ് വീക്കിൻ്റെ തീമൊക്കെ. സോ നമ്മുടെ ജയറാം സാർ ഇന്നിവിടെ നടത്തുന്ന ടോപ്പിക്കും അത് തന്നെയാണ്, സസ്റ്റൈനബിലിറ്റി ഓഫ് ഔട്ടർ സ്പേസ്. ടു ഇൻട്രൊഡ്യൂസ് ജയറാം സാർ ടു ഓൾ ഓഡിയൻസ്, ഐ വെൽക്കം ഷജിൽ സാർ. ഗുഡ് മോർണിംഗ്. എല്ലാവരും വളരെ കൗതുകത്തോടു കൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്മ കാണാനാണ് വന്നിട്ടുള്ളത്, പ്ലാസ്മയെ അറിയാനാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം ഈ വേദിയിൽ വെച്ച് നിങ്ങൾ ലോകത്തിലുള്ള ശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകൾ, അല്ലെങ്കിൽ സമൂഹം ഇടപെടുന്ന മറ്റ് സാധ്യതകൾ, മേഖലകളൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ കുട്ടികളുടെയൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടു. അത്തരത്തിലുള്ള അല്ലെങ്കിൽ അതിലേറെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശേഷിയുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ നടക്കുന്ന പരിപാടികൾ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ നിറയ്ക്കാനുള്ളതാണ്, നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളായിട്ടുള്ളതാണ്. ഏതായിരുന്നാലും ഇന്ത്യയിലെ ഓരോ ഇന്ത്യക്കാരനും ഇപ്പോൾ അഭിമാനത്തോടെ ഇരിക്കുന്നൊരു കാലഘട്ടമാണ്. നമ്മുടെ അഭിമാന സ്ഥാപനമായ ISRO ചന്ദ്രയാനും ആദിത്യയുമൊക്കെ വിജയിച്ചു. ഇനി ഗഗൻയാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേറെ മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ പ്രയോഗങ്ങളാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന്
നിങ്ങളോട് സംവദിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കെ ജയറാം, ഫോമർ ഡെപ്യൂട്ടി ഡയറക്ടർ, ഇസ്രോ. നമുക്കറിയാം ISRO എന്ന് പറയുന്ന സ്ഥാപനം രാജ്യത്താകമാനം എല്ലാ സംസ്ഥാനങ്ങളിലും ISROയ്ക്ക് വിവിധങ്ങളായുള്ള കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിലുണ്ട്. നിങ്ങൾക്കറിയാം 2 കേന്ദ്രങ്ങൾ നമുക്ക് കേരളത്തിലുണ്ട്. ഒന്ന് തുമ്പയിലാണ്, മറ്റൊന്ന് വലിയ മലയിലാണ്. കൊച്ചിയിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെയുണ്ട്. ഹെഡ്ക്വാർട്ടർ, ISROയുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ബാംഗ്ലൂരാണ്. അതും കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. എന്നാൽ നാം അയക്കുന്ന ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റുകൾ പിന്നീട് നിയന്ത്രിക്കപ്പെടുന്നത് എവിടെയാണെന്ന് അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? ഒരു സാറ്റലൈറ്റ് മുകളിൽ പോയി ഓർബിറ്റിൽ കയറി അവിടെ എത്തിയോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു. അതിനകത്തുള്ള വിവരങ്ങളെല്ലാം നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാറ്റലൈറ്റിൻ്റെ വിവരങ്ങൾ നാം ശേഖരിക്കുന്നുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്റർ ഇന്ത്യയിൽ എവിടെയാണെന്ന് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തുമോ? എവിടെയാണ്? എവിടെ? ബാംഗ്ലൂർ അന്തരീക്ഷ ഭവനല്ല. എവിടെയാണ്? ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇസ്ട്രാക്ക് ബാംഗ്ലൂർ. എവിടെ? ഇസ്ട്രാക്ക് ബാംഗ്ലൂരു. എന്നാൽ വർഷങ്ങളായി ഈ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെൻറ്റർ ഹാസനിലാണ്. സാറ്റലൈറ്റ് അയക്കുന്നു, അതിൻ്റെ ലോഞ്ച് വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വിഗതികളൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത് നിങ്ങൾ പറയുന്ന ഇടങ്ങളിലൊക്കെ തന്നെ. പിന്നീട് ആ സാറ്റലൈറ്റിൽ നിന്നുള്ള വിവരശേഖരണം നടക്കുന്നത്, അതിനെ അനലൈസ് ചെയ്യുന്നത് ഒക്കെ അതിന് പ്രധാന പങ്ക് വഹിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സെൻറ്റർ ബാംഗ്ലൂരാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യ അയച്ച 15 സാറ്റലൈറ്റുകളെ അതിനകത്തുനിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും 8 സാറ്റലൈറ്റുകൾ ആദ്യമായി അയച്ച വിവരങ്ങൾ, അത് ഒരു കുഞ്ഞ് പിറക്കുന്ന അതേ സന്തോഷമാണ് ISROയ്ക്ക്. 8 സാറ്റലൈറ്റുകൾ അതിൻ്റെ ഭ്രമണപഥത്തിലെത്തി നമ്മെ നിരീക്ഷിക്കുന്നത് നിങ്ങൾക്കറിയാം. ജിയോ സിങ്ക്രണസ് ഓർബിറ്റിൽ 36,000 കിലോമീറ്റർ ഹൈറ്റിൽ വെച്ചാണ് നമ്മുടെ ഭൂമിയെ, നമ്മുടെ ഇന്ത്യയെ നിരീക്ഷിക്കുന്നത്. സാറ് അതിനെക്കുറിച്ച് വളരെ വിശദമായി നിങ്ങളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകും. ആ സംശയങ്ങളുമായി തന്നെ നിങ്ങൾ ഇരിക്കുക. 1 മണിക്കൂർ ഇൻട്രാക്ഷൻ ശേഷം നിങ്ങളുടെ സംശയങ്ങൾക്ക് നേരിട്ട് ISROയിലെ ഒരു സയൻറ്റിസ്റ്റിനോട് സംസാരിക്കാനുള്ള അവസരമാണ്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് വായിക്കുകയാണ്. കൊളങ്ങര ജയറാം, എ ഗ്രാജുവേറ്റ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ and MBA in International Business, and he is an expert in satellite communication system engineering specialist with diverse experience spanning 40 years. Served the Indian Space Research Organization with distinction from 1982 to 2018, having joined as scientist engineer and demitting office as a scientist G by Deputy Director of Special Project, ISRO Headquarters. Instrumental in conceptualizing, realizing and operationalizing many critical SATCOM grounds, space system, networks and associated infrastructure operational with Indian National Satellite System, INSAT, Indian Remote Sensing Constellation, IRS, and is the recipient of ISRO Team Excellence Award for innovative SATCOM broadband data transport system design. And he represented ISRO in various scientific forums, national and international seminars and conferences, and he is currently advisor to Bharat Electronics Limited, BEL എന്ന പേരിൽ നിങ്ങൾ കേട്ട് കാണും. DRDOയ്ക്കൊക്കെ വേണ്ടിയിട്ട് നിരവധി ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്, അതിൻ്റെ അഡ്വൈസറാണ്. And he is passionately involved in spreading science and technology awareness among the children. ഇതിൻ്റെ ഭാഗമായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു UL സ്പേസ് ക്ലബ്ബ്, ഇന്ത്യയിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സ്പേസ് ക്ലബ്ബ് കോഴിക്കോട്ടാണുള്ളത്. ആ UL സ്പേസ് ക്ലബിൻ്റെ മെൻറ്ററാണ് സാറ്. കഴിഞ്ഞ 6 വർഷമായിട്ട് നിരവധി കുട്ടികൾക്ക് സ്പേസ് ക്യാമ്പുകളും സയൻറ്റിസ്റ്റ് ഇൻട്രാക്ഷനും ഒക്കെ ഒരുക്കി കൊടുത്തുകൊണ്ട് നിങ്ങളിലുള്ള പ്രതിഭകളെ കൈപിടിച്ചുയർത്തി
അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിൽ വളരെ സന്തോഷം കണ്ടെത്തുന്നു. അത്തരത്തിൽ രാജ്യസേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ISROയുടെ ഭാഗമായി 40 വർഷം സേവനമനുഷ്ഠിച്ച ജയറാം സാറിനെ വളരെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. വെൽക്കം സർ. Very good morning. Thank you, Shajil, for the nice introduction. It's a great pleasure interacting with the student community. So I came back to Calicut and settled down in Calicut after my tenure with ISRO, a long tenure rather, 40 years or so, in the year 2018. And I was very contented and I was keeping quiet. Then my senior colleague and mentor, Mr. E.K. Kutti, he happened to be here in Calicut, and he was organizing the Uralangal Vadbrand Educational Trust sponsored Uralangal Space Club. So he said that, why don't you also associate, and I am here. Now, we are at the peak of celebrations, having conquered the moon. Actually, India is one among the first 6 spacefaring nations, and proudly so, because in the space endeavor that started about 70 years back, we were nowhere when we started. It was the time of the Cold War, ശീത സമരം. അന്നത്തെ USSRും യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും തമ്മിലുള്ള 2ാം ലോക മഹായുദ്ധ കാലത്തിനു ശേഷമുള്ള കോൾഡ് വാർ നടന്നിരുന്ന സമയത്താണ് സ്പേസിലേക്ക് പോകണമെന്ന് അവർക്ക് തോന്നിയത്. Can you start the slide, please? സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ആൺപെൺ വ്യത്യാസമില്ലാതെ, കുട്ടികളോ വലിയവരോ ഒന്നും വ്യത്യാസമില്ലാതെ സ്പേസ് എന്നും നമ്മളുടെ ഒരു ഹരമായിരുന്നു അല്ലേ. നമ്മളെപ്പോഴും ആകാശത്തേക്ക് നോക്കുമ്പോൾ, കുട്ടികളാകുമ്പോൾ നിങ്ങൾ എത്ര പേര് ഇപ്പോൾ ആകാശത്തേക്ക് നോക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വൈകിട്ടൊക്കെ നോക്കുമ്പോൾ യു സി സോ മെനി തിങ്സ് ആക്ച്വലി. അപ്പോൾ ഓരോരുത്തരും സ്പേസിലേക്ക് നോക്കുമ്പോൾ അവരൊരു കാഴ്ചകൾ വ്യത്യസ്തങ്ങളാണ്. ചില ആൾക്കാർ നക്ഷത്രങ്ങൾ കാണുന്നു, ചില ആൾക്കാർ മൂണിനെ കാണുന്നു, ചില ആൾക്കാർ പ്രപഞ്ച രഹസ്യങ്ങളെ പറ്റി ആലോചിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ആൾവേസ് നോ സ്പേസ് ഹസ് എനാമേഡ് എവരി വൺ ഓഫ് അസ്. അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യക്കാരെ മാത്രമല്ല, ലോകമെമ്പാടുള്ള ജനങ്ങളെ നമ്മളുടെ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളും അവിടെയുള്ള ബാക്കി ഉപഗ്രഹങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ എപ്പോഴും അതിശയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ 2ാം ലോക മഹായുദ്ധ കാലത്ത്, 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം USSRും USA തമ്മിൽ നീയോ ഞാനോ എന്നുള്ള ആ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ തീരുമാനിച്ചത് 2ാം ലോക മഹായുദ്ധ കാലത്ത് പിടിയിൽ ആയ കുറേ ജർമ്മൻ റോക്കറ്റ് വിദഗ്ധരും ഒക്കെ അമേരിക്കയിലേക്ക് കൂടുമാറി ചേക്കേറിയിരുന്നു. അവരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് സ്പേസിലേക്ക് പോയിക്കൂടാ, സ്പേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് കാണിക്കാം, തമ്മിൽ പരസ്പരം മത്സരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അവർ തുടങ്ങി വെച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് സ്പേസ് എന്നുള്ളൊരു കമേഴ്ഷ്യൽ എൻറ്റൈറ്റിയിലാണ്. അതായത് നമ്മൾ ഇവിടെ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സൗകര്യങ്ങളായ ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി, പിന്നെ ഹെൽത്ത് സർവീസസ്, ബാക്കി എല്ലാവിധ സുഖസൗകര്യങ്ങൾ പോലെ തന്നെ സ്പേസ് ആൾസോ ഹാസ് ബിക്കം എ കമേഴ്ഷ്യൽ എൻറ്റൈറ്റി. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാൻ സ്പേസിന് കഴിഞ്ഞു. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമോ? സോ ഞാനിനി പറയാൻ പോകുന്നത് സ്പേസ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ടെക്നോളജിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ടല്ല ഞാനിന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത അറിയാത്ത ചില കാര്യങ്ങൾ, അതിൻ്റെ ഫണ്ടമെൻറ്റൽസിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ തിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലിടയ്ക്ക് കുറച്ച് ഹിസ്റ്ററി കൂടി പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണ് പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരാൻ എന്ന ടോപ്പിക്ക് നിങ്ങൾ കണ്ടു കാണും, സസ്റ്റൈനബിലിറ്റി ഓഫ് ഔട്ടർ സ്പേസ് ആണ്. അതായത് ബഹിരാകാശം എങ്ങനെ സുസ്ഥിരമാക്കാം. അപ്പോൾ നിങ്ങൾ
ഭൂമിയിലെ പിന്നെ കാര്യങ്ങളും ഭൂമിയിലെ നമുക്ക് കിട്ടുന്ന വസ്തുക്കളെല്ലാം മനുഷ്യൻ്റെ യാതൊരു തത്വദൂഷ്യവും ഇല്ലാത്ത ഉപയോഗം കൊണ്ട് ഇന്ന് വേറിട്ട് പോകുന്ന ഒരു രീതിയിലാണുള്ളത്. എൻ്റെ മലയാളം നിങ്ങൾ ക്ഷമിക്കണം, കാരണം എനിക്ക് മലയാളം കൂടുതൽ പറഞ്ഞ് പരിചയമില്ല. ബട്ട് ഐ തോട്ട് ഐ വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു ഇൻ മലയാളം. അപ്പോൾ വാക്കുകൾ ചിലപ്പോൾ ഞാൻ റോങ് ആയിട്ടായിരിക്കും പറയുക, അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. അപ്പം ഇവിടെ ഭൂമിയിലുള്ള എല്ലാവിധ വസ്തുക്കളും മനുഷ്യൻ യാതൊരു തത്വദീക്ഷയുമില്ലാതെ അവനവൻ്റെ ഉപഭോഗത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം തീരുന്ന് പഠിച്ചാണ് ഇപ്പോൾ മാർസിലേക്ക് പോകണം, ചന്ദ്രനിലേക്ക് പോകണം എന്ന് പറഞ്ഞ് നമ്മൾ പുറപ്പെട്ടു പോകുന്നുള്ളൂ. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പേഴ്സണലായി ചോദിക്കുകയാണെങ്കിൽ ഇവിടേക്ക് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എത്രയും മനോഹരമായ ഭൂമിയിൽ തന്നെ ജീവിച്ച് തീർന്നാൽ മതി നമ്മളുടെ ജീവിതം. പക്ഷേ മനുഷ്യൻ എപ്പോഴും അറിഞ്ഞതിൽ നിന്നും അറിയാത്തതിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്പേസിലേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. മാർസിലേക്ക് പോകാം, മൂണിലേക്ക് പോകാം, എല്ലാം പോകാം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്പ്ലോറേഷനിൽ നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്തു. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 70 വർഷം മുമ്പ്, ഏതാണ്ട് 70 വർഷം മുമ്പാണ് ഈ പ്രയാണം ആരംഭിച്ചത്. അന്ന് USSRും USA തമ്മിലാണ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് മനുഷ്യൻ നിർമ്മിതമായിട്ടൊരു ഉപഗ്രഹം സ്പുട്നിക് ബഹിരാകാശത്തേക്ക് അയച്ചത് സോവിയറ്റ് റഷ്യക്കാരാണ്. അമേരിക്കക്കാരുമായിട്ടുള്ള കോമ്പറ്റീഷനിൽ ആദ്യകാലങ്ങളിൽ അവരാണ് മുന്നിട്ട് നിന്നത്. അപ്പോൾ അവർ 4 ഒക്ടോബർ 1957 അന്നാണ് മനുഷ്യനിർമ്മിതമായ ആദ്യ ഉപഗ്രഹം സ്പേസിലേക്ക് വിക്ഷേപിക്കപ്പെട്ടത്. ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൈം ബോഡിയുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ബോഡിയാണ് ഉപഗ്രഹം. ഒരു ഗ്രഹത്തിൻ്റെ ഒരു സൈഡ് കിക്ക്, ഒരു ലീഡറും അതിൻ്റെ ഒരു ചുറ്റും കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കില്ല നമ്മുടെ നാട്ടിൽ. അതുമാതിരി തന്നെയാണ് സാറ്റലൈറ്റെല്ലാം എർത്തിനെ ചുറ്റി കിടക്കുന്ന കുറേ ചെറിയ ചെറിയ ഒബ്ജക്ട്സാണ് ഉപഗ്രഹങ്ങൾ. അത് കൂടാതെ തന്നെ അപ്പോൾ സോവിയറ്റുകാർ ഇങ്ങനെ യാത്ര തുടങ്ങിയപ്പോൾ അമേരിക്കക്കാരും വെറുതെ ഇരുന്നില്ല, അവർക്കും കോമ്പറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അവർ റോബോട്ടിക് മിഷൻസ് ആരംഭിച്ചു. അവർ ചന്ദ്രനിൽ പോയിട്ട് അവസാനം 1960 സോവിയറ്റ് യൂണിയനോട് കോമ്പറ്റ് ചെയ്ത് US ആണ് അൾട്ടിമേറ്റ്ലി ദേ വൺ ദ റേസ്. അപ്പോൾ എന്താ സംഭവിച്ചത്? 1969 ദേ ലാൻഡഡ് ഓൺ ദ മൂൺ, അല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു? യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അല്ലേ? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്തിനാണ്? നമ്മളെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോയി ഈ ഭൂമിയിലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് എല്ലാ മനുഷ്യരാശിക്ക് മുഴുവൻ ഉപയോഗത്തക്ക രീതിയിൽ അത് നമ്മൾ വിനിയോഗിക്കണം എന്നുള്ള ഒരു ഒരു ഇൻ്റർനാഷണൽ ഒബ്ലിഗേഷൻ ഉണ്ട്. അപ്പോൾ അതിനെ സംയോജിപ്പിക്കുന്ന ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് നേഷൻസ്. നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഇത് നോക്കി കാണുന്നുണ്ട്, അമേരിക്കക്കാരും റഷ്യക്കാരും തമ്മിലുള്ള ഈ പരസ്പര സ്പർദ്ധ. അപ്പോൾ അവരെന്ത് തീരുമാനിച്ചു? ഈ അമേരിക്കക്കാർക്കോ റഷ്യക്കാർക്കോ ഇനി എല്ലാ ഭാവിയിൽ വരാൻ പോകുന്ന 2, 3, 4, 5 ആൾക്കാർക്കോ ഉപകാരപ്പെടാൻ മാത്രമുള്ളതല്ല സ്പേസ്. സ്പേസ് ഈസ് എ ഗ്ലോബൽ കോമൺസ്. അത് മനുഷ്യരാശിക്ക് മുഴുവൻ ഉപയോഗപ്രദമായിട്ടുള്ളൊരു വസ്തുവാക്കി സ്പേസിനെ നമ്മൾ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് 10 ഒക്ടോബർ 1967 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഒരു പ്രമേയം പാസാക്കി. അതാണ് 10 ഒക്ടോബറിൻ്റെ ദ ട്രീറ്റി ഫോർ ദ പീസ്ഫുൾ യൂസ് ഓഫ് ഔട്ടർ സ്പേസ് എന്നുള്ള ട്രീറ്റി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 2 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. 4 ഒക്ടോബർ 1957 വെൻ ദ ഫസ്റ്റ് മാൻ മെയ്ഡ് ഒബ്ജക്റ്റ് ഓർ ദ സാറ്റലൈറ്റ് വാസ് ലോഞ്ച് ഇൻ ടു സ്പേസ്. അതായത് മനുഷ്യൻ ഭൂമിയുടെ കാന്തിക വലയവും മറ്റ് ആകർഷണ വലയവും ഒക്കെ ഭേദിച്ച് സ്പേസിൽ പോയി ഭൂമിക്ക് ചുറ്റും ഒരു
ഓബ്ജക്റ്റിനെ ലോഞ്ച് ചെയ്ത് അത് അതിൻ്റെ ഭ്രമണപഥത്തിൽ ഭൂമിക്ക് ചുറ്റും ഒരു ഉപഗ്രഹമായി കറങ്ങാൻ തുടങ്ങിയ ദിവസമാണ് 4th October 1957, the first instance of man venturing out into space. Subsequently, 10th of October 1967, United Nations passes a resolution saying that space belongs to nobody, any particular country, it belongs to the human race. That is called global commons, space, outer space. അപ്പോൾ എന്താണ് സ്പേസ്, ഔട്ടർ സ്പേസ് എന്നുള്ള ഐ വിൽ കം ടു ദാറ്റ് ലേറ്റർ. സോ ഔട്ടർ സ്പേസ് ബിലോങ് ടു ദ എവറിബഡി, ഇറ്റ്സ് എ ഗ്ലോബൽ കോമൺസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ്, ഐ ഡോണ്ട് നോ വെദർ എവറി ഇയർ വി ആർ സെലിബ്രേറ്റിംഗ് സ്പേസ് വീക്ക്. ആർക്കെങ്കിലും അറിയോ സ്പേസ് വീക്ക് സെലിബ്രേഷൻ നടത്താറുണ്ട്? സ്പേസ് ക്ലബ്ബുകൾ എല്ലായിടത്തും എല്ലാ സ്കൂളുകളിലും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഒരുപക്ഷെ സ്പേസ് ഡൊമൈനിൽ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ സെലിബ്രേഷനാണത്. Almost 3,000, 4,000 celebrations, the organizations celebrate World Space Week every year. The World Space Week is celebrated between 4th of October 4th of October and 10th of October. Basically that 2 days signifies the most important points in the space exploration. 4th of October 1957 and 10th of October 1967. Now, we are coming to the next. The most important and the greatest technical feat of the 20th century is landing on the lunar surface, right? Appo Americans did the first honors. They could land on the moon using the Apollo 11 mission. And who are the people who landed on the moon? Yeah. So what did he say when he landed on the moon? That's a small step for man, one giant leap for mankind. It happened on the 20th of July 1969. അതിനുശേഷം അന്ന് രണ്ടുപേർ അവിടെ നടന്നു. ദ മിഷൻ കെയിം ബാക്ക്. സോ സബ്സിക്വൻ്റ്ലി അമേരിക്കൻസ് കണ്ടിന്യൂ ടു സെൻഡ് ഹ്യൂമൻ ബീങ്സ് ടു സ്പേസ്. അപ്പോളോ മിഷൻ 17 വരെ അവിടെ പോയി. സോ ദ ലാസ്റ്റ് ടൈം മാൻ വിസിറ്റഡ് വാസ് സംവർ ഇൻ 1972. ബാക്കി രാഷ്ട്രങ്ങൾക്കൊന്നും ഓരോരോ കാരണങ്ങൾ കൊണ്ട്, എസ്പെഷ്യലി USSRൻ്റെ എല്ലാ ചന്ദ്രനിലെ ആളെ കാലിൽ കുത്തിക്കാനുള്ള അവരുടെ പരിശ്രമങ്ങൾ മുഴുവൻ വിഫലമായി പോയി. അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. So they also retracted from that. അത് കഴിഞ്ഞിട്ട് what people did was they sent robots to the moon. Lunar missions സ്റ്റാർട്ട് ചെയ്തു അവർ. ഇപ്പോൾ റീസെൻ്റ്ലി Luna 25 പോയില്ലേ, Luna 24 വരെയുള്ള മിഷൻസ് they sent. They went to the moon, landed there, soft landed, 4 or 5 countries landed, collected samples, brought it back, did the analysis in the ground. ഇതെന്തിനാ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പോകാൻ പറ്റുമോ, അവിടെ നമുക്ക് മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ, ഇനി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻസ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോബോട്ടിക് മിഷൻസ് നടത്തിയത്. സോ ദാറ്റ് ഈസ് ദ ഹിസ്റ്ററി. ആക്ച്വലി ദിസ് ഈസ് ദ റിയൽ പോയിന്റ് വേർ ദ ടെക്നോളജി ലീപ്പ് ടുവേർഡ്സ് ദ സ്പേസ് ടെക്നോളജി ഡെവലപ്മെൻറ്റ്, സ്പേസ് എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ടഡ്. ഈ ചന്ദ്രനിലെ ഫസ്റ്റ് മിഷൻ അപ്പോളോ 11 മിഷൻ 1969 നടന്നതിൽ മനുഷ്യൻ 3,84,000 കിലോമീറ്റർ ആവറേജ് ഡിസ്റ്റൻസ് നമ്മുടെ പരിചിതമായ എല്ലാ പരിസരങ്ങളിൽ നിന്നും വിട്ട് പോയി ഒരു എന്താ പറയുക ഒരു സ്പേസ് മോഡ്യൂളിൽ പോയി മനുഷ്യന് ഒരു പരിചയമില്ലാത്ത അതുവരെയുള്ളത് നമ്മൾ ഒബ്സർവേറ്ററി അല്ലെങ്കിൽ പിന്നെ ഈ പിന്നെ റോബോട്ടിക് മിഷന് കൊണ്ടുവന്ന സാമ്പിൾസ് ഉപയോഗിച്ചിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് അടുത്തുകൂടി പറന്ന് നടന്ന് കണ്ടുപിടിച്ചത് മാത്രമേ ഉള്ളൂ. അവിടെ ലാൻഡ് ചെയ്തിട്ടില്ല മനുഷ്യനാരും. അങ്ങോട്ട് പോകാൻ കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ, അതാണ് ശരിക്കും ടെക്നോളജി ലീപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. മനുഷ്യനെ അവിടെ കൊണ്ട്, ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സംഭവം എന്താ? മനുഷ്യജീവനല്ലേ. മനുഷ്യന്മാരെ അവിടെ കൊണ്ടുപോകണമെങ്കിൽ ഹ്യൂമൻ റേറ്റഡ് വെഹിക്കിൾസ് വേണം. അതായത് മനുഷ്യന് ജീവൻ നിലനിർത്താൻ പറ്റണം, അവൻ്റെ ആവാസ വ്യവസ്ഥ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്യണം. ഒരു 100 കിലോമീറ്റർ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫ്രീ സ്പേസ് ആണ്. അവിടെ നമ്മുടെ വായു ഇല്ല, അറ്റ്മോസ്ഫിയർ ഇല്ല, നമ്മുടെ ബ്രീത്തിങ് ബിക്കംസ് ഇമ്പോസിബിൾ. അവിടെ പിന്നെ ദർ ഈസ് നോ ഇനർഷ്യ. ശരിയായ പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡി വിൽ ബസ്റ്റ്, നമ്മളെ ബലൂൺമാർ നമ്മൾ പൊട്ടിത്തെറിച്ച് പോകും. കാരണം നമ്മുടെ അകത്തുനിന്ന് ഇപ്പം നമ്മളൊക്കെ ഈ സ്വരൂപത്തിൽ നിൽക്കുന്നത് ഇവിടെ പിന്നെ വായുവും അറ്റ്മോസ്ഫിയറും കാന്തിക അല്ലെങ്കിൽ നമ്മുടെ ആകർഷണം ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ബിയോണ്ട് ദാറ്റ് ഇഫ് യു ഗോ ഇൻ ടു സ്പേസ് ദ ഗ്രാവിറ്റേഷണൽ പുൾ ഈസ് സ്റ്റിൽ ദർ ബട്ട് ദർ ഇസ് നോ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനത്തെ ഇതെല്ലാം മറികടന്ന് ചന്ദ്രനിൽ പോയി ലാൻഡ് ചെയ്യുക, അവിടെ നടക്കുക, അത് കഴിഞ്ഞ് അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് തിരിച്ച് വീണ്ടും റീലാൻഡ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 1969 നടന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഇസ് നൗ വി ആർ ട്രൈങ് ടു ഡു നൗ. സോ നമ്മളെ ഇന്ത്യയും ഇപ്പോൾ ഏതായാലും നമ്മൾ ചന്ദ്രയാൻ 3
ഇപ്പോൾ ഈയിടെ നമ്മൾ ചെയ്ത ആ സ്ഥിതിക്ക് ഐ എം ജസ്റ്റ് ട്രൈങ് സം ഫോക്കസ് ടു bring some focus on to that also. This is the Chandrayaan 3 propulsion module. You can see that the top one is the propulsion module and bottom side is, the bottom side is the propulsion module and top side is the Vikram rover. Inside is the Pragyan module. So we landed there. So this is the, sorry, ഇത് പ്രഗ്യാൻ റോവർ ചന്ദ്രയാൻ വിക്രമെന്ന് പുറത്തിറങ്ങി നടന്നു പോയിട്ട് എടുത്ത ആക്ച്വൽ ചന്ദ്രയാൻ്റെ ഒരു പിക്ചർ. അത് ISROയുടെ സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണത്. സോ ദിസ് ഈസ് ടു ഷോ ദാറ്റ് ആക്ച്വലി വി ഹാവ് ലാൻഡഡ് ദർ ഓൺലി. ദർ ആർ സ്റ്റിൽ പീപ്പിൾ ഹു ആർ ഡൗട്ടിങ് ദാറ്റ് വി ആർ നോട്ട് ഗോൺ ദർ, വി ആർ നോട്ട് ലാൻഡഡ് ദർ. ദിസ് ഈസ് ദ റിയൽ ലുക്ക് ഓഫ് ദ ചന്ദ്രയാൻ വിക്രം ലാൻഡർ. അപ്പം നമ്മൾ അന്ന് 23rd August നമ്മൾ കണ്ട കാര്യങ്ങളുണ്ടല്ലോ ആക്ച്വൽ ലാൻഡിങ്ങിൽ, മോസ്റ്റ് ഓഫ് യുവർ അത് ആക്ച്വലി സിമുലേറ്റഡ് ഇമേജ് ആയിരുന്നു. ദാറ്റ് വാസ് നോട്ട് ദ റിയൽ ചന്ദ്രയാൻ റോവർ. വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ഇവിടെ നിന്ന് ഇതിൻ്റെ പൊസിഷൻ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ത്രൂ എ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഇറ്റ് ഇസ് കണ്ടിന്യൂസ്ലി കമ്മിങ് ബാക്ക് ടു എർത്ത്. ഈ ട്രാക്കിൽ നമ്മൾ 32 മീറ്റർ ആൻറ്റന ഉണ്ട്. അതുമാതിരി തന്നെ ലോകമെമ്പാടുമുള്ള നമുക്ക് എപ്പോഴും ചന്ദ്രയാനെ ആ ഫേസിൽ കാണാൻ പറ്റില്ല. കാരണം ചില സമയത്ത് ഈ ചന്ദ്രയാൻ ദ മൂൺ ഫേസ് ഈസ് അവേ ഫ്രം എർത്ത്. അപ്പോൾ ISRO കനോട്ട് സീ ദാറ്റ് ഫ്രം ബാംഗ്ലൂർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഫേസിൽ we had international collaboration. Space itself is a collaborative business. So ആ സമയത്ത് നമ്മൾ മറ്റ് രാഷ്ട്രങ്ങളുമായി പങ്കുചേരുന്നുണ്ട്. അമേരിക്ക, സ്പെയിൻ, UK, ഓസ്ട്രേലിയ മുതലായ രാഷ്ട്രങ്ങൾ ഇവിടെ ചേർന്നുകൊണ്ട് അവരുടെ രാഷ്ട്രങ്ങളിലുള്ള ആൻറ്റിന സിസ്റ്റംസ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റാത്ത സമയങ്ങൾ അവർക്ക് കാണാൻ പറ്റും അല്ലേ. ആ ഡാറ്റ നമ്മൾ സാറ്റലൈറ്റ് വഴി കൊണ്ടുവന്ന് പിന്നെ ബാംഗ്ലൂരിലെ സിസ്റ്റത്തിൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, ഇപ്പം നമ്മൾ അന്ന് ലാൻഡ് ചെയ്തു. നിങ്ങൾ ആരെങ്കിലും ഒബ്സർവ് ചെയ്തൊന്നും അറിഞ്ഞില്ല. ഒരു പ്രാവശ്യം കൂടി ദ ലാൻഡർ ഹസ് ടേക്കൺ ഓഫ് ഫ്രം ദ ലൂണാർ സർഫേസ് ആൻഡ് ലാൻഡഡ് ബാക്ക്. അത് ആർക്കെങ്കിലും അറിയോ? September 2 വി ഡിഡ് വൺ മോർ മിഷൻ. അതായത് ലാൻഡിങ് മാത്രമല്ല, അതിൽ കുറച്ച് ഫ്യൂവൽ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ വി ഡിഡ് വൺ മോർ എക്സ്പെരിമെൻറ്റ് വെദർ ദിസ് പർട്ടിക്കുലർ ലാൻഡർ ക്യാൻ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡ് ബാക്ക്. ആ എക്സ്പെരിമെൻറ്റ് കൂടി ISRO ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. September 21, 20, 43 is the timeline. And you can see that there is something called UTC. Anybody, ആർക്കെങ്കിലും അറിയാമോ UTC എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്? UTC is Universal Time Coordinated. യൂണിവേഴ്സൽ ടൈം കോർഡിനേറ്റഡ് എന്നാണ് പറയുക. അതായത് ഈ സയൻറ്റിഫിക് എൻഡവേഴ്സിലും സ്പേസ് മിഷൻസിലും ഒക്കെ നമ്മൾ ഗ്ലോബൽ കൊളാബറേഷനിൽ പോകുന്നത് കൊണ്ട് ടൈം ഹാസ് ടു ബി നോർമലൈസ്ഡ് ഓൺ എ ഗ്ലോബൽ സ്കെയിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ടൈം ഹാസ് ടു ബി സിങ്ക്രണൈസ്ഡ്. അപ്പോൾ ജനറൽ ടൈം ഈസ് ദ GMT, Greenwich Mean Time, which is 5.5 hours behind in the IST. അപ്പോൾ നമ്മളെ എല്ലാ മിഷനിലും ഇപ്പോൾ നോക്കാൻ കൗണ്ട് ഡൗൺ ചാർട്ട് നിങ്ങൾ നോക്കുമ്പോൾ സ്ക്രീനിൽ പോകുമ്പോൾ യു വിൽ സീ ദാറ്റ് ടൈം ഓൺലി. നമ്മൾ IST കാണില്ല, അത് കൺവേർട്ട് ചെയ്ത് പറയണം. ഇപ്പോൾ UTCയിൽ 20, 43, 32 ഹവേഴ്സിന് പ്രീ ഹോപ്പ്, അതായത് പിന്നെ ലാൻഡർ വീണ്ടും ചന്ദ്ര ഉപരിതലത്തിൽ നിന്ന് പൊങ്ങുന്നതിന് മുമ്പെടുത്ത ഒരു പിക്ചറാണത്. അതിനുശേഷം നോക്കൂ, അത് വാട്ട് വി ഡിഡ് വാസ് അവിടുന്ന് ഉയർന്ന് പൊങ്ങിയിട്ട് 40 സെൻറ്റിമീറ്റർ നിന്ന് 40 സെൻറ്റിമീറ്റർ സൈഡിലേക്ക് പോയിട്ട് വീണ്ടും ലാൻഡ് ചെയ്തു. ഇതെന്തിനാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിലുള്ള ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് ഭാവിയിൽ നമ്മൾക്ക് ഇനി മിഷൻസ് നടത്തുകയാണെങ്കിൽ ഈ നമ്മളുടെ ഡിസൈൻ പ്രകാരം വീണ്ടും ചന്ദ്രോപരിതലത്തിൽ നിന്നും ചന്ദ്രൻ്റെ ആകർഷണ വലയം ഭേദിച്ച് പൊങ്ങി പറക്കാൻ പറ്റുമോ, പറന്ന് വീണ്ടും റീലാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എക്സ്പെരിമെൻ്റാണ് ചെയ്തത്. അതായത് ലാൻഡിങ്ങിന് ശേഷം ഷട്ട് ഡൗൺ ചെയ്ത എൻജിൻ ഭൂമിയിൽ നിന്നും വീണ്ടും കമാൻഡ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് അതിനെ പ്രജ്വലിപ്പിച്ച് അതിന് കമാൻഡ്സ് കൊടുത്ത് ആ പിന്നെ എൻജിൻസ് ഒക്കെ കൂടി ഓൺ ചെയ്ത് പൊങ്ങി വായുവിലേക്ക് ഉയർന്ന് വീണ്ടും കുറച്ച് സ്ഥലത്തേക്ക് സൈഡിലേക്ക് പോയി ഇറങ്ങി. അപ്പോൾ ഇത് നമുക്ക് എന്താ, അതായത് നമ്മുടെ ഡിസൈൻ ഈസ് പെർഫെക്റ്റ്. ഫ്യൂച്ചറിൽ നമുക്ക് അവിടെ പോയിട്ട് ഹ്യൂമൻ റേറ്റഡ് ഫ്ലൈറ്റ് വരാൻ ഒരുപാട് സമയമെടുക്കും, കാരണം ഇറ്റ് ഹാസ് ടു ബി ഡിസൈൻഡ്. കാരണം പക്ഷേ അതിനു മുമ്പ് സാമ്പിൾ കളക്ഷന് ചന്ദ്രയാൻ 4 പ്രോബബ്ലി കുഡ് ഗോ ദർ, കളക്ട് സം സാമ്പിൾസ്. ലൈക്ക് ഇപ്പോൾ നമ്മളവിടെ റോവർ പോയിട്ട് മാന്തി എടുത്ത് ഹീസ് ഡൂയിങ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഹീസ് സെൻഡിങ് ബാക്ക് ഡാറ്റ. പ്രോബബ്ലി നെക്സ്റ്റ് മിഷൻ വി വിൽ ബി ഇൻ എ പൊസിഷൻ ടു ലാൻഡ് അവർ ക്രാഫ്റ്റ് ദർ, കളക്ട് സാമ്പിൾസ്, ബ്രിങ് ഇറ്റ് ബാക്ക്. അതാണ് എക്സ്പെരിമെൻറ്റ്. സോ അതിന് മുമ്പായിട്ട് ടേക്ക് ഓഫ് ചെയ്തതിന് മുമ്പായിട്ട് എന്ത് ചെയ്തു,
റോവറിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ റാമ്പ് ഓപ്പൺ ചെയ്ത് കൊടുത്തില്ലേ, അത് കമാൻഡ് ചെയ്തിട്ട് റാമ്പ് നമ്മൾ അടച്ചു കഴിഞ്ഞിട്ട്, അപ്പോൾ അടയ്ക്കുന്നതിനും അടച്ചതിന് ശേഷമുള്ള പിക്ചേഴ്സാണ് ലെഫ്റ്റും റൈറ്റും കാണുന്നത്. അപ്പോൾ വി കുഡ് ഡു ആൾ ദീസ് കമാൻഡ്സ് ഫ്രം ground base, which is 384,000 kilometers away. We are sending communication commands to the satellite, to the lander, through the Chandrayaan 2 propulsion module actually. ഇപ്പോൾ ഇതിൽ മിഷനിൽ എന്താണെന്നുള്ള ഒരു ഗ്രേറ്റ്നെസ് ഈസ് ദാറ്റ് നമ്മൾ ചന്ദ്രയാൻ 1, 2, 3 മിഷൻസ് അയച്ചില്ലേ, ഇപ്പോൾ ചന്ദ്രയാൻ 2-ലുള്ള ഓർബിറ്റർ ഇസ് സ്റ്റിൽ ദർ ഇൻ ഓർബിറ്റ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ചന്ദ്രയാൻ 2 മുതൽ ഇപ്പോഴുള്ള സമരം വരെ ഈ ഓർബിറ്റർ കറങ്ങി തിരിഞ്ഞ് ചന്ദ്രൻ്റെ എല്ലാവിധ ഫോട്ടോഗ്രാഫ്സും നമ്മൾ എടുത്തു ഓൺ ബോർഡ് ക്യാമറ ഉപയോഗിച്ചിട്ട്. ആ ക്യാമറയിൽ നമ്മൾ ഇത്രയും കാലം കളക്ട് ചെയ്ത ഉപയോഗിച്ചിട്ടുള്ള ആ ഇമേജസ് ഉപയോഗിച്ചിട്ടാണ് ചന്ദ്രനിൽ 3 എവിടെ ലാൻഡ് ചെയ്യും, എങ്ങനെ ലാൻഡ് ചെയ്യും, എപ്പോൾ ലാൻഡ് ചെയ്യും, എങ്ങനെയൊക്കെ അത് അവോയ്ഡ് ചെയ്യണം, വേർ ആർ ദ ക്രേറ്റേഴ്സ്, വേർ ആർ ദ ഹിൽസ്. എസ്പെഷ്യലി സൗത്ത് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോമീറ്ററോളം ഹൈറ്റുള്ള മറ്റേ പർവ്വതനിരകളും അതേ അഗാധ ഗർത്തങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. അവിടെ ഒരു 4 കിലോമീറ്റർ ബൈ 2.2 കിലോമീറ്ററിലത്തെ നമ്മളൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഒരു റൺവേ മാതിരി ഒരിടം കണ്ടെത്തി അവിടെ ലാൻഡ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. സോ വി ഹാവ് ഡൺ ഇറ്റ്. നൗ ജസ്റ്റ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് വാട്ട് ഇസ്രോ ഹാസ് ഡൺ, ഓർ നമ്മളെ രാഷ്ട്രം ഭാരതം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു ചെറിയ ഗ്ലിംസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ISRO was set up 15th of August 1916. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും we started our space research and the space exploration in 1962. ഇൻകോസ്പാർ എന്നുള്ള ഒരു കമ്മിറ്റിയാണ് വിക്രം സാരാഭായും ഹോമി ജെ ബാബയുള്ള നമ്മുടെ സീനിയർ ലീഡർഷിപ്പ് ആ സമയത്താണ് അത് ഫോം ചെയ്തത്. ഇന്ത്യൻ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ചെറിയൊരു യൂണിറ്റ് ആയിരുന്നു, 2-3 പേരുള്ളത്. സോ സബ്സിക്വൻ്റ്ലി ISRO was set up on the 15th of August 1969. Then came the Space Commission Department of Space. അതായത് നമ്മളുടെ ഈ സ്പേസ് എക്സ്പ്ലോറേഷൻ അതുവരെ നടന്നത് ജസ്റ്റ് ഒരു സ്മാൾ എൻ്റർപ്രൈസ് ആയിട്ടാണ്. ഒരു ഫോർമലൈസേഷൻ ഓഫ് ദ ആസ് എ പ്രോപ്പർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാപ്പൻഡ് ഇൻ 1972 ആൻഡ് ഇന്ത്യ built the first satellite on the Aryabhatta was launched on the 19th of April 1975. That time we had a hired launch. It went on a Soviet vehicle actually. First indigenous launch is Rohini on the SLV-3 1980. These are the benchmark events that ISRO followed. Now, everybody can recognize who this is, the founder, the father figure of Indian space program, Vikram Sarabhai. So, we were very clear from the day number 1, we were not in competition with USA or USSR or any advanced, so-called advanced countries. We were always clear saying that if at all we are going to develop technology, that technology will address the day-to-day problems of the common man. സാധാരണക്കാരായ ആൾക്കാരുടെ ദൈനംദിന ജീവിതത്തിലെ എന്തൊക്കെ പ്രോബ്ലംസ് സ്പേസ് ബേസ്ഡ് ടെക്നോളജി കൊണ്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. വാട്ടർ ഷോർട്ടേജ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പെനിട്രേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പിന്നെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടിരുന്നു. അവയെ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കാം സ്പേസ് ടെക്നോളജി ഉപയോഗിക്കാം. that was our vision actually. So he said that we should be second to none in the application of advanced technologies to the real problem of man and society. So we were never in competition, but we developed technology. And today, in the current context, we are also in competition because we have come to a stage where people are coming to ISRO for launch of their satellites because we are challenging them. Conventionally, when the global standard is, if you want to take 1 kilogram of payload is whatever you want to send to space, no, for some specific applications. If somebody wants to send an object into space, suppose he has got a 1 kilogram payload. Generally, the other launch agencies are charging $25,000 per kilogram. But ISRO is providing a service $6,000 to $7,000 per kilogram. That is why people are not ready to part technology with us. Space has become a very competitive business. So, Indian space vision is, we have space applications and societal services, interplanetary exploration, Chandrayaan, Mars, orbiter missions. Then we are going to study the sun using the L1. We are preparing for the human space in the solar system, manned flight into space. We are working on the low-cost access to space. We have got the capabilities in launch vehicles, satellites. You take any activity. Our program is an integrated approach.
Satellites are built for the purpose of the mankind. Launch vehicles are built to take these satellites and take it to the appropriate orbit. And once the satellite is put into orbit, for whatever purpose it is built, it should be available to the common man for whatever purpose it was intended. So the application starts first. Probably ISRO is the only agency in the world where the ground-based systems and applications are first readied before the satellite is launched. അതായത് നമ്മൾ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത് ഓർബിറ്റിൽ എത്തി സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നമുക്ക് സർവീസ് അവൈലബിൾ ആവണം. അപ്പോൾ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തതിനു ശേഷം നമുക്ക് വി കനോട്ട് സ്റ്റാർട്ട് ഡെവലപ്മെൻറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഹിയർ. സോ ആപ്ലിക്കേഷൻസ് ആർ ഫസ്റ്റ് കൺസീവ്ഡ്. ആ ആപ്ലിക്കേഷന് സാധ്യമാവുന്ന രീതിയിലുള്ള പേലോഡ്സ് ആർ കൺസീവ്ഡ്, സാറ്റലൈറ്റ്സ് ആർ ബിൽഡ്, ലോഞ്ച് വെഹിക്കിൾസ് ആർ ബിൽഡ്, സാറ്റലൈറ്റ്സ് ആർ ലോഞ്ച്ഡ് ആൻഡ് ദെൻ മെയ്ഡ് ഓപ്പറേഷണൽ. ഇതാണ് നമ്മളുടെ ഫിലോസഫി. ഇപ്പോൾ നമ്മുടെ കാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോഞ്ച് വെഹിക്കിളിൽ കാപ്പബിലിറ്റി ഉണ്ട്. ഇൻസാറ്റ്, ജിസാറ്റ് ക്ലാസ് ഓഫ് സാറ്റലൈറ്റ്സ് വി ആർ ബിൽഡിംഗ് ആൻഡ് ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ്, അതായത് ലോ എർത്ത് ഓർബിറ്റിൽ 300, 400, 500 കിലോമീറ്റർ അപ് ടു 2000 കിലോമീറ്റേഴ്സിൽ പറന്ന് നടന്ന് ഭൂമിയെ നോക്കിക്കണ്ട് നമ്മൾ ഭൂമിയിലത്തെ ആവാസ വ്യവസ്ഥയെ പറ്റിയിട്ടും ഭൂമിയിലുള്ള അവൈലബിൾ മിനറൽസും റിസോഴ്സസിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായി പഠിക്കാനും അതിന് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷന് നമ്മളെ ടെററിസ്റ്റുകളെ കണ്ടെത്താനും നമ്മൾ ക്രോസ് ബോർഡർ ട്രാൻസ്ഗ്രഷൻസ് കണ്ടെത്താനും ഒക്കെയുള്ള സംവിധാനങ്ങളുള്ള ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് നമ്മളുടെ കയ്യിലുണ്ട്. നമ്മൾ സാറ്റലൈറ്റ്സ് ബിൽഡ് ചെയ്യുന്നു, ലോഞ്ച് ചെയ്യുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ സുസ്ഥിര ഉപഗ്രഹം, അതായത് ഭൂസ്ഥിര ഉപഗ്രഹം, സിംഗിൾ സാറ്റലൈറ്റ് അബൌട്ട് 36,000 കിലോമീറ്റേഴ്സ് ഇൻ സ്പേസ്, എ സീരീസ് ഓഫ് സാറ്റലൈറ്റ്സ് 15-20 സാറ്റലൈറ്റ്സ് വി ആർ ബിൽഡ്. അങ്ങനെ 36,000 കിലോമീറ്റർ ദൂരത്തൊരു സാറ്റലൈറ്റ് നമ്മൾ പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് 1/3 ഓഫ് ദ ഗ്ലോബൽ കവറേജ് ക്യാൻ ബി സീൻ. ഭൂമിയുടെ മൂന്നിൽ ഒരു ഭാഗം എപ്പോഴും അത് ഇല്ലുമിനേറ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് അബൌട്ട് 17 ഡിഗ്രീസ് ഇൻ സ്പേസ്. അപ്പോൾ അങ്ങനത്തെ സാറ്റലൈറ്റ്സ് നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭൂസ്ഥിര ഉപഗ്രഹത്തിലേക്ക്, പിന്നെ ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുപോകാനും നമ്മളുടെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ലോഞ്ച് വെഹിക്കിൾസ് ഉണ്ട്. PSLV മുതൽ GSLV വരെ നമ്മളെ കയ്യിലുണ്ട്. സോ ദീസ് ആർ ദ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്, 15-20 സാറ്റലൈറ്റ്സ്. ഇതെല്ലാം ഭൂമിയുടെ പിന്നെ ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ ഭൂമിയുടെ സെൻട്രലിൽ നിന്ന് ഏതാണ്ട് 42,000 കിലോമീറ്റർ ദൂരെ, ഭൂമിയുടെ സർഫേസിൽ നിന്ന് 36,000 കിലോമീറ്റർ ദൂരെ കറങ്ങി നടക്കുന്ന ഉപഗ്രഹങ്ങളാണ്. ഈ ഓരോ ഉപഗ്രഹങ്ങളും അവിടെ നടക്കുന്ന സ്പീഡ് എന്ന് പറയുക എത്രയാണെന്ന് അറിയോ ആർക്കെങ്കിലും? 3.3 കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് അവ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ 3.3 കിലോമീറ്റർ സ്പീഡിൽ അവിടെ കറങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ ഭൂമിയുമായിട്ടുള്ള, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ തിരിഞ്ഞുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ ഒരു സാറ്റലൈറ്റ് എപ്പോഴും ഒരേ സ്ഥലം തന്നെ കാണണം. എന്ത് ചെയ്യണം? നമ്മൾ രണ്ടുപേരും സൈക്കിളിൽ പോകുന്നത് ഒന്ന് ഇമാജിൻ ചെയ്യുക. വി ആർ ഗോയിങ് ഓൺ എ ഹൈവേ. ഓക്കെ, ഞാൻ ഭൂമിയാണ്, പിന്നെ സം ഓഫ് യു ഈസ് ദാറ്റ്, നമ്മൾ രണ്ടുപേരും കൂടി സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ സ്പീഡിൽ സിങ്ക് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോയിക്കൂടെ? ദ സെയിം ഫിലോസഫി ഹാപ്പൻസ് ഹിയർ ആൾസോ. Earth is rotating around its axis with some speed. The satellite is launched into space and put at 36,000 kilometers and 3.3 kilometers per second it's moving. So both are synced in time. So one satellite can always see. Earth rotates cheyumba, India rotate cheyumba, satellite also is coming in. Perpetually it is above the. ഇതാണ് എന്താ പറയുക സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ കോൺസെപ്റ്റ്. സിംഗിൾ സാറ്റലൈറ്റ് ഏബിൾ ടു കളക്ട് ദ എൻറ്റയർ സ്പേസ്. സോ നേരത്തെ പറഞ്ഞ ഓർബിറ്റുകളുടെ കാര്യങ്ങളുണ്ട്. SSP ഉണ്ട്, സിംഗിൾ സ്റ്റേറ്റ്, പിന്നെ 450 to 900 കിലോമീറ്റേഴ്സ് ഉണ്ട്. There are some satellites in the GEO 36,000 kilometers. Various classes of satellites are there. We will pass. And okay. Apart from these communication satellites, ഇപ്പോൾ GPS എന്നുള്ള സംവിധാനത്തെ പറ്റി എല്ലാവർക്കും അറിയാലോ. നമ്മളെ മൊബൈലിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെ പൊസിഷനും നമ്മളെ ടൈമും നമ്മളെ വെലോസിറ്റിയും സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു അനദർ പ്ലേസ്, യു നോ, ഇറ്റ്സ് ആൾ we are able to get through the GPS, which is a USA constellation of satellites, 10 or 12 satellites. We are always being tracked. Your mobile is having that application on board by which it's getting GPS. But ഈ GPS-ൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GPS is controlled by USA. അപ്പോൾ GPS അവർ വിചാരിക്കുകയാണെങ്കിൽ reference point can be changed. It can send a command to the GPS and say that you offset your start point of time. അപ്പോൾ അവരുടെ വരുന്ന സിഗ്നൽ ഓഫ്സെറ്റ് ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സിഗ്നലും അവരുടെ ആക്ച്വൽ ടൈം ലൈനും കൂട്ടിയുള്ള ഒരു വ്യത്യാസം വരും, ഇല്ലേ? റെഫറൻസ് മാറിപ്പോയി. അപ്പോൾ ഈ ഗൾഫ് വാർ സമയത്തല്ല US did that. ഇറാഖീസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടും അവരങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മളും we got ourselves troubled. അപ്പോൾ നമ്മളെന്താ ചെയ്തത്? We built our own system. So Gagan we started
ആൻഡ് IRNSS, വിച്ച് ഈസ് ദ നാവിക് സിസ്റ്റം, നാവിഗേഷൻ ബൈ ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 7 സാറ്റലൈറ്റ് ബിൽഡ് ചെയ്ത് ലോകത്തിലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടൈമിംഗ് മെക്കാനിസം. ഇപ്പോൾ പുതുതായി വരുന്ന മൊബൈൽസിലൊക്കെ നൗ യു ക്യാൻ ഹാവ് ദ ഓപ്ഷൻ ഓഫ് ഹാവിങ് GPS ആസ് വെൽ ആസ് IRNSS ഓർ ദ നാവിക് കണക്ടിവിറ്റി. അപ്പോൾ ഈ സിസ്റ്റം ബിലോങ്സ് ടു അസ്. ഇന്ത്യയുടെ സെൻറ്റർ പോയിന്റിൽ നിന്നും 1500 കിലോമീറ്റർ നമ്മൾ ഏത് ഡയറക്ഷനിൽ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാലും ആ ഏരിയയിൽ മുഴുവൻ ഈ നാവിക്കിൻ്റെ IRNSSൻ്റെ കവറേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് GPS വേണ്ട, നമുക്ക് IRNSS ഉപയോഗിച്ച് ചെയ്യാം. ഈ IRNSSനുള്ള പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രിസിഷൻ സർവീസസ് ഉണ്ട്. അതായത് ഒരു പൊസിഷൻ വിത്തിൻ 3 സെൻറ്റിമീറ്റർ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിൽ. അപ്പോൾ അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ആ ഉപയോഗം സാധാരണക്കാർക്ക് നമുക്ക് കിട്ടാറില്ല. അത് ഇതിൽ വെച്ചിട്ടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആം ഫോഴ്സസിൻ്റെ ആപ്ലിക്കേഷൻസിന് ഇപ്പോൾ യു വാണ്ട് ടു പ്രിസൈസ്ലി ബോംബ് സം പ്ലേസ് വിത്ത് അക്യുറസി. അപ്പോൾ ഈ ഗഗൻ വെച്ച് നമുക്ക് യു ക്യാൻ ബോംബോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആമിനേഷൻ തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഒരു ഓൺ ബോർഡ് ചിപ്പ് ഉണ്ടായിരിക്കും. ആ ചിപ്പ് വിൽ ബി പ്രോഗ്രാംഡ് such a way that it will track this IRNSS signal and the ammunition can be delivered to the exact point with the 2-3 centimeters of accuracy. അപ്പോൾ ഇതിന് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ how ISRO has tried to develop technology for the benefit of the nation at large. അതാണ് പോയിന്റ്. ഇനിയിപ്പോൾ ചോദ്യം, എന്തിനാണ് നമ്മൾ സ്പേസിലോട്ട് പോകുന്നത്? ഇത്രയും നേരം സ്പേസിനെ പറ്റി പറഞ്ഞു, എന്തൊക്കെ ചെയ്തു? വൈ ഗോ ടു സ്പേസ്? എന്താണ് നമ്മൾ സ്പേസിലേക്ക് പോകാനുള്ള കാര്യം? നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ പോരെ? സിമ്പിൾ ഇതാണ് കാര്യമാണ്. കാരണം നമ്മൾ മനുഷ്യന് കാണാവുന്ന ഒരു പരിമിതി ഇല്ലേ? ഇപ്പം ഞാൻ നിങ്ങളെ കാണുകയാണെങ്കിൽ എനിക്ക് ലാസ്റ്റ് അവിടെ ഇരിക്കുന്ന ആൾക്കാരൊന്നും എനിക്ക് വ്യക്തമായിട്ട് പറ്റില്ല. ഫസ്റ്റ് സ്റ്റേജിലുള്ള ആൾക്കാർ ഐ ക്യാൻ ഐഡൻറ്റിഫൈ പീപ്പിൾ ആക്ച്വലി. ബിയോണ്ട് സം പോയിന്റ് ഐ കോൺ സി. പിന്നെ കുറേ കൂടി കഴിയുമ്പോൾ കാണാൻ പറ്റില്ല. അത് നമ്മുടെ ലിമിറ്റേഷനാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യുക? കുറച്ചുകൂടി ഹൈറ്റിൽ കയറി നോക്കില്ലേ അല്ലേ? വീട്ടിൻ്റെ പുറത്ത് കയറി നോക്കും എന്താ ചുറ്റുപാട് എന്താ നടക്കുന്നത്. യു ഗോട്ട് എ ബെറ്റർ വ്യൂ, ഇസ് ഇറ്റ് നോട്ട്? അതും പറ്റിയില്ലെങ്കിൽ വാട്ട് യു ഡു? ക്ലൈംബ് എ ട്രീ ആൻഡ് ലുക്ക് ഫ്രം ദർ അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാണാൻ പറ്റും. കാഴ്ചശക്തി പരിമിതി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ടെലസ്കോപ്പ് എടുത്ത് കയറി മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറി നോക്കും. സെയിം ഫിലോസഫി അപ്ലൈസ് ഹിയർ ആൾസോ. വൈ വി ആർ ഗോയിങ് ടു സ്പേസ് ഈസ് ബിക്കോസ് അഡ്വാൻറ്റേജ് സ്പേസ്, വാൻറ്റേജ് പോയിന്റ് ഇൻ സ്പേസ് എന്നുള്ള കോൺസെപ്റ്റാണ്. അതായത് ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നമ്മളെടുത്ത് അതിനനുസരിച്ചിട്ടുള്ള മെക്കാനിസംസ് ആണ്. നമ്മുടെ കാഴ്ചശക്തിയുടെ പരിമിതികളെ ഓവർകം ചെയ്യാനുള്ള ഇലക്ട്രോണിക് മീൻസ് ഉണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് ടെലസ്കോപ്സ് ഓർ എനി അതർ മീൻസ്, സാറ്റലൈറ്റ്സ് ക്യാൻ ബി ബിൽറ്റ് ആൻഡ് പുട്ട് ദർ. ഇറ്റ് ക്യാൻ ആൾവേസ് സീ അല്ലേ? പിന്നെ ഒരു കാര്യം കൂടി ഇല്ലേ, നമുക്ക് കാണാൻ പറ്റാത്ത, യാത്ര ചെയ്ത് പോകാൻ പറ്റാത്ത സ്ഥലത്ത് പോലും സാറ്റലൈറ്റ് ക്യാൻ കം ആൻഡ് സീ, നോ റൈറ്റ്? ഇപ്പോൾ നമ്മൾ ഈ ലോ എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്സ് പറന്ന് നടക്കുന്നത് ഒരു 300, 400, 500 കിലോമീറ്ററാണ്, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു വാണ്ട് ടു സീ. ആ സാറ്റലൈറ്റ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓർബിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ദേ കണ്ടിന്യൂ ടു മൂവ് ദർ മേ ബി ഫോർ 5 years, 6 years, 10 years. പക്ഷെ ഭൂമി താഴത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം സാറ്റലൈറ്റ് വരുമ്പോൾ പ്രോബബിളി ഇപ്പോൾ സാറ്റലൈറ്റ് ഇവിടെ വന്നു, നമ്മളെവിടെ നോക്കി കാണുമ്പോൾ സാറ്റലൈറ്റ് എന്താ അതിൻ്റെ സെൻസർ ഉപയോഗിച്ച് ഇവിടെ ഫോട്ടോഗ്രാഫ് എടുത്തു. ദിസ് SOMS auditorium, some class is going on, one gentleman is trying to say something and so many people are assembled here. That can be picked up. And then it moves away. Then it sends the signal back to earth. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് they can see. Then you not come to this place. ഇപ്പോൾ ഈ നമ്മളെ ചാത്തമംഗലത്തേക്കോ REC ക്യാമ്പസിലോ വരേണ്ട ആവശ്യമില്ല. ബാംഗ്ലൂരിൽ എൻ്റെ കൺട്രോൾ സെൻറ്ററിൽ ഇരുന്ന് I can make the satellite fly over this place at 300 kilometers or 400 kilometers, focus my cameras here and take the imagery of this place. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മിനിറ്റിൽ ഒരു സാറ്റലൈറ്റ് ഈ ലോ എർത്ത് ഓർബിറ്റിൽ 400-500 കിലോമീറ്റർ നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൊട്ടേഷൻ ഇറ്റ് കംപ്ലീറ്റ്സ് 90 minutes. ആ 90 minutes എന്ത് സംഭവിച്ചു? 24 മണിക്കൂറിൽ എർത്ത് ചുറ്റില്ലേ? അപ്പോൾ ഇത് നോർത്ത് സൗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ 90 minutes കഴിഞ്ഞ് എൻ്റെ ഓർബിറ്റ്, ഐ ആം ദ സാറ്റലൈറ്റ്, ഐ ആം ആൾവേസ് ഇൻ ദ സെയിം ഓർബിറ്റ്. പക്ഷേ ബിലോ മീ എർത്ത് ഈസ് റൊട്ടേറ്റിംഗ്. അപ്പോൾ ഓരോ ഓർബിറ്റ് കഴിഞ്ഞ് അടുത്ത ഓർബിറ്റ് വന്നപ്പോഴേക്ക് 15 degrees ഓഫ്സെറ്റ് വന്നു. 360 degrees അല്ലേ, ഒരു ഗ്ലോബല്ലേ നമ്മൾ. അപ്പോൾ ഒരു മണിക്കൂറിൽ 15 കിലോമീറ്റർ അല്ല 15 degrees ഓഫ്സെറ്റായി. അപ്പോൾ ഈ സാറ്റലൈറ്റ് കാണുന്നത് എന്താ? സം ന്യൂ ഡൊമൈൻ അല്ലേ? അടുത്ത റെവല്യൂഷനിൽ ഇത് കാണുന്നത് ഒരു ന്യൂ ഡൊമൈൻ ഓഫ് 15 degree ആംഗുലാർ സെപ്പറേഷൻ. അത് ഇൻ ടേംസ് ഓഫ് കിലോമീറ്റേഴ്സ് വി ക്യാൻ ആൾവേസ് കാൽക്കുലേറ്റ്. അപ്പോൾ നെക്സ്റ്റ് തേർഡ് ഓർബിറ്റ് വന്നപ്പോഴോ അഗൈൻ ഇറ്റ് മൂവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഒരു 23 ദിവസം കൊണ്ട് ഒരു സിംഗിൾ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു റെവല്യൂഷൻ 90 മിനിറ്റ്സിൽ പോവാണ്. സപ്പോസ് വി ഹാവ് ഗോട്ട് ദ ഓൺ ബോർഡ് കപ്പാസിറ്റി, മെമ്മറി കപ്പാസിറ്റി ഉണ്ട്. കാരണം എല്ലാ പിക്ചറും എടുത്തു, അത് അവിടെ സ്റ്റോർ ചെയ്തു. ഇന്ത്യയുടെ മുകളിൽ എത്തുന്ന സമയത്ത് അത് മുഴുവൻ താഴത്തേക്ക് അയച്ചു, മെമ്മറി ക്ലിയർ ആക്കി വീണ്ടും എടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്പൈസ് സാറ്റലൈറ്റ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിലോസഫിയും ഇതിൻ്റെ ഈ തിയറിയും പൊതുവെ ആരും ഷെയർ ചെയ്യാറില്ല. അതുകൊണ്ടാണ് കുട്ടികളോട് പറയുന്നത്, കാരണം മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഒരു ടെക്നോളജിയെ പറ്റിയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് മനസ്സിലായാലേ അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ എങ്ങനെ ബാധിക്കുന്നു അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഈസ് അനദർ ടെക്നോളജി. വൈ ഗോ ടു സ്പേസ് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ പോയിൻ്റാണ്. വൺ തിങ് ഈസ് ദാറ്റ് യു ക്യാൻ സീ തിങ്സ് ബെറ്റർ ഫ്രം സ്പേസ്. സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് വി ക്യാൻ വിർച്വലി വിസിറ്റ് എനി പോയിൻ്റ് ഓൺ ദ എർത്ത് യൂസിങ് എ സിംഗിൾ സാറ്റലൈറ്റ്. If you have got multiple satellites, what will happen? ഇപ്പോൾ ഒരു സാറ്റലൈറ്റിന് പകരം ഞാൻ എവറി 15 മിനിറ്റും നമ്മളെ ഒരു സ്ഥലത്തിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിലുള്ള ഒരു സാറ്റലൈറ്റ് ബിൽഡ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? അടുത്ത 15 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ പ്രോബബ്ലി ഇറ്റ് ഈസ് 11:45 or 11:50. ആഫ്റ്റർ 15 മിനിറ്റ്സ് നിങ്ങളൊക്കെ മാറി വേറെ ബാച്ച് വന്നിരിക്കുന്നുണ്ടാവും. യു ഗെറ്റ് എ ന്യൂ ബാച്ച് ഓഫ് പീപ്പിൾ ഹിയർ ആൻഡ് യു ഗെറ്റ് എ ന്യൂ സെറ്റ് ഓഫ് പിക്ചേഴ്സ് ദർ. അപ്പോൾ ദിസ് ഈസ് കാൾഡ് ടൈം സീരീസ് അനാലിസിസ്. ടൈം സീരീസ് എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായിട്ടുള്ള അനാലിസിസ് ഓഫ് എ പർട്ടിക്കുലർ ആക്ടിവിറ്റി. ഇപ്പോൾ ഈ ഹാളിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ട്, ഇപ്പോൾ 24 മണിക്കൂർ വേണമെങ്കിൽ വാട്ട് യു നീഡ് ടു ഡു ഈസ് ബിൽഡ് മോർ സാറ്റലൈറ്റ്സ്. സാറ്റലൈറ്റ്സ് കീപ് കമ്മിങ്. 15 ഒരു സാറ്റലൈറ്റ് വന്നു, പിക്ചർ എടുത്തു പോയി. അടുത്ത സാറ്റലൈറ്റ് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇതേ സ്ഥലത്ത് തന്നെ വരണം. കാരണം ഭൂമി റൊട്ടേഷനിൽ വി കോമ്പൻസേറ്റ് ഫോർ ദ റൊട്ടേഷൻ ഓഫ് ദ ഗ്രൗണ്ട്. അപ്പോൾ സാറ്റലൈറ്റ് വന്നു, ഇതൊക്കെ ഫേസിംഗ് എന്നാ പറയാം. ഇത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതാണ് ചേഞ്ച് ഡിറ്റക്ഷൻ. ഇപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ ആം ഫോഴ്സസോ അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് ബിയോണ്ട് ദ ബോർഡേഴ്സ് പോയിക്കൊണ്ടിരുന്നു. ടെററിസ്റ്റിനൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ യൂസ് ടു ഗോ ഓൺ ഫുട്ട് പെട്രോൾ. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ദേ നെവർ കെയിം ബാക്ക് ബിക്കോസ് ദേ വിൽ ബി വാച്ചിങ് ആൻഡ് ദേ വിൽ ബി ഷോട്ട് ഡെഡ്. ഇറ്റ്സ് ഹാപ്പൻസ് ഐദർ വേ. നമ്മളെ ഫോഴ്സ് അങ്ങോട്ട് പോകുന്ന അവർ ഫോഴ്സ് ഇങ്ങോട്ട് വരും, നമ്മളവരെ പിടിക്കുന്നു, നമ്മളെ ആൾക്കാർ അവർ പിടിക്കുന്നു. നൗ ദർ ഇസ് നോ നീഡ് ടു ഗോ. നൗ യു സിറ്റ് അറ്റ് ഹോം. If I am a force commander in the forward area and if I see that some activity is happening across the border, Chinese are doing something, all I have to do is to send a message saying that you have to specify the lat launch, the particular area of your interest in terms of latitude, longitude, inform ISRO saying that some activity is happening there, I want a picture of that area for the next 24 hours. So what we do is we program our satellites. We have got maybe 1 or 2 or 5 satellites. We program it such a way that satellites pass over that area. Sometimes you can zoom in also, zoom out also. We take the pictures. ഇപ്പോൾ ഉള്ള കപ്പാസിറ്റി നമ്മളുടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള 2 ഓബ്ജക്ട്സ് അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് സെപ്പറേറ്റ് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അതായത് 30 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു ഓബ്ജക്റ്റിനെ നമുക്ക് ആ ഓബ്ജക്റ്റായിട്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത്രയും പവർഫുള്ളായ ക്യാമറ നമ്മുടെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. നേരത്തെ കാലത്തെ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. വി യൂസ് ടു ഡിപ്പെൻഡ് ഓൺ ഇസ്രായേൽ ഓർ USA. നൗ വി ഹാവ് ഡെവലപ്ഡ് ദ ടെക്നോളജി. അപ്പോൾ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് നോ മോർ സീക്രറ്റ്സ് ഇൻ ദിസ് വേൾഡ് ബിക്കോസ് ഓഫ് സ്പേസ് ടെക്നോളജി. Every point is being watched, every point is being captured, every activity is being monitored. But that's a great help to the national security. So this is what I said. So advantage space. So space is providing a vantage point. What you cannot see immediately, you can go up in space using an observation system, including telescopes or other mechanisms, electronic means. You can visit virtually every point or any point of interest on the entire globe. So, ഇപ്പോൾ നമ്മുടെ സ്പേസ് എന്താണെന്ന് ഇപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. വേർ ഡസ് സ്പേസ് സ്റ്റാർട്ട് ആൻഡ് സ്പേസ് എൻഡ്. ഇപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഡ്രോൺസിനെ പറ്റി ആൾക്കാരിവിടെ പറന്ന് നടക്കുന്നുണ്ട്. See, there is some area where aeronautics will stop and astronautics will start. അതായത് സാധാരണ എയറോപ്ലെയിൻസോ അല്ലെങ്കിൽ ഡ്രോൺസോ അങ്ങനത്തെ കൺവെൻഷണൽ മീൻസ് ഓഫ് മോണിറ്ററിങ് വിൽ സ്റ്റോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, ദ പോയിന്റ് ഓഫ് ആൾട്ടിറ്റ്യൂഡ്, ആൻഡ് ബിയോണ്ട് ദാറ്റ് വിൽ ബി ഫ്രീ സ്പേസ്. അപ്പോൾ വിൽ കം ടു ദാറ്റ്. അപ്പോൾ drones are generally flying around 150 meters. Aircraft is flying at about 10 kilometers. This is the altitude from the surface of the earth. നമ്മൾ അങ്ങോട്ടൊരു ഏണി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മെഷറിംഗ് ടേപ്പ് വെച്ച് പിന്നെ ആകാശത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഞാൻ പറയുന്നത്. So aircraft is flying at 10 kilometers. International Space Station
which is a joint laboratory of almost 6 countries. ISS ne patti kettitille? A space-based observatory platform ആണ്, where experiments are done. It's a collaborative venture. It is flying at 405 kilometers from the surface of the earth. നേരത്തെ പറഞ്ഞില്ലേ 90 minutes or 9 odd minutes you can see evening time, sometimes you look at the sky, you can see probably ISS flying by as a illuminated object. അപ്പോൾ അതവിടെ ഉണ്ട്. Low Earth orbiting satellites, remote sensing satellite, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, satellites which can visit places and take photographs. They are flying from any height from 400 kilometers to 2000 kilometers. And beyond that is geosynchronous satellites, the communication satellites which are flying at 36,000 kilometers. നിങ്ങൾക്ക് ഒരു ഫീൽ തരാൻ വേണ്ടി ഞാൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ the distinction is beyond 100 kilometers from the surface of the earth, we cannot anymore fly airplanes. Why? Because there is no air. Atmosphere and air becomes so thin that people cannot breathe and airplanes cannot sustain, because airplanes lift is based on the atmosphere and the air pressure. So you can't. So what will happen is, if you go there, you will fall back like an object. അപ്പോൾ 100 kilometers ആണ് the actual demarcation line beyond which starts free space. Below 100 kilometers from the surface of the earth is air space. ഇതാണ് definition. Then നേരത്തെ ഞാൻ പറഞ്ഞ ജിയോസിഗ്നസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞത് 1945 ആർതർ സി ക്ലർക്ക് എന്നുള്ള ഒരു സയൻസ് ഫിക്ഷൻ റൈറ്ററാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, നമ്മൾ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ച് 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ സ്പീഡുമായി സിങ്ക്രണൈസ് ചെയ്ത് ലോഞ്ച് ചെയ്യുവാണെങ്കിൽ 1/3 ഓഫ് ദ എർത്ത് കവറേജ് ക്യാൻ ബി കവേർഡ് ബൈ വൺ സിംഗിൾ സാറ്റലൈറ്റ്. ഇൻ ദാറ്റ് കേസ് 3 സാറ്റലൈറ്റ്സ് ക്യാൻ കവർ ദ എൻറ്റയർ ഗ്ലോബ്. ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സും ഒക്കെ വർക്ക് ചെയ്യുന്നത്. Now I am trying to slowly tell you what is the real outer space. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഇപ്പോൾ സ്പേസ് എവിടെ ആരംഭിക്കുന്നു എവിടെ എൻഡ് ചെയ്യുന്നുള്ളത്? എത്ര പേർക്ക് അറിയാം? എല്ലാവരും സ്പേസ് ടെക്നോളജിയെ പറ്റിയിട്ട് വളരെ വാചാലരാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 100 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ശൂന്യതയാണ് ഫ്രീ സ്പേസ്, ഫ്രീ ഫോർ ആൾ, ഗ്ലോബൽ കോമൺസ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അവകാശപ്പെട്ടത്. 100 കിലോമീറ്റർ താഴത്തുള്ളത് എയർ സ്പേസ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്തോളൂ. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് നമ്മൾ വെർട്ടിക്കലി പ്രൊജക്റ്റ് ചെയ്യുക സ്പേസിലേക്ക്. 100 കിലോമീറ്റർ മെഷർ ചെയ്യാം. 100 കിലോമീറ്റർ വരെയുള്ള നമ്മുടെ എയർ സ്പേസ് ആണ്. അവിടേക്ക് ആരെങ്കിലും കടന്നു കയറിയാൽ നമ്മൾ സഹിക്കില്ല അല്ലേ? നമ്മുടെ എയർഫോഴ്സ് വിൽ ടേക്ക് ഓഫ് ഇമ്മീഡിയറ്റ്ലി. അത് നമ്മൾ മാത്രമല്ല, ഗ്ലോബലി എനി കൺട്രി up to 100 kilometers from surface of its, within its boundary, the embedded area is called air space, and beyond that is free space. അപ്പോൾ 100 കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് പറക്കാം, ആർക്ക് വേണമെങ്കിൽ പറക്കാം. 100 കിലോമീറ്റർ നമ്മുടെ ഇന്ത്യയുടെ സർഫേസിൽ നിന്ന് പോയി പറക്കുന്നത് ഫ്രീ സ്പേസ് ആണ്. അതാണ് കോൺസെപ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, അസ്ട്രോനോട്ടിക്സും എയറോനോട്ടിക്സും തമ്മിലുള്ള ആ ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ്. ബിയോണ്ട് 100 kilometers, air is so thin that airplanes cannot fly. Only spacecrafts can fly there. ഈ 100 കിലോമീറ്റേഴ്സിലുള്ള മാർക്ക് ഇറ്റ്സ് എ ഫിക്ടീഷ്യസ് മാർക്ക്. അവിടെ ആരും പോയി വരച്ച് ഒരു കമ്പി വലി കിട്ടിയിട്ടൊന്നുമില്ല. ഇറ്റ് ഈസ് ഡെവലപ്ഡ്, എ കോൺസെപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ വൺ ജെന്റിൽമാൻ കാൾഡ് വോൺ കാർമാൻ. ഈസ് എ ഹംഗേറിയൻ ഡിസൈനർ ഹു വാസ് ഡിസൈനിങ് ഹെലികോപ്റ്റേഴ്സ് ആൻഡ് എയറോപ്ലെയിൻസ്. അപ്പോൾ പുള്ളിയുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ച് നോക്കി ഹൈറ്റിലേക്ക് പോയി മെഷർ ചെയ്ത് നോക്കിയപ്പോൾ around 100 kilometers, 62 miles rather, he found that airplanes cannot fly anymore. It start falling because it's not able to generate lift, because there is no air, becomes so thin. But finally he did lot of studies and then finally declared that 100 kilometers is the boundary between airspace and free space. And since United Nations was trying to consolidate all these requirements and to bring in the philosophy of global commons, legal sanctity also has been given to this particular demarcation. അതായത് legally, if somebody is flying below 100 kilometers, he is intruding into the airspace of some country. And if he is flying above 100 kilometers, he is in free space, he is entitled to fly there. That is why so many satellite missions are being launched and everybody flying across. So
coming back to that, we have from the Earth's surface in the troposphere and 12 to 18 kilometers, stratosphere is 11 to 50 kilometers, mesosphere is 40 to 50 to 80 to 90 kilometers, thermosphere, exosphere. ഇതെല്ലാം നമ്മളുടെ അറ്റ്മോസ്ഫിയറിൻ്റെ വേരിയസ് ലേയേഴ്സ് ആണ്. അവരുടെ പ്രോപ്പർട്ടീസ്, ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോപ്പർട്ടീസ്, ഹൗ തിക്ക് ദ gases are there and what are the mechanisms, biological mechanisms there, they are all grouped into different things. So satellites are flying beyond, probably around thermosphere and beyond exosphere. So this is that varelle, choppu vareyana is called Kármán line. ഭൂമിയിൽ നിന്നും ടോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും മെസോസ്ഫിയറും കഴിഞ്ഞിട്ടുള്ള 100 കിലോമീറ്റേഴ്സ് ഡിമാർക്കേഷൻ ലൈനാണ് കാർമൻ ലൈൻ. ആ കാർമൻ ലൈനിൻ്റെ മുകളിൽ ഫ്രീ സ്പേസ്, കാർമൻ ലൈനിൽ താഴെ എയർ സ്പേസ്. Now you people have wondered, no, satellites launch ചെയ്തു, PSLV launch ചെയ്തു, GSLV launch ചെയ്തു. ലോഞ്ചിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും വിചാരിക്കും PSLV ലോഞ്ച് കഴിഞ്ഞു അതോടുകൂടി മിഷൻ അവസാനിച്ചു. അല്ല, PSLVയുടെയും GSLVയുടെ ഒക്കെ ലൈഫ് സ്പാൻ എത്രയാണ്? ഒരു ലോഞ്ച് വെഹിക്കിളിൻ്റെ ലൈഫ് സ്പാൻ എത്രയാണ്? ഇറ്റ്സ് ഹാർഡ്ലി ഹാഫ് ആൻ അവർ അല്ലേ? അരമണിക്കൂർ ലിഫ്റ്റ് ഓഫ് ചെയ്തു, അരമണിക്കൂറിന് ശേഷം അത് കഴിഞ്ഞു. വാട്ട് ഹാപ്പൻ ടു ദ സാറ്റലൈറ്റ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സോ ദിസ് ഇസ് വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു, വേർ ദ സാറ്റലൈറ്റ്സ് ഹവ് ഗോൺ. Some satellites are, see, International Space Station is flying at 400 kilometers. It is one satellite, it was launched. Actually, International Space Station was built in space. ചെറിയ ചെറിയ മോഡ്യൂൾസ് ആയിട്ട് ഇവിടുന്ന് ലോഞ്ച് വെഹിക്കിളിൽ പോയി അവിടെ എത്തിച്ച് built in space. ISS. But there are some satellites, നമ്മുടെ IRNS satellites are flying around 8,000 kilometers, 20,000 kilometers. So you can see also bottom side different type of orbits. Some orbits, that blue ones, no, the pointer is not working. So otherwise I could have shown. Some are in the equatorial plane. They are called equatorial orbit, where the communication satellites are there. Some are in the polar orbit. The red one is the north-south pole. This is where our spy satellites and other remote sensing satellites fly. So this is just NASA'd ഒരു statistics ആണ്. How the space activities are growing over the years. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ 1957, 1955 there was no activity. From 1955 to 2025 you can see how the activities have spiraled. And in 2021 there were almost 135 to 140 space missions from various countries including India. ഉപയോഗം ആരൊക്കെയാണ് സ്പേസ് ഉപയോഗിക്കുന്നത്? സ്പേസ് സെക്ടേഴ്സിൽ സിവിൽ സെക്ടർ ഉണ്ട്, കമേഴ്ഷ്യൽ സെക്ടർ ഉണ്ട്, നാഷണൽ സെക്യൂരിറ്റി സെക്ടർ ഉണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗങ്ങൾ ആരൊക്കെയാണ് സാറ്റലൈറ്റ് ടെക്നോളജിയും അല്ലെങ്കിൽ സ്പേസ് ബേസ്ഡ് സിസ്റ്റംസ് ഉപയോഗിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കമേഴ്ഷ്യലിൽ നമ്മൾ ഗൂഡ്സ് ആൻഡ് സർവീസസ്, ഇപ്പം നമ്മളുടെ നേഷൻ്റെ അല്ലെങ്കിൽ ഗ്ലോബലി എവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും ഓരോ രാഷ്ട്രത്തിൻ്റെയും ഈ ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മേഖലയിൽ ആൾമോസ്റ്റ് 40% ഓഫ് ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ട്രാൻസാക്റ്റഡ് ഓവർ ദ സാറ്റലൈറ്റ് മീഡിയ. ഇപ്പോൾ പെട്രോൾ ബങ്കിലൊക്കെ നമ്മൾ ഡിഷ് വെച്ചിട്ടില്ലേ, അപ്പോൾ അവരുടെ ഡെയിലി ട്രാൻസാക്ഷനും അവരുടെ കളക്ഷനും അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ ഇറ്റ് ഇസ് കൺട്രോൾ ത്രൂ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ദ കണക്ടിവിറ്റി ഹാപ്പൻസ് ലൈക്ക് ദാറ്റ്. നമ്മളെ ATM മെഷീൻസ് മോസ്റ്റ്ലി ആർ വർക്കിംഗ് വിത്ത് ദ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെർമിനൽസ് ഓൺലി. ദ എൻറ്റയർ ട്രാൻസാക്ഷൻ ഹാപ്പൻസ് ദർ. കമ്മിങ് ടു നാഷണൽ സെക്യൂരിറ്റി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് ഫോർ ഡിഫൻസ് ആപ്ലിക്കേഷൻസ്, നമ്മളുടെ അക്രോസ് ദ ബോർഡർ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ വേറെ രാഷ്ട്രങ്ങളിലുള്ള ആക്ടിവിറ്റീസ് എന്തോ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഡിഫൻസിനുണ്ട്, പിന്നെ സിവിൽ സെക്ടറിൽ നോൺ ഗവൺമെൻറ്റിൻ്റെ റിസർച്ചിൻ്റെ എക്സ്പ്ലോറേഷൻ ഉണ്ട്. സോ ഇത്രയും മേഖലകളിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്പേസ് ടെക്നോളജി ഈസ് എനേബിളിങ് അസ്. മോർ നേഷൻസ് ആർ നൗ വിത്തിൻ റീച്ച് ഓഫ് സ്പേസ് ദാൻ എവർ ബിഫോർ. പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞില്ലേ, USSR അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ് കൺട്രീസ് മാത്രമേ സ്പേസ് ടെക്നോളജി അവരുടെ കയ്യിലുണ്ടായിരുന്നു. ദേ നെവർ ഗേവ് ഇറ്റ് ടു എനിബഡി എൽസ്. ആൻഡ് സ്പേസ് ടെക്നോളജി ഈസ് വെരി വെരി എക്സ്പെൻസീവ്. നമ്മളെപ്പോലത്തെ ഒരു ദരിദ്ര രാഷ്ട്രത്തിന് സോക്കാൾ അന്നത്തെ കാലത്ത് നമുക്ക് വി കനോട്ട് അഫോർഡ്. Even if ISRO was getting some budget, people were asking, why give budget to ISRO? What is the need to go to space when we don't have basic amenities on the ground, like toilets? We don't have, many people are dying of poverty and all. But still we ventured out into space, and today we are reaping the benefits. We are finding that we are one among the topmost nations in the world as far as space technology is concerned. Technology is concerned, space technology alla. We develop technology. So, but now we are seeing that more and more nations are able to come to the space technology domain because there is more and more collaboration
happening across the globe. People have realized that we cannot work in isolation. നിങ്ങളിപ്പോൾ രാവിലെ കുട്ടികളൊക്കെ ഇവിടെ പിന്നെ പ്രോജക്റ്റ് പ്രപ്പോസൽ ഉണ്ടാക്കിയില്ലേ? എല്ലാവരും everybody came as a team അല്ലേ? See, team works better അല്ലേ? നമ്മൾ ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്ത് ജനങ്ങൾ എത്ര നല്ല 4-5 പേര് ഒന്നിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത് അല്ലേ? കാരണം ഈ അവിടെ there is a synergy of people. Every individual is having its own specific capabilities. ഓരോരുത്തർക്കും സ്പെഷ്യൽ കപ്പാസിറ്റി ഉണ്ട്. ആരും nobody is big or small or intelligent or not intelligent like that. Everybody is capable. അപ്പോൾ 4-5 പേര് ചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ then it's better output. Synergy of the capabilities will happen and you have a better output. So 1 + 1 is not 2, 1 + 1 happens 4 actually. That's what they say. So more and more nations are now working together. India is helping out small countries to come out in the space domain. Similarly, Americans are also holding hands with us because now they find that Indians are competent and he's a technology partner. Earlier they were telling that we are competing with them. Now they are telling that we will help you in the small satellite launch vehicles where you can have a free access or you can have an access, means approachable, affordable access to space. So we'll help you there. When you need larger capacity launch vehicles, come back to us. But as ISRO is now developing, now our GSLV Mark III is having a capability of taking 3,000 kilogram class of satellites to about 200-300 kilometers orbit. But we are in the process of developing satellite means launch vehicles, which will have essentially have capacity up to 10,000 kilograms. That means 10,000 kilogram class of big satellites can be lifted on the GSLV future version heavy lift vehicle and taken to a orbit of 300, 400, 500 kilometers and put out into space. This is one of the new generation communication satellites. You can see the solar panels and the body part. This is the real picture of one satellite in orbit. This is the satellite which flies at 36,000 kilometers and sends out signals to the ground. So what will happen here is, there are onboard transmitters and receivers. Suppose you want to send out a signal, you wanted to send out a telephone call from this room to somebody in America, your parents are there or your relatives are there, friends are there. Suppose you want to make out a call, what you do is, you dial the telephone number of that destination. The signal goes out to the local transmitter or the PNT exchange. From there, it may go to the satellite communication ground station. From there, signal goes up to 36,000 kilometers, goes to the satellite front end. There are very sensitive receivers available there. They receive the signal, they process it, converts into a different frequency, different power, because when you have traveled all this way up to 36,000 kilometers, no signal would have become very weak. So what you do is, you receive that signal that receivers are very strong. Smallest signal also it can capture. It will regenerate, repeat it, transform it and send back. The signal goes to USA because it's able to see the wider area. So it is both are the transmitter, receiver are both in the footprint we call, the coverage zone of the satellite, which is looking at the Earth from that height. So you are able to connect. So whenever he speaks, it comes back to us in the same route. This is just this part. So space tourism is one thing that everybody is talking about these days. So space tourism is nowadays, Jeff Bezos and other the friendly leading people are now just trying to offer space tourism. But ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 100 kilometers beyond the airplanes cannot fly. So what they are doing now is, they are going to give you as a tourist the experience of going to space. They will take a special aircraft, a modified aircraft, okay, take you up to all this distance, just to peep into space beyond 100 kilometers, stay there for few seconds, then they fall back to the Earth under the influence of its gravitational pull, and as they come, they glide down. അല്ലേ, നമ്മളൊരു ഫോഴ്സിനെ ഓവർകം ചെയ്ത് അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോൾ ഫോഴ്സ് ഈസ് പുള്ളിങ് അസ് നൗ. Now with little bit propulsion you can come back. This is space tourism. So now they are proposing that people can go to space, come back, have the experience of weightlessness there for a few seconds and come back. It's a very hugely expensive affair, but this is one of the commercial activities now catching up all over the globe. Now I'm just coming how the space has transformed itself into as an industry. But our latest the industry feedback, these are all lot of commercial activities happening and lot of
studies are happening, and a lot of agencies like the various Morgan Stanley and other are doing analysis and telling. The current value of, in 2018, the entire space business component was about $360 billion US dollars. Billion is Shadakodiyan. Shadakodi US dollars, $360 കോടി ഡോളേഴ്സിനുള്ള സ്പേസ് ബേസ്ഡ് ബിസിനസ്സാണ് ഉണ്ടായിരുന്നത് 2018. And it's growing at a very, very fast rate. And as we reach 2026, it may reach about 600 billion. 600 Shadakodi dollars equivalent of space business is happening now. അത് സ്പേസ് ടെക്നോളജിയിലെ ലോഞ്ച് വെഹിക്കിൾ ഡൊമൈനിലാവാം, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഡൊമൈനിലാവാം, ലോ എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ആവാം, നാനോ സാറ്റലൈറ്റ്സ് ആവാം, സ്റ്റുഡൻറ്റ് സാറ്റലൈറ്റ്സ് ആവാം, സർവീസസ് ആവാം, ആപ്ലിക്കേഷൻസ് ആവാം, GPRS ആവാം, എനിത്തിങ് ഇറ്റ് കുഡ് ബി. ബട്ട് ഇറ്റ്സ് എ ബിസിനസ് സെക്ടർ നൗ. The point is, space is no more the free thing, nothingness. Way back 70 years back, it is no more that. It is a huge commercial revenue earner. That is what now everybody wants to go to space. Now the topic, why we should preserve space. I think you got the answers. So far I have told you how space is beneficial to our mankind, how it has slowly transformed itself into from being a free entity with no traffic there, now it has become a business entity earning revenues, and everybody wants to go to space. So it is important now that this space has to be preserved. Preserved in the spirit of the United Nations, preserved as a global commons. Why I am saying so is, now we are seeing a lot of people going to space. Elon Musk ne patti kettille, Starlinks ne patti kettille. What is he doing? He is doing the greatest cruelty to the humankind, according to me. He is telling you technology, he is showcasing technology, but he is depriving the common person or the poor countries across the globe from their access to space. He is launching on an average 60, 70, 80 satellites per month. Initially, he had the approval from the Federal Communication Corporation, FCC, of the USA, saying that I want to launch 12,000 satellites. He wanted to give internet connectivity, high throughput internet connectivity across the globe. Now, within no time, he has applied for a permit for 40,000 satellites. He is building satellites in numbers and pushing them to space. Now what is going to happen? There is going to be a huge traffic jam in space. കാരണം യാതൊരു തത്വദീക്ഷയില്ലാതെ വെറും പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ he has got some sort of some belief in himself, megalomania എന്ന് പറയാമല്ലോ, that I am the great, I am the great technologist across the globe. But actually what is he doing? He is pushing, and whatever satellites he is launching into space, 60, 70, 80 every month, at least 15 to 20% are becoming space junk. They fail in space, fail in orbit. But he has built enough capacity that even with 1 or 2 or 10 numbers failing out of the bunch of 60, he is still able to work. These satellites, earlier we have seen a big satellite flying at 36,000 kilometers. What job it is doing? 36,000 kilometers. 36,000 kilometers-ലുള്ള ആ സാറ്റലൈറ്റിൻ്റെ ഒരു ഡെഫിഷ്യൻസി നിങ്ങൾ ആരെങ്കിലും എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ സംസാരിക്കുകയാണ് അല്ലേ, റിയൽ ടൈം യു ആർ ഏബിൾ ടു ലിസൺ, ഓക്കെ. ബട്ട് ഇഫ് യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് സംതിങ് 36,000 kilometers away, it takes its own time for the signals to travel that much distance in space. There is a delay, about 270 millisecond delay, one-way delay. And coming back, there is another 270 milliseconds. So total delay that happens in this transmission to that 30,000 kilometers and back is about 600 milliseconds. Sometimes that delay is not acceptable, especially in the current context of data transmission, digital transmissions, You want instant responses. You want to give an input, you want to get an output. So 600 milliseconds is not acceptable. So what this gentleman is saying that instead of a single satellite flying at 36,000 kilometers, let us build some constellation of satellites, maybe 10, 15, 20. Let them all fly together. Let them all talk with each other. And then these 30, 40 satellites together will become a single satellite. Virtually they become a single satellite and fly. And then what happens?
36,000, where is 36,000 kilometers, where is 300 kilometers? So you have brought down the time delay by a huge number. So this is what he is trying to do. But what is happening is, you are flying at 300 kilometers, 400 kilometers, 800 kilometers, 2000 kilometers. You are creating a huge cluster there. And sometimes it becomes so difficult that you cannot further go into space. That's going to happen. That is why we love to preserve space for the benefit of the common public or the other small countries who are into this business. So this is what is the definition of sustainability, ensuring that all humanity can continue to use outer space for peaceful purposes and socio-economic benefit now and in the long term. ഇപ്പോൾ മാത്രമല്ല, ഭാവിയിലും ലോകമുള്ള എല്ലാവർക്കും അവരുടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി സുസ്ഥിരമായി സ്പേസ് അവൈലബിൾ ആവണം. അതാണ് സസ്റ്റൈനബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ്. ആൻഡ് ദ അണ്ടർലൈങ് തീം ഈസ് കറണ്ട് യൂസ് ഓഫ് സ്പേസ് ഷുഡ് നോട്ട് നെഗറ്റീവ്ലി അഫക്ട് ദ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഡിറൈവബിൾ ഫ്രം ദ ഫ്യൂച്ചർ യൂസ് ഓഫ് ദാറ്റ് സ്പേസ്. അതായത് ഇപ്പോൾ സ്പേസ് ഉപയോഗിക്കുന്ന ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ടെക്നോളജി ഷുഡ് നോട്ട് ക്രിയേറ്റ് എ പ്രോബ്ലം ഫോർ ദ ഫ്യൂച്ചർ. അതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മളുടെ ലോകത്താകമാനം ഈ ചിന്താഗതി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഐ തോട്ട് I should introduce this topic to you people, because you are the youngsters, you are the future of our nation. So you should know, actually technology is not all pervasive. Technology brings with it, no, even atom bomb, no, is a technological excellence, no, but what it bring to society. Similar way, ഒരു മാനുഷിക വാല്യൂ ഇല്ലാത്ത അല്ലെങ്കിൽ ധാർമ്മികതയില്ലാത്ത നമ്മളുടെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് വിൽ അൾട്ടിമേറ്റ്ലി ബ്രിങ് ഡൂം ടു ദിസ് അവർ എർത്ത്, മദർ എർത്ത്. അതാണ് this topic is very important these days. Astronaut Franklin, securing space is intrinsically tied to protecting future of humankind. അപ്പോൾ ഇതിലെന്താ പിന്നെ നമ്മളുടെ സ്പേസ് സ്റ്റേഷനിലുള്ള ഒരു scientist, he has gone out in space and he is moving in space and trying to capture one of the debris. അതായത് നമ്മൾ ഈ ലോഞ്ച് വെഹിക്കിൾസും സാറ്റലൈറ്റ്സും കഴിഞ്ഞ 70 വർഷക്കാലം സ്പേസിൽ പോയിട്ട് വി ഹാവ് ലെഫ്റ്റ് ബാക്ക് സോ മെനി വേസ്റ്റ് മാറ്റർ ദർ, ഐദർ ഇൻ ടേംസ് ഓഫ് ദ അൺയൂസ്ഡ് പാർട്ട് ഓഫ് ദ ലോഞ്ച് വെഹിക്കിൾസ് ഓർ ദ യൂസ്ഡ് പാർട്ട് ഓഫ് ദ ലോഞ്ച് വെഹിക്കിൾസ്, ഓർ ഈവൻ സ്മാൾ പെയിൻറ്റിൻ്റെ ഒരു ചെറിയ ഒരു സ്ക്രാച്ച് പറ്റിയ പെയിൻറ്റിൻ്റെ ഫ്ലിക്ക് ഹാസ് ഗോൺ ഇൻ ടു ഫ്രീ സ്പേസ് ബിക്കം big, and they are moving with huge speeds there. എല്ലാം 9 km/s, 3 km/s, 10 km/s, അങ്ങനെ it is flying crisscross. I will show you that. So this is actually, okay, dead satellites ഉണ്ട്, നമുക്ക് സ്പെൻഡ് റോക്കറ്റ് ബൂസ്റ്റേഴ്സിൻ്റെ പാർട്ടുണ്ട്, സ്ട്രേ ഹാർഡ്വെയർ പീസസ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 7 ദശാബ്ദകാലമായിട്ട് നമ്മൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് ദർ ആർ n നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഇൻ സ്പേസ് അതർ ദാൻ ദ ഫങ്ഷണൽ സാറ്റലൈറ്റ്സ്. അപ്പോൾ ഇതെല്ലാം കൂടിയുള്ള ഒരു ട്രാഫിക് ജാമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തമ്മിൽ ഇടിക്കാനും, ഇടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിത്തകർന്ന് വീണ്ടും ഫർദർ ട്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. This is a debris proliferation scenario. This is an artist's view of how things could be. ഇതാണ് ആക്ച്വൽ സിറ്റുവേഷൻ. നമ്മളെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു 800 കിലോമീറ്ററിനപ്പുറം ഒരു 2000 കിലോമീറ്റർ വരെയുള്ള ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഒബ്ജക്ട്സ് ഇങ്ങനെ പാറി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഉപയോഗപ്രദമായ സാറ്റലൈറ്റുകളുണ്ട്, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസിൻ്റെ ഭാഗങ്ങളുണ്ട്, സാറ്റലൈറ്റ് പിന്നെ ചില സാറ്റലൈറ്റ്സൊക്കെ പൊട്ടിത്തെറിച്ചതിൻ്റെ ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം കാരണം ഇത് ശൂന്യാകാശമാണ്, അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ലോഞ്ച് വെഹിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്പീഡുണ്ടല്ലോ, 3.3 km/s ആയിക്കോട്ടെ, 7 km/s, അതേ സ്പീഡിൽ ഒബ്ജക്ട്സ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊട്ടിത്തെറിക്കുമ്പോഴും അതേ സ്പീഡിൽ തന്നെയാണ്. ഇപ്പോൾ അവിടെ ഒരു ചെറിയൊരു സ്മോൾ സ്പെക്ക്, അല്ലെങ്കിൽ നമ്മളൊരു ഗോട്ടിയില്ലേ, നമ്മൾ കോട്ടി കളിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനം അത്രയും സ്പീഡിലാണ് പോകുന്നത്. ഒരു ബുള്ളറ്റ് മാറിയിട്ട് ഇപ്പോൾ ഫങ്ഷണൽ സാറ്റലൈറ്റൊക്കെ ആ വഴിക്ക് പറന്ന് പോകുമ്പോൾ അത് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സോളാർ പാനലിൻ്റെ ക്രാഷ് ആവും, അല്ലെങ്കിൽ അതിൻ്റെ സെൻസേഴ്സ് ക്രാഷ് ആവും, റിസീവേഴ്സ് ക്രാഷ് ആവും. ദിസ് ഈസ് ദ റിയൽ തിങ് ഹാപ്പനിങ് നൗ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ നമ്മൾ ഗ്രൗണ്ട് ബേസ്ഡ് സിസ്റ്റംസ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ആൾസോ ഈസ് ഡൂയിങ് ദാറ്റ്.
ദ ഡെബ്രി പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഒരു സ്മാൾ സാറ്റലൈറ്റിന് എനി ഓഫ് ദിസ് ഡെബ്രി ക്യാൻ ഹിറ്റ് ദാറ്റ്. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. സോ യു ക്യാൻ സീ ദ എമൗണ്ട് ഓഫ് ഡെബ്രി. ഈ അനാവശ്യ വസ്തുക്കൾ, അനാവശ്യ വസ്തു ഞാൻ പറയുമ്പോൾ ഫങ്ഷണൽ സാറ്റലൈറ്റ്സ് ആർ നോട്ട് ഡെബ്രി. ഫങ്ഷണൽ അല്ലാത്ത ജീവിത കാലാവധി കഴിഞ്ഞ സാറ്റലൈറ്റുകൾ ബിക്കംസ് ഡെബ്രി, അല്ലെങ്കിൽ സാറ്റലൈറ്റിൻ്റെ ഭാഗങ്ങൾ ഡെബ്രി ആവും. അപ്പോൾ 1957 യു ക്യാൻ സീ നത്തിങ് ഇസ് ദർ. As 1980 you can see more and more objects coming there. 2000 is the situation. 2018 you can see it is all crowded there. So this is what is happening now. This is one condition that we should avoid. Same thing only, how it was created. 1 minute. See, this is it. ഇത് നാസ എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ്. യു ക്യാൻ സീ നമ്മുടെ ഭൂമിക്ക് ചുറ്റും, ഇതിപ്പോൾ ഹ്യൂജ് സ്പേസ് ആയതുകൊണ്ടാണ് സ്കെയിലിംഗ് ഈസ് നോട്ട് കറക്റ്റ്. യു ക്യാൻ സീ ഹൗ തിങ്സ് ഹവ് ഗോൺ. ഇത് വലുതായി കാണുന്നത് ഇക്വറ്റോറിയൽ ഓർബിറ്റാണ്, ഇങ്ങനെ കാണുന്നത് നമ്മളുടെ പൊളാർ ഓർബിറ്റാണ്. യു ക്യാൻ സീ ക്ലോസർ ടു എർത്ത്, ദാറ്റ് ഈസ് അബൌട്ട് 2000 kilometers. യു ക്യാൻ സീ ഹൗ ക്രൗഡഡ് ഇറ്റ് ഈസ്. നമ്മൾ മാവൂർ റോഡിലൊക്കെ ട്രാഫിക് ജാം ആയ മാതിരി ഉണ്ടാണ്. അപ്പോൾ അങ്ങോട്ട് എങ്ങനെ പോകാൻ പറ്റുമോ? അപ്പോൾ ദിസ് ഈസ് വാട്ട് പീപ്പിൾ ഷുഡ് ബി അവെയർ ഓഫ്. ദ സ്പേസ് ഈസ് ബിക്കമിങ് more and more congested. More and more people are also trying to use as space as a platform for weaponization. മനുഷ്യരാശിക്ക് എതിരായിട്ടുള്ള വെപ്പണൈസേഷൻ ആൾസോ സ്പേസ് ഈസ് ബീങ് യൂസ്ഡ്. ഇതൊക്കെ ശരിക്കും നല്ല പ്രവണതകളല്ല. സോ വി ഷുഡ് ആൾ ബി അവെയർ ഓഫ് ദാറ്റ്. സ്റ്റുഡൻസ്, ആൾ ഓഫ് യു ഷുഡ് ബി അവെയർ. ദിസ് ഈസ് ദ പിക്ചറൈസേഷൻ ഓർ ദ ആനിമേഷൻ ഓഫ്, സി 1 millimeter കൂടുതൽ വലിപ്പമുള്ള എത്ര ഓബ്ജക്ട്സ് ഇൻ സ്പേസ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. യു ക്യാൻ സീ ദാറ്റ്. ഇതിൽ ഫങ്ഷണൽ സാറ്റലൈറ്റ്സ് ഉണ്ട്, പിന്നെ ഡെബ്രികളുണ്ട്. സോ ഇറ്റ് ഈസ് എ ക്രൗഡഡ് പ്ലേസ്. ആ ലിങ്ക് ഒന്ന് പ്രസ് ചെയ്യോ? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഒരു ആനിമേഷനാണിത്. 1 മീറ്ററിൽ കൂടുതലുള്ള പിന്നെ സാധനങ്ങൾ ഇൻ സ്പേസ് ആണിത്. യു ക്യാൻ വാച്ച് ഇറ്റ്. ഇപ്പോൾ ഇതിൽ 1 മീറ്റർ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ സാറ്റലൈറ്റ്സ്. വലിയ ചെറിയ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് ആയിരിക്കാം, വലിയ സാറ്റലൈറ്റ്സ് ആയിരിക്കാം. ദിസ് ഈസ് ദ റിയൽ പേസ് അറ്റ് വിച്ച് ദ സാറ്റലൈറ്റ്സ് ആർ മൂവിങ്. ഇത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദറ്റ് 10 centimeters ആൾസോ ഇറ്റ് വിൽ കം അപ്പ് ഇൻ സം ടൈം. ജസ്റ്റ് വെയിറ്റ്. ഇവിടെ കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ. യു ക്യാൻ സീ because these are mostly functional satellites, larger bodies, larger than 10 meters or so. See 10 centimeters. You can see it is more crowded. അല്ലേ? 10 centimeter കൂടുതൽ. നേരത്തെ നമ്മൾ 1 മീറ്ററിൻ്റെ സാധനം കണ്ടത്. ഇപ്പോൾ 10 centimeter കൂടിയപ്പോൾ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഹവ് ഇൻക്രീസ്ഡ്. We'll take 10 more minutes of presentation, and subsequently if you have some questions I will answer. 1 centimeter and above. നേരത്തെ കണ്ടതിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്, ബട്ട് മോർ എലാബറേറ്റ്. ഈ ഓരോ ഓബ്ജക്റ്റിനെയും നമ്മുടെ ഇവിടെ സ്പേസിൽ പാറി നടക്കുന്ന 5 millimeter വലിപ്പമുള്ള എല്ലാ ഓബ്ജക്റ്റിനെയും നമ്മളെ ഗ്രൗണ്ടിൽ നിന്ന് നോക്കിക്കാണാനും അവരുടെ പൊസിഷനും കണ്ടുപിടിക്കാനുള്ള സംവിധാനം നന്ന് നിലവിലുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഭാവിയിൽ ഫ്യൂച്ചറിൽ സ്പേസിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഇവിടുത്തെ ട്രാഫിക് പാറ്റേൺ നോക്കില്ലേ, ഇവിടെയാണ് ജംഗ്ഷനിൽ ബ്ലോക്കുള്ളതെന്നൊക്കെ. അതുമാതിരിയാണ് ഇപ്പോൾ നെക്സ്റ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ്. ഗോയിങ് ടു സ്പേസ് ഈസ് ഗോയിങ് ടു ബി ഫസ്റ്റ് യു വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ടൈം ടു ഗോ. അപ്പോൾ നിങ്ങൾ ഈ ലോഞ്ചിൻ്റെ സമയത്തൊക്കെ ലോഞ്ച് വിൻഡോ എന്നുള്ളൊരു കോൺസെപ്റ്റ് ശ്രദ്ധിച്ചിട്ടില്ലേ? ISR ലോഞ്ച് ഇത്ര സമയത്ത് ലോഞ്ച് ചെയ്യും. ആ ലോഞ്ച് വിൻഡോ മിസ്സായി കഴിഞ്ഞാൽ അടുത്ത ഓപ്പർച്യൂണിറ്റി കംസ് ലേറ്റ്. എന്തിനാണ് ലോഞ്ച് വിൻഡോ? ലോഞ്ച് വിൻഡോ ഈസ് ബേസിക്കലി ബിക്കോസ് നമുക്ക് അറിയാം നമ്മുടെ ലോഞ്ച് വെഹിക്കിൾ എപ്പോൾ ലിഫ്റ്റ് ഓഫ് ചെയ്യും, എങ്ങോട്ട് പോകുന്നത് അറിയാം അല്ലേ, എവിടെ പോകണം എന്ന് നമുക്കറിയാം. ആ പോകുന്ന യാത്രയിൽ ആർ വി ഗോയിങ് ടു കം അക്രോസ് എനി ഡെബ്രി, നമ്മളുടേതല്ലാത്ത ഒരു ഫോറിൻ ബോഡി നമ്മളുടെ ആ പാതയിൽ വരാൻ സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്.
അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ ബാക്കി ബോഡികളെ പറ്റി നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രാക്ക് ചെയ്ത് അത് ഇതും കൂടി മാപ്പ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ ചന്ദ്രനിൽ പോയി ലാൻഡ് ചെയ്തു അങ്ങനെ തന്നെയാണ്. അവിടെ ടെറൈൻ നമ്മളെ അതിൽ മാപ്പിലുണ്ട്. ആ ടെറൈൻ ഈസ് ബിൽറ്റ് ഇൻ ടു യുവർ ഓൺ ബോർഡ് artificial intelligence scenario, and when you are flying in real time, the camera is trying to pick up those that area where you are supposed to land and map with the whatever is available in the memory. If you are matching both, then you say, yes, this is the place I have to land, let me land. Similar way. So this is 1 mm. You can see how congested it is. ഇപ്പോൾ ജിയോസിഗ്നസ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇക്വറ്റോറിയൽ ഓർബിറ്റ് 36,000 kilometers, this is the scenario. Everywhere it is, people have occupied. India പോയി occupy ചെയ്തു, every country has occupied slots there. ആൻഡ് ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇവിടെ ഒരു വലിയ പ്രശ്നമില്ല. കാരണം ഈ ജിയോസിഗ്നസ് ഓർബിറ്റ്, ഞാൻ ആർതർ സി ക്ലാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ല, 36,000 kilometer ഒബ്ജക്റ്റ്, ദിസ് ഈസ് വെൽ റെഗുലേറ്റഡ്. ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഏജൻസി ഉണ്ട്. അവർ ഈ ടെലികമ്മ്യൂണിക്കേഷൻ ഡൊമൈനിൽ വാർത്താവിനിമയ മാധ്യമങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകളെ റെഗുലേറ്റഡ് ആണ്. അത് നമുക്ക് അങ്ങനെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത് അങ്ങോട്ട് വിടാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കൊരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് നമുക്ക് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ ഇന്ന് നമ്മൾ ITU പോയിട്ട് ഫയൽ ചെയ്യണം. ഇതാ ഞാൻ ലോഞ്ച് ചെയ്യാൻ പോവാണ്, എനിക്ക് ഇന്ന ലോഞ്ചിറ്റ്യൂഡിൽ എനിക്കൊരു പാർക്കിംഗ് സ്ലോട്ട് വേണം, ഞാൻ ഇന്ന ഫ്രീക്വൻസീസിൽ ലോഞ്ച് ചെയ്യും, ഇന്ന ഏരിയ കവർ ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നമ്മളവിടെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. ദേ പുട്ട് ഇറ്റ് ഇൻ ദ ലോക്കൽ ബുള്ളറ്റിൻ ബോർഡ്. ദാ ഇന്ത്യ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടെന്ന് പറയും, പാകിസ്ഥാൻ ക്യാൻ കം ആൻ ഒബ്ജക്ട്, ചൈന ക്യാൻ ഒബ്ജക്ട്, ജാപ്പാൻ ക്യാൻ ഒബ്ജക്ട്. അപ്പോൾ ഈ ഒബ്ജക്ഷനൊക്കെ ITU under the aegis of United Nations will try to resolve these issues, somebody is objecting. Then if it does not resolve, then ITU tells that you sit together and resolve. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36,000 kilometerക്ക് എത്തണമെങ്കിൽ 2,000 kilometer കഴിഞ്ഞ് പോകണ്ടേ? അവിടെ ട്രാഫിക് ജാമാണ്. അവിടെ എലൺ മസ്കും ഫ്രണ്ട്സും ഇങ്ങനെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് യാതൊരു ബാധ്യതയില്ല. അവർക്ക് ടെറാബൈറ്റ്സ് ഓഫ് ഡാറ്റ ഐ വിൽ പ്രൊവൈഡ് യു, ഗിവ് മീ millions of dollars back. That's the only thing. അവിടെയാണ് ഈ അധാർമികത വരുന്നത്. ദീസ് ആർ ദ നമ്പേഴ്സ്. ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ 10 സെൻറ്റിമീറ്ററിൻ്റെ ലോവർത്ത് ഓർബിറ്റിൽ 26,000 ഒബ്ജക്ട്സ് നമ്മൾ 10 സെൻറ്റിമീറ്റർ വലിപ്പമുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്, ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും സാറ്റലൈറ്റുകളല്ല കേട്ടോ, ഇതൊക്കെ സാറ്റലൈറ്റിനെ ഇടിക്കാൻ സാധ്യതയുള്ള അവശിഷ്ടങ്ങളാണ്. 1 centimeter ലോങ്ങർ ഓവർ 500,000, 1 millimeter ലോങ്ങർ over 100 million objects are there in space. ഇത് 1957 ശേഷം 2025 വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കലാണ്. ഇത് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ബേസിക്കലി ടു ടെൽ യു how congested space is going to be and how we need to work towards sustainability of space. See, James Webb telescope launch delay. എന്താ കാര്യം ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? Because it was being threatened by debris. ഇത്രയും വലിയൊരു സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്, സയൻറ്റിഫിക് ഒരു പ്രോജക്റ്റ്, ഒരു മിഷൻ നമ്മൾ പുറപ്പെടുമ്പോൾ ഈ നിസ്സാരമായിട്ടുള്ള ഒരു സ്പേസ് ഒരു വേസ്റ്റ് ഈ സ്റ്റോപ്പിംഗ് ദിസ് മിഷൻ, ഫോഴ്സിങ് സയൻറ്റിസ്റ്റ് ആൻഡ് ടെക്നോളജിസ്റ്റ് ടു ഡിലേ ദ ലോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഇമാജിൻ വാട്ട് യു കോൾ the impact of space debris in the current space technology scenario. And then there is one more important thing, that Kessler syndrome. ഇതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ ആസ്ട്രോഫിസിക്സ് അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി കൂടുതൽ പഠിക്കുമ്പോൾ യു ക്യാൻ കം അക്രോസ് ദിസ്. ഡൊണാൾഡ് ജെ കെസ്ലർ എന്ന് പറഞ്ഞ ഒരു നാസ സയൻറ്റിസ്റ്റ് ഇൻ 1978 he came out with a proposition saying that, അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് ഒരു ഓർബിറ്റിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഒരു അവശിഷ്ടം വന്ന് ഇടിച്ചിട്ട് പൊട്ടിത്തകർന്നൊരു സിനാരിയോ ആണ് ഇവിടെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഈസ് n number of thousands or maybe hundreds of fragmentation. It will all add to that. ഈ ഫ്രാഗ്മെൻറ്റ്സ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഹിറ്റ് അനദർ ഫ്രാഗ്മെൻറ്റ്. അപ്പോൾ ഒരു കാറ്റാസ്ട്രോഫിക് എഫക്റ്റ് ഉണ്ടാവും. വൺ ഒബ്ജക്റ്റ് ഹിറ്റിങ് അതർ ഒബ്ജക്റ്റ് ഇറ്റ്സ് അഗൈൻ. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് വാട്ട് ഡൊണാൾഡ് കെസ്ലർ സെഡ് വാസ്, ഇറ്റ് മേ റീച്ച് എ പോയിന്റ് വേർ the density of this population of these objects in space around 2,000-3,000 kilometers will be so huge that further you cannot venture out into space. This is a prediction that he put forth in the year 1978, and with the current rate of activities happening, uncontrolled access to space, unethical access to space is going to happen. Before long, we are going to have the Kessler syndrome happening. People will not be able to go to space. So this is where we have to be cautious.
സോ വാട്ട് ഡു വി ഡു? സോ ഇത് എന്താണ് പ്രതിവിധി എന്താണുള്ളത്? മിറ്റിഗേറ്റിംഗ് ദ ക്രിയേഷൻ ഓഫ് ന്യൂ ഡെബ്രീസ്, ആക്റ്റീവ്ലി റിമൂവിങ് എക്സിസ്റ്റിംഗ് ഡെബ്രീസ്. അതായത് പുതുതായിട്ട് ഡെബ്രീസ് ക്രിയേറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതെന്താ ചെയ്യാൻ പറ്റുക? അത് നമ്മൾ ഇനി ഫർദറായിട്ട് അയക്കുന്ന ഉപഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസിലൊക്കെ ഇങ്ങനത്തെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തുക. സോ ഡിസൈൻ സം ലെവൽ ഓഫ് സേഫ്റ്റി സോ ദാറ്റ് യു ഡോണ്ട് ക്രിയേറ്റ് എനി മോർ ഡെബ്രി ഇൻ സ്പേസ്. ദെൻ അനദർ ഓപ്ഷൻ ഈസ് മാൻമെയ്ഡ് ഒബ്ജക്ട്സ് ആയിട്ട് നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഡെബ്രി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒബ്ജക്ട്സിനെ യു ഗോ ബാക്ക് ഇൻ ടു സ്പേസ്, send some satellites or something like that, capture them and bring back. Otherwise, what you do is some of the malfunctional or dysfunctional satellites can be pushed back using their own onboard jet systems. Instead of going out in space, you ask them to come back into space, bring them to 80, 90, 100 kilometers closer to the ground, where the Earth's gravitational pull will pull it down, and once you get into the atmosphere, because of the atmospheric drag, the system will burn out. അതുകൂടാതെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ സാറ്റലൈറ്റൊക്കെ 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് പകരം യു സ്റ്റാർട്ട് ഡിസൈനിങ് ദ സിസ്റ്റം വിച്ച് വിൽ ഹാവ് ലാർജർ ലൈഫ്. 15 വർഷം 20 വർഷം. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഒക്കെ തുടക്കത്തിൽ 8 വർഷം 10 വർഷം ആയിരുന്നു. ഇപ്പോൾ 15 വർഷം സാറ്റലൈറ്റിന് ലൈഫ് ഉണ്ട്. വി ആർ മേക്കിംഗ് ഇറ്റ് ലാർജർ, വി ആർ മേക്കിംഗ് ഇറ്റ് കോമ്പാക്ട്, വി ആർ ബിൽഡിംഗ് ഇൻ സോ മെനി മെക്കാനിസംസ് ബൈ വിച്ച് ഇറ്റ് വിൽ ലിവ് ലോങ്ങർ. സോ അവിടെയുള്ള ഓർബിറ്റ് ഇപ്പോൾ നമ്മൾ യൂസ്ഫുൾ ഓർബിറ്റ് പ്രിസർവ് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ, പിന്നെ മാൽ ഫങ്ഷൻ ആയിട്ടുള്ള സാറ്റലൈറ്റ് എൻഡ് ഓഫ് ദെയർ ലൈഫ് യു പുഷ് ലിറ്റിൽ ബിറ്റ് അപ്പ് ഓർ ഡൗൺ. 36,000 കിലോമീറ്ററിന് 500 കിലോമീറ്റർ മുകളിലേക്കോ 500 കിലോമീറ്റർ താഴത്തേക്കോ മാൽ ഫങ്ഷൻ, അതായത് ഒരു സാറ്റലൈറ്റിൻ്റെ ജീവിതാവസാനം വരാൻ പോവാണ്. ജീവിതാവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ്സിന് ഇൻ ഓർബിറ്റിൽ ചെറിയ ചെറിയ ഡ്രിഫ്റ്റ്സ് ഉണ്ടാവും. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്യൂവൽ വേണം. ആ ഫ്യൂവൽ പിന്നെ തീരുമ്പോഴാണ് നമ്മളെ ലൈഫ്. അതർവൈസ് ഇറ്റ് ക്യാൻ ഗോ ഇൻ ടു ഇൻഫിനിറ്റി കണ്ടിന്യൂ, ബട്ട് ദർ ഈസ് എ ഓൺ ബോർഡ് ലൈഫ് ലിമിറ്റേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ച് യു കിക്ക് ഇറ്റ് ഔട്ട് ഓഫ് ഓർബിറ്റ് ആൻഡ് ബ്രിങ് ഇൻ എ ന്യൂ സാറ്റലൈറ്റ്. താഴത്തേക്ക് വരികയാണെങ്കിൽ ലോ എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്സിൽ യു ക്യാൻ പുഷ് ഇറ്റ് അപ്പ് ബൈ 200 കിലോമീറ്റേഴ്സ്, ഓർ വാട്ട് യു ക്യാൻ ഡു ഈസ് bring them down towards Earth, where the Earth's gravitational pull will pull it down and it will burn up in space. നമ്മുടെ ISROൻ്റെ ഒരു സാറ്റലൈറ്റ് മെഗാട്രോപിക്സ് ഈ കഴിഞ്ഞ മാർച്ച് 7 തീയതി 2023 ഇക്കൊല്ലം നമ്മൾ ബഹിരാകാശത്ത് നിന്ന് തിരിച്ച് പസഫിക്കിൽ ലാൻഡ് ചെയ്യിപ്പിച്ചു. ഇത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇറ്റ് ഈസ് നോട്ട് എ റിപ്പോർട്ടഡ് ഈവൻറ്റ്, ബട്ട് ദർ ഈസ് എ മെഗാട്രോപിക്സ് എന്നുള്ള നമ്മളും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കൂടി നമ്മളെ മേഘപാളകളെ പറ്റിയിട്ടും മറ്റേ അപ്പർ അറ്റ്മോസ്ഫിയറിനെ പറ്റി പഠിക്കാൻ വേണ്ടി നിർമ്മിച്ചൊരു ഉപഗ്രഹമാണ്. 20 വർഷക്കാലത്തോളം വർക്ക് ചെയ്തു. ഇപ്പോൾ ഇത് നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് യുണൈറ്റഡ് നേഷൻസിനോട് നമ്മുടെ ബാധ്യത തെളിയിക്കാൻ വേണ്ടിയിട്ട് വി ഡിഡ് ദാറ്റ് റീമാനോവറിങ്. സാറ്റലൈറ്റിനെ 350 കിലോമീറ്ററിൽ നിന്ന് താഴത്തിറക്കി 80 കിലോമീറ്ററിൽ കൊണ്ടുവന്ന് സീരീസ് ഓഫ് maneuvers we did. We could do that because we had on-board fuel. അത് കത്തിച്ച് യു ക്യാൻ സീ ദാറ്റ്. ഇതാണ് ഇപ്പോൾ നമ്മളെ സ്പ്രെഡ്, ഹൗ ദ സാറ്റലൈറ്റ് വാസ് മേക്കിംഗ് എ റവല്യൂഷൻ അറൗണ്ട് എർത്ത്. അപ്പോൾ എർത്ത് നമ്മൾ ഗ്ലോബിനെ സ്പ്രെഡ് ചെയ്ത് ഒരു ഫ്ലാറ്റ് സർഫേസ് ആക്കി വെച്ചിരിക്കുകയാണ്. യു ക്യാൻ സീ ഹൗ ഇറ്റ് ഗോസ് റൊട്ടേഷൻ. ദറ്റ് സൈൻസോയിഡൽ വിൽ സീ ദാറ്റ് ഹൗ ദറ്റ് സർക്കിൾ ഈസ് കംപ്ലീറ്റഡ്. സോ നമ്മൾ ഫസ്റ്റ് ബേൺ ചെയ്തു, സെക്കൻഡ് ബേൺ ചെയ്തു, ഫൈനലി ഇമ്പാക്ട് സോൺ 80 കിലോമീറ്ററിൽ പസഫിക് ഓഷൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ദ സാറ്റലൈറ്റ് വാസ് പുൾ ഡൗൺ ബൈ ദ എർത്ത്സ് ഗ്രാവിറ്റേഷണൽ പുൾ. And we did thermal analysis and ensured that the entire body burned up with no fragmentation which will impact life on Earth. So this is one instance of how you can reduce the debris. And every nation, spacefaring nation is duty bound now. And this is active debris removal. And there is one more way is robotic missions or satellites going into space. You send some satellites, we can go capture those what you call some of the orbital debris, and together they can come back into the Earth atmosphere and burn up. That also is there. We go to next. Link on the press. ഇത് 2025 ക്ലിയർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള മിഷൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഒരു ഡെബ്രി ക്ലിയറൻസ് സിനാരിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2025 ലോഞ്ച് ചെയ്യാൻ പോകുന്ന സാറ്റലൈറ്റാണ്.
അത് ഓർബിറ്റിൽ പോവും. അതിനെ പിടിക്കേണ്ട ഒബ്ജക്റ്റ് എന്താണെന്ന് ആൾറെഡി ഡിസൈഡഡ് ആണ്. ഇതാണ് ഡെബ്രി. പണ്ട് ഒരു ലോഞ്ച് ചെയ്ത ലോഞ്ച് വെഹിക്കിളിൻ്റെ ഭാഗമാണത്. അതിനെ പിടിച്ചു. Now it is re-entering the Earth's orbit, burning up. This is what every country is supposed to be doing now. So to consolidate, space debris risk mitigation measures, limit the release of operational debris, minimize potential for on-orbit breakup, make your design so rugged that the satellite breaking up in space on its own does not happen. Post-mission disposal, once the mission is completed, you, like what you have seen just now, fire the onboard thrusters, preserve the fuel and bring it down to Earth, either in terms of getting it out of the useful orbit, 200 kilometers up, 200 kilometers down, or bring it back to Earth and to burn it out. On-orbit collision prevention. You build more and more intelligence on board, saying that if I am a satellite, and I am just moving in space, I have got artificial intelligence built into me. I can look around and see that who is coming at you, and you can avoid and go. So technology is becoming very, very complex. Artificial intelligence is going to be applied in a big way. And one thing that I wanted to stress here is, forget about space technology. Every one of you, including you students, youngsters, whatever capability you have, whatever capacity you have, whatever intelligence you have, whatever protection you have, unless you are aware of what is happening around you, situational awareness, paristhiti avabodham, what is happening around you, you are not going to be safe. So situational awareness. Without situational awareness, നിങ്ങളെ ചുറ്റും നടക്കുന്ന എന്താണ് നിങ്ങൾക്ക് അവബോധമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടായിട്ട് കാര്യമില്ല, യു ആർ നോട്ട് സേഫ്. അപ്പോൾ സ്പേസിൽ നടക്കുന്ന ഈ സംഭവം മാതിരി തന്നെയാണ് നമ്മളെ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളും. അപ്പോൾ ഇൻ ദ ന്യൂ ടെക്നോളജി ഡൊമൈൻ യു ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് യുവർ സ്കിൽസ്, കീപ് ആൾ യുവർ സെൻസേഴ്സ് ഓപ്പൺ, ലുക്കിംഗ് അറൗണ്ട് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് what are the threats coming at you and what are the opportunities coming at you. So I wish all of you a very bright future. Thank you. Okay. More slides in the agenda. സംസാരിച്ച് പരിചയമില്ല, അത് കാരണം ലിപ്സ് ഡ്രൈ ആയി പോയി. 1 minute, 2 minutes. Thank you for the concluding remarks. ധന്യ നമ്മുടെ കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ കോർഡിനേറ്ററാണ്. അതോടൊപ്പം if you have any questions you can have. കൺക്ലൂഡിങ് റിമാർക്സിനും അത് ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധന്യ മേഡത്തിന് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ കൂടെ NIT-യിലെ ഫോമർ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോമർ പ്രൊഫസർ ഡോക്ടർ അമീൻ സർ ഈസ് ഓൾസോ ദർ വിത്ത് us. Thank you, Jaram sir, for the wonderful enlightening session. The wonder of space was carried over to students without losing a single drop. Now it is your turn. Question answer session ആണ്. നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഇപ്പോൾ സാർ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആർക്കാടോ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പ്ലീസ് റേസ് യുവർ ഹാൻഡ്. Hello. This session will be concluded within 5 minutes. All students, please don't move out of the hall. Please be seated. സാറിപ്പോൾ ISRO ഈ ലോഞ്ച് വെഹിക്കിള് സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്തിട്ട്
ഭൂമിയിലേക്ക് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന എന്തെങ്കിലും മിഷൻ ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലോഞ്ച് വെഹിക്കിൾ ഉണ്ടാക്കുന്നുണ്ടോ? റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. റീസെൻ്റ്ലി വി ഡിഡ് ദാറ്റ് RLB റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. അതിൻ്റെ ടെസ്റ്റ് പിന്നെ സ്കെയിൽ ഡൗൺ വെർഷനിലുള്ള ഡെവലപ്മെൻറ്റിൽ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനീഷ്യൽ ട്രയൽസ് കഴിഞ്ഞു. സോ വി വിൽ ബി ഡെഫിനറ്റ്ലി കമ്മിങ് അപ്പ് വിത്ത് ദാറ്റ് മിഷൻ ഇൻ ദ ലോങ് ടേം. ഓക്കെ സർ, താങ്ക് യു. ഇനി ആരെങ്കിലും? സർ, എൻ്റെ പേര് അപർണ രാജൻ. അപ്പം ഞാൻ കടുത്തുരുത്തി വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നാണ്. ഞാൻ സെൻറ് ആൻഡ് HSS കുരുനാടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡെബ്രിസ് ഒക്കെ സ്പേസിൽ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് മിഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരിക്കലും സ്പേസ് മിഷൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇനി മനുഷ്യനെ സ്പേസിലോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ മിഷൻസ് ആണ് ISRO മുന്നോട്ട് വയ്ക്കുന്നത്, ഇനിയുള്ള ഫ്യൂച്ചറിലെ പ്ലാൻസ് ഒക്കെ? ഇല്ല, മനുഷ്യന് സ്പേസിലേക്ക് പോകാൻ ഇപ്പോൾ ടെക്നോളജീസ് അവൈലബിൾ വിത്ത് അസ്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി മനുഷ്യനെ കൊണ്ടുപോകുന്ന മാത്രമല്ല, മനുഷ്യൻ ഹാസ് ടു കം ബാക്ക് ആൾസോ, നോ. അപ്പോൾ മനുഷ്യനെ അവിടെ സ്പേസിലോട്ട് കൊണ്ടുപോയി മൂണിൽ ലാൻഡ് ചെയ്തു അല്ലെങ്കിൽ മാർസിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്. സോ എ ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ, human rated a module that will fly in free space, providing the living environment for the humankind. ആ കംഫർട്ട് ലെവലൊക്കെ അതൊക്കെ നമ്മൾ എൻഷുർ ചെയ്യണം. ടെക്നോളജി പെർസെ ഈസ് ദർ. ഇപ്പോൾ നമ്മൾ പിന്നെ ലൈഫില്ലാത്ത സാറ്റലൈറ്റുകളെയും ഉപഗ്രഹങ്ങളെയും പേലോഡ്സുകളും കൊണ്ടുപോയി വിക്ഷേപിക്കുന്ന മാതിരിയല്ല ഒരു ലൈഫുള്ള ഒരു 2-3 ആസ്ട്രോനോട്ട്സിനെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ദാറ്റ് നീഡ്സ് ലോട്ട് ഓഫ് ടൈം. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ ഈസ് ഗെറ്റിംഗ് റെഡി. GSLV ഫ്യൂച്ചറിസ്റ്റിക് വെഹിക്കിൾ ഈസ് ഗെറ്റിംഗ് റെഡി, ആൻഡ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റെഡി ആൻഡ് ടെസ്റ്റഡ് we will go for the Gaganyaan mission. But technology per se is available with us. It needs a long gestation period. That's only difference. It takes time. Okay, thank you sir. പിന്നെ നമ്മൾ മാസ് മിഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് വരുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് മാർസിലൊക്കെ, അവിടുത്തെ ലിവിങ് കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് മനുഷ്യന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവാൻ സാധ്യത? ഇല്ല, വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദ ലിവിങ് കണ്ടീഷൻ ഓൺ മാർസ്. മാർസ് കോളനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റർ വീനിൽ പറയുകയാണെങ്കിൽ, തമാശയ്ക്ക് പറയുകയാണെങ്കിൽ, the first journey to Mars is no return flight. കാരണം we don't know what's really happening there. കാരണം എത്ര ഓർബിറ്റർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടുള്ള പിന്നെ നമ്മളുടെ റൊബോട്ടിക് മിഷൻസ് പോയിട്ടുള്ള പഠനം മാത്രമേ നമുക്ക് അറിയുള്ളൂ. ദ റിയൽ തിങ്സ് മേ ബി ഡിഫറെൻറ്റ്. അപ്പോൾ നമുക്ക് അത്രയും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വി ആർ നോട്ട് ഗോയിങ് ടു സെൻഡ് ഔട്ട് പേഴ്സൺ ടു മൂൺ. ഇപ്പോൾ സ്റ്റാർഷിപ്പിൻ്റെ ഫസ്റ്റ് ട്രയൽ ഫെയിൽഡ് അല്ലേ. എലൺ മസ്ക് ഈസ് ബിൽഡിംഗ് എ സ്റ്റാർഷിപ്പ് വിച്ച് ഈസ് എ ഹ്യൂജ് വെഹിക്കിൾ വിച്ച് വിൽ ടേക്ക് യു ടു മാർസ്. പക്ഷെ അതിലും ഹ്യൂമൻ റേറ്റഡ് അല്ല. സോ ദാറ്റ് ഈസ് വാട്ട് എലൺ മസ്ക് ഹിംസെൽഫ് സെഡ് ദാറ്റ് ഐ വാണ്ട് ടു ഡൈ ഓൺ മാർസ് ബട്ട് നോട്ട് ബൈ ഇമ്പാക്ട് എന്ന് പറഞ്ഞു. ഇറ്റ് വിൽ ടേക്ക് ടൈം. സർ, എക്സ്ക്യൂസ് മീ, ഒറ്റ അനൗൺസ്മെൻറ്റ്. നമ്മൾ ചേവായൂർ ഉപജില്ലയിൽ നിന്ന് വന്ന കുട്ടികൾ എക്സിബിഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കാണ് ഇനി ഇവിടെ ഇരുന്ന കുട്ടികൾ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനൊരു അനൗൺസ്മെൻറ്റിന് മുമ്പ് എല്ലാവരും എഴുന്നേറ്റ് പോയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടി ഒന്നിച്ചില്ല. നിങ്ങൾ ആദ്യം ഇന്നൊവേഷൻ ഫെസ്റ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് പോകണം 1-ാം നിലയിൽ. അത് കഴിഞ്ഞിട്ടേ പ്ലാസ്മ എക്സിബിഷനിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവിടെ കുറേ നേരം ഭയങ്കര തിരക്കായിട്ട് മാറും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വന്നിരിക്കുന്ന എസ്കോട്ടിംഗ് ടീച്ചേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികൾ ആദ്യം തന്നെ ഇന്നൊവേഷൻ ഫെസ്റ്റിന് പോകണം, അതിനുശേഷം മാത്രം പ്ലാസ്മ എക്സിബിഷനിലേക്ക് പോവാം. ഭക്ഷണത്തിന് ശേഷം 2 മണിക്ക് മാത്രമേ, ഒരു അരമണിക്കൂർ അവരുടെ ലഞ്ച് ബ്രേക്കാണ്. 2 മണിക്ക് മാത്രമായിരിക്കും ഇനി പ്ലാസ്മ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത്രയും സമയം കുട്ടികൾക്ക് ഇന്നൊവേഷൻ ഫെസ്റ്റ് കാണാം. ഓക്കെ, കണ്ടിന്യൂ സർ. സോറി. ആൻസർ യുവർ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞ ഉത്തരം ഓക്കെ അല്ലേ? ഓക്കെ, യെസ് സർ, താങ്ക് യു. വെൽക്കം. സർ, ഈ അണ്ടർ 1 centimeter സൈസ് ഡെബ്രി ഇല്ലേ, അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്? ഐ ഡോണ്ട് ഹാവ് എനി ക്ലൂ ആക്ച്വലി. അപ്പം ഇവരെന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടിക് മിഷൻസ് വിൽ ഗോ വിത്ത് സം സോർട്ട് ഓഫ് നെറ്റ്. നമ്മൾ പണ്ട് മീൻ പിടിക്കാൻ പോയില്ലേ, ഒരു വല എറിഞ്ഞിട്ട് കുറേ സാധനം മീൻ പിടിച്ച് വരുന്നത് മാതിരി. സോ ദേ ആർ പ്ലാനിങ് ഇറ്റ്. സം ഓഫ് ദ മിഷൻസ് ആർ ഗോയിങ് ടു ഹാപ്പൻ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്, but rather it will be important to now try to get rid of the menace of debris by intelligent design of futuristic missions. You build artificial intelligence, a priori you know which object is coming at you and try to avoid and go like that. Okay, but sir, these missions are also happening actually, right?
താങ്ക് യു സർ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ESA ഡെബ്രി ക്ലിയറൻസിനായിട്ട് ഒരു മിഷൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സമയത്ത് അത് ഇഗ്നൈറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്പേസിൽ വെച്ചിട്ടാണോ അതോ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എത്തിയിട്ടാണോ എന്നാണ്. പിന്നെ സാറ്റലൈറ്റ് പോകുന്ന സമയത്ത് സാറ്റലൈറ്റ് ഒരുമിച്ച് ബേൺ ആവുന്നുണ്ടോ അതോ ഡെബ്രി ഓൺലി ആണോ? ഇല്ല വാട്ട്സ് ഹാപ്പനിങ് ഈസ് ഇത് ഒരു ലാർജ് ഓബ്ജക്റ്റ്. കാരണം പണ്ട് പോയ ഒരു വെഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഞ്ച് വെഹിക്കിളിൻ്റെ ഒരു സാറ്റലൈറ്റോട്ടും വലിപ്പമുള്ള ഒരു അവശിഷ്ടമാണ്. അതിനെ പിടിക്കാനാണ് പോകുന്നത്. ദിസ് ബേസിക്കലി ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ. അപ്പോൾ ഈ സാറ്റലൈറ്റ് പോയിപ്പോൾ കണ്ടില്ല, ആ ക്ലോസ് ഉപയോഗിച്ച് ചിലന്തി പിടിക്കുന്ന മാതിരി പിടിച്ചു കൊണ്ടുവന്നിട്ട് ടുഗദർ they will re-enter that atmosphere and because of friction both will burn out. The satellite will not survive. See, there is nothing like bringing back trash down to earth. So what will happen is you capture them, bring, re-enter and burn. That's it. So mesosphere എത്തുമ്പോഴാണോ അത് ബേൺ ആവുന്നത്? അതെ, yes, you are right. Thank you sir. Yes, where there is atmosphere and there is friction ആണ് നമുക്ക് ignite ചെയ്യുന്നത്. Good afternoon, sir. Good afternoon. Sir, you mentioned that there is no inertia in space. So what is the force that keeps the debris moving? Debris moving, inertia, because inertia is, see, when you are cycling and if you don't pedal, what happens? It stops. Stops, why? Oh, because of friction. Friction. There is no friction there. So why should something stop? See, the debris was part of a moving object. Yes. A launch vehicle. Launch vehicle was moving at that point of time when it was in space at 9 kilometers per second, maybe 10 kilometers per second. So it breaks up. It is another small body which moves at 9 kilometers per second. There is no friction. It continues to move. Got it? Okay, so there's no force that No resists counter the force. move. Okay, See, when you decelerate, when there is a opposing force, right? No, Newton's laws of motion is not applicable there actually. There is no, of course it's applicable. There is no opposing force there. So it continues to move in a state of rest of uniform motion unless it is opposed by a, correct, no? Force, yeah. So that is applying there. There is no force. Okay. That's it. പിന്നെ സർ മെൻഷൻ ചെയ്തു അത് അറ്റ്മോസ്ഫിയറിൽ ഡെബ്രിസ് ബേൺ ചെയ്യുന്നത്. Yes. അപ്പോൾ തിരിച്ച് ആ ഇൻസ്ട്രുമെന്റിനെ കൊണ്ടുവരികയാണെങ്കിൽ ആ ഇൻസ്ട്രുമെന്റിന് ലൈക്ക് ആ കാരിയറിന് ബേണിംഗ് ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. അല്ല, ഇൻസ്ട്രുമെന്റ് എന്തിനാ കൊണ്ടുവരുന്നത്? നോൺ ഫങ്ഷണൽ ഇൻസ്ട്രുമെന്റ്, why you should come back? We are catching it, right? So we are catching it to remove it. See, you should not create problem for somebody in orbit. So you are virtually removing it. If നമ്മളൊരു ഹൈവേയിൽ പോകുന്ന സമയത്ത് ഒരു ബ്രേക്ക് ഡൗൺ ഹാപ്പൻ ചെയ്തു, ഒരു JCB ബ്രേക്ക് ഡൗൺ ആയി, what you will do? You pull it out and keep aside, right? Yes. That's the only way. Sir, അത് നമുക്ക് റീയൂസബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? Reusable ആയിട്ട് ചെയ്യാം, but it's not economically viable, മോളെ. See, everything happens in this world right now based on economic viability. Return on investment is the mantra. So how much money you need to put? Is it really worth? It's not worth. അത്രയും നമ്മൾ എഫർട്ട് എടുത്തത് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? റിയൂസ് ചെയ്യാൻ പറ്റില്ല. റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആൾസോ ഈസ് നോട്ട് എ റിയലി കമേഴ്ഷ്യലി വയബിൾ തിങ്, ബട്ട് ഇറ്റ് ഈസ് ബീങ് ഡെവലപ്ഡ് ടുവേർഡ്സ് കംപ്ലയൻസ് ഓഫ് അവർ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ലെസ് ഡെബ്രി. Launch vehicles again and again, every time now, stage 1, stage 2, we are getting separating and throwing in space. No, to avoid that only the reusable launch vehicle is being thought about. So instead of bringing the item back here, നമുക്ക് അവിടെ ബേൺ ചെയ്തിട്ട് നമ്മൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ബേൺ റെസിസ്റ്റന്റ് ആണെങ്കിൽ അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് ഡെബ്രിസിനെ കളക്ട് ചെയ്ത് ഒറ്റ ഇൻസ്ട്രുമെന്റ് കൊണ്ട് എല്ലാ ഡെബ്രിസിനെയും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? No, I don't think it's possible because ഇത് കണ്ടില്ലേ 360ൽ see, otherwise you should have something you can like a rover, no, move forward and backward and capture everything and do it. It is going to be really worth. You need to reach there and have the mechanisms, no. It is not an easy task, mole. There are people are attempting that. Some people are doing that actually. Yeah. Matters can neither be created nor be destroyed. So ആ ബേൺ ചെയ്യുമ്പോൾ അതിന്റെ ലെഫ്റ്റ് ഓവർ പാർട്ടിക്കിൾസ് ഒരു പൊല്യൂഷൻ കോസ് ചെയ്യോ? അല്ല, അവിടെ ബേൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ലല്ലോ. അവിടെ ബേൺ ചെയ്യില്ലല്ലോ, അറ്റ്മോസ്ഫിയർ ഇല്ലല്ലോ അവിടെ ബേൺ ചെയ്യാൻ. Okay, sir. You have to bring back into free space and means atmosphere and burn it actually. Burn it, okay. It will only fragmentation. Crash ചെയ്യുമ്പോൾ fragmented ആവും. Thank you, sir.
സർ നമ്മളിപ്പം ആദിത്യ L1 സൺ ഒബ്സർവേറ്ററി ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തു. അപ്പം ഇത്ര ഒരു ഹൈ ടെമ്പറേച്ചർ പ്രഷർ ഉള്ളൊരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് ആദിത്യ L1 എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് സണ്ണിനെ പിന്നെ ഒബ്സർവ് ചെയ്യുന്നത്? സണ്ണിലേക്ക് എത്ര ദൂരമുണ്ട് ഇവിടുന്ന്? Millions of kilometers. Millions അല്ല, exactly how much? Around? I don't know exactly. 15 crores kilometers ആണ് on an average. And where is Aditya going? I think 1.5 million. Million. 15 kilometers is 1%. ഇപ്പോൾ ഇവിടുന്ന് ചന്ദ്രനിലേക്ക് പോകാൻ സൂര്യനിലേക്ക് പോകുന്നു. നൗ വിൽ ക്യാപ്ചർ സൂര്യൻ എന്നൊക്കെ പറയുന്നത് വെറുതെ. സൂര്യൻ്റെ അടുത്ത് എന്നാൽ വിവരം അറിയും. യു ആർ ജസ്റ്റ് ഗോയിങ്. നമ്മൾ ഇവിടുന്ന് പോയി നമ്മളിപ്പോൾ വി ആർ ഗോയിങ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇരുന്നിട്ട് പറയുന്നതിന് പകരം ഹിമാലയത്തിന് മുകളിൽ കയറി നോക്കുന്നു എന്നുള്ള ഈക്വലൻ്റ് ആയിട്ട് ചിന്തിച്ചാൽ മതി. വി ആർ ഗോയിങ് ഓൺലി 1% ഓഫ് ദ ഡിസ്റ്റൻസ് ക്ലോസർ ടു ദ സൺ. 15 lakh kilometers പോയി. അവിടെ ഈ ലാഗ്രേഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ എർത്ത് ഈസ് എ സ്മാൾ ബോഡി റിലേറ്റീവ് ടു സൺ. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ബോഡി ഓൺ എ സ്മാൾ ഒബ്ജെക്ട് ഈസ് എ സാറ്റലൈറ്റ് ആൻഡ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറ്റ് ദാറ്റ് പോയിന്റ് ലാഗ്രേഞ്ച് പോയിന്റിൽ on this body will be equalizing each other. So there is some sort of a what you call balance of forces there, stable point there. അവിടെ പോയിട്ടാണ് he will be looking. ഇത് കോപ്ലാനർ ആണ്. ഈ പ്ലെയിനിൽ വന്നിട്ട് sun is there, earth is behind, and this object is here in rotating in this plane in a halo object, and you are looking. അവിടെ എന്താ മെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് കാണാത്തതിന് പകരം we are going a free view of the sun. No obstructions, no objects coming in between. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. 15 ലക്ഷം കിലോമീറ്റർ പോയാൽ തീർച്ചയായിട്ടും ഇവിടെ അറിയുന്ന ചൂടിനേക്കാൾ അവിടെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനുള്ള പിന്നെ ഡിസൈൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ട് തന്നെയാണ് പേലോഡ്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. 7 പേലോഡ്സ് ആർ ദർ വിച്ച് ആർ ആൾ ഗോയിങ് ടു മീറ്റ് ദോസ് ക്രൈറ്റീരിയ. ദാറ്റ് ഇസ് വെൽ അണ്ടർസ്റ്റുഡ്. ആദിത്യ L1 ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് ഈസ് കൊറോണ ഡിസ്ചാർജ്, സണ്ണിൻ്റെ ഇത്. ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് നമ്മുടെ ഇവിടെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഇവിടുത്തെ പല പ്രക്രിയകളും പിന്നെ ഈ ക്ലൈമാറ്റിക് വേരിയേഷൻസും ഇറ്റ് ഇസ് എൻ ആഫ്റ്റർ മാത്ത് ഓഫ് സൺ. ബിക്കോസ് ദ ലൈഫ് ഓൺ എർത്ത് ഈസ് ഇൻറ്റിമേറ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സൺ. അവിടെ പോളാർ സ്പോട്ട്സ് ഉണ്ട്, കൊറോണ എമിഷൻസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളിവിടെ പഠിക്കുന്നത് ദാറ്റ് വാട്ട് എവർ എനർജി റേഡിയേഷൻസ് ആർ കമ്മിങ് ഫ്രം സൺ, വി സ്റ്റഡി at a lot of obstructions happening, and by the time it would have come to the surface of earth, it would have undergone so much of changes. Now we are going closer to the sun. Or obstruction illa, we are able to capture those events in sun and then try to correlate at that point of time what is happening back on earth and try to establish some sort of correlation between the activities or the change of climate and the particular time based activity happening on the sun. അപ്പോൾ സണ്ണിൻ്റെ ആക്ടിവിറ്റീസും നമ്മളുടെ ഇവിടുത്തെ ഉള്ള ചേഞ്ചസും തമ്മിലുള്ള ഒരു ഇൻറ്റിമസി ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനും ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും L1 മിഷൻ വിൽ ഹെൽപ്പ്. ക്ലിയർ? യെസ് സർ, താങ്ക് യു. She was actually talking to you last night. Okay. Stellar Chronicle team. Okay. Oh, I did not realize. Okay, Rifa, nice meeting. Rifa. Right. സർ, ഈ സാറ്റലൈറ്റ്സ് ഒക്കെ അറ്റ്മോസ്ഫിയറിൽ റീ എൻട്രിയിൽ ബേൺ അപ്പ് ചെയ്യുമ്പോൾ ആ റെസിഡ്യൂ പൊല്യൂട്ട് ചെയ്യല്ലേ അറ്റ്മോസ്ഫിയറിനെ? It pollutes, but you can't help it. It pollutes. എന്ത് ബേൺ അപ്പ് ചെയ്യുമ്പോൾ പൊല്യൂഷൻ ഉണ്ട് പണേ. But it is better than creating some nuisance up in space. But sir, what about the health problems? Health problems and all. See, that way what mankind is doing on this Mother Earth, we are only killing ourselves. This debris burning and creating a little bit more of toxic gases, that impact is not going to be so much as what we are creating for ourselves. Okay, sir. Thank you, sir. So any more questions? സാർ, ഈ എലോൺ മസ്ക് ഒക്കെ വിട്ട റോക്കറ്റ്സ് ഒക്കെ അല്ലേ, അത് ഓസോൺ ലെയറിന് ഡാമേജ് വരുത്തുന്നത് പറയല്ലേ? അപ്പോൾ അതിനുള്ള മിഷൻസിനൊരു തടസ്സമാവോ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജിയോസിഗ്നസ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ ഇക്വറ്റോറിയൽ ഓർബിറ്റിലുള്ള വാർത്താവിനിമയ ഉപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് നേഷൻസിൻ്റെ റെഗുലേറ്ററി റെജീം ഉണ്ട്. നേരെ മറിച്ച് ഈ ലോഞ്ചസിനൊന്നും റെഗുലേറ്ററി റെജീം ഇതുവരെ വന്നിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ലോഞ്ച് ചെയ്യാം. ഇപ്പോൾ എലൺ മസ്ക് ലോഞ്ച് ചെയ്യുന്ന സ്റ്റാർലിങ്സിൻ്റെ കോൺസ്റ്റലേഷൻ മുഴുവൻ FCC റെഗുലേഷൻ ബേസ്ഡ് ആണ്. അതായത് അമേരിക്കൻ ഏജൻസി ഉണ്ടല്ലോ, ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റി, അവരാണ് ക്ലിയർ ചെയ്യുന്നത്. അവർ ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഓൺലി ദിസ് വൺ ഈസ് ഫ്രം ദ land of United States of America, I can launch this much. He is not giving any clearance regarding space. But now what we'll have to do is, you have to bring the ambit of lower Earth orbit also, remote sensing applications, or LEO orbital belt also under the regulatory regime of United Nations. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. That's what I said. I openly said, Elon Musk and those fellows who are just driven by the return on investment and how many dollars I am going to get in short term, is creating a big problem to the humanity in the long term. Okay, sir. അപ്പോൾ കൺട്രോൾ റെജിം ഇല്ല ഇപ്പോൾ. സോ വിൽ ഹാവ് ടു ബ്രിങ് ഇൻ ദാറ്റ് റെജിം. ഇൻ ദാറ്റ് കേസ് പ്രോബബ്ലി വിൽ ഹാവ് കൺട്രോൾ ഓവർ എലിമെന്റ്സ് ലൈക്ക് എലൺ മസ്ക്. അപ്പോൾ ഇന്ത്യക്ക് അതൊരു പ്രശ്നമാവോ? അത് എങ്ങനെ? തീർച്ചയായിട്ടും എവറി സ്പേസ് ഫെയറിംഗ് നേഷൻ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് പ്രോബ്ലം. Okay, sir. Thank you. Right. Anyone else? Anybody else want to ask any questions? A question? No. Good afternoon, sir. Sir, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. സർ, നമ്മൾ ഏർത്തിലുള്ള ഹ്യൂമൻ കൈൻഡ്സിന് ബെനിഫിറ്റ്ഫുള്ളായ, അതായത് ഓരോ പ്രോജക്ട്സിൻ്റെ പകരം നമ്മളിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇന്റർപ്ലാനറ്ററി മിഷൻസ് അല്ലേ സർ? അതിൻ്റെ കൂടുതൽ ഒബ്ജക്റ്റീവ്സ് എന്താണ് സർ? എന്താണ് അതുകൊണ്ട്? ഈ സയൻറ്റിഫിക് എക്സ്പ്ലോറേഷൻ to essentially to study about the solar system, the evolution of Earth and the solar system, other galaxies around. It's part of scientific exploration. It is only science related, your knowledge increases. Allada oru tangible benefits in terms of day-to-day life I am not seeing anything, but it's part of the scientific endeavor. It's a global thing of enriching ourselves and trying to understand about our evolution and future of the galaxies and the solar system. So, അപ്പോൾ ഈ കോളനൈസേഷൻ ഒക്കെ പോസിബിൾ ആവാൻ ചാൻസ് ഉണ്ടോ സർ? See, colonization, I'm not sure whether it is going to happen or whether I will see it in my lifetime. People are just, see, unless you have some dreams and you just plan to do something, no? How do you venture? But people are telling that Mars is a probable destination for people to settle down. And Moon is one destination where while on a voyage to Moon, voyage to Mars, people can land on Moon, replenish, refresh and go still further. That's it. Thank you so much, sir. Okay, welcome. So shall we wind up? Any other questions? പോകരുത്. നമ്മുടെ വൈൻഡ് അപ്പ് സെഷൻ വിത്തിൻ 2 minutes. 2 minutes. Please be there. Please be seated. Just 2 minutes. Just 2 minutes. Sir, my name is Vignesh. I am from GHS Koilandi. Sir, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ ഡെബ്രീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി പോകുന്ന സാറ്റലൈറ്റ്സിൻ്റെ വേ അത് ബ്ലോക്ക് ചെയ്യുന്നില്ലേ? അതുപോലെ ഓൾറെഡി ഉള്ള സാറ്റലൈറ്റ്സിന് അതെന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ,
നമ്മളിപ്പോൾ ഫ്ലൈ ചെയ്യുന്ന സാറ്റലൈറ്റ്സിൻ്റെ ഓർബിറ്റ്സ് ആർ വെൽ അണ്ടർസ്റ്റുഡ്, ദേ ആർ ബീയിങ് ട്രാക്ഡ്. അവർ പോകുന്ന പാത നമുക്കറിയാം. ബാക്കി 5 mm വരെയുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ട് അവരുടെ പാതി നമ്മൾക്കറിയാം. അപ്പോൾ ന്യൂ ജനറേഷൻ സാറ്റലൈറ്റ്സ് ആർ ഗോയിങ് ടു ബി ബിൽഡ് വിത്ത് ഓൺ ബോർഡ് ഇൻ്റലിജൻസ് വേർ when it is aware of itself that when it is likely to come closer to a debris that can create problem. പക്ഷേ എക്സിസ്റ്റിംഗ് സാറ്റലൈറ്റ്സിന് there is a possibility that one of the debris can hit. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. But the only thing is that if you have got sufficient fuel on board, ഇപ്പോൾ നമുക്കൊരു ഓബ്ജക്റ്റ്, ഇപ്പം നേരത്തെ ഞാൻ സ്ലൈഡ് വെച്ചോ, നീ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മളെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അതിൻ്റെ ഇറ്റ് ഈസ് ഇൻ ഫങ്ഷണൽ ഫോർ ദ ലാസ്റ്റ് 20 years. അതിൻ്റെ ലൈഫ് സൈസ് ടൈമിൽ ഇറ്റ് ഹസ് മാനോവേർഡ് ഇറ്റ് സെൽഫ് ആൾമോസ്റ്റ് 60 to 70 times ടു അവോയ്ഡ് ഡെബ്രി. കഴിഞ്ഞ വർഷം തന്നെ 2030 there were 2 instances, 2023 ഈ കൊല്ലം തന്നെ there were 2 instances where it had to move out of harm's way because something was coming at it. അതിന് ഇടികൊണ്ട സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, സിറ്റുവേഷണൽ അവയർനെസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു ആൻഡ് ഹൂ ഈസ് കമ്മിങ് അറ്റ് യു എന്നുള്ള ആ ഒരു ഭാവബോധം നമുക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിന് ടെക്നിക്കൽ കാപ്പബിലിറ്റി ഇല്ലെങ്കിൽ, യു ആർ ആൾവേസ് അറ്റ് റിസ്ക്. ഓക്കെ, താങ്ക് യു സർ. സോ സർ ഷാൽ യു end up? Yeah, please. So once again, thank you, sir. Just as you started your session, space is an anytime wonder for man. And that wonder was carried out to this session entirely. And the doubts raised by our students is a true-cut remark, how actively they were engaged in your session. Thank you so much. Expressing our heartfelt thanks to you, sir. From the entire team of Curiocon Plasma Exhibition, I invite you to receive a small token of love. And I invite Jairam sir, coordinator of Shastrarangam, Kozhikode, to hand over that token of love to Jairam sir. Hello. I want to express my heartfelt gratitude to Dr. Abdul Nasser and the organizers for giving me this opportunity to speak to and interact with the students. So most of the time we are working behind the screens and behind the scenes, and hardly we interface with general public. Especially so, my exposure to various domains of space technology for the last few years gave me a lot of focus into national security aspects. So thank you very much, everyone, for listening to me and asking good questions. Thank you. ഇവിടെ നമുക്ക് ഒരു 1:30 ലഞ്ച് കഴിക്കാത്ത കുട്ടികൾക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിലുള്ള ഭാഗം ഉപയോഗിക്കാം. ഇവിടെ ഇനി പ്ലാസ്മ എക്സിബിഷൻ കാണാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യണം, പ്ലാസ്മ എക്സിബിഷൻ കാണാൻ വേണ്ടി ലൈനായിട്ട് പോകണം. 1:30 തൊട്ട് 2 മണി വരെ ക്ലോസിംഗ് ആണ്. കാരണം അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് അവർ ഓപ്പൺ ആക്കില്ല. കാരണം ഒരു ഹൈ എനർജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല എക്സ്പെരിമെൻറ്റ്സുമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ സമയം അത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ 2 മണി തൊട്ടാണ് പ്ലാസ്മ എക്സിബിഷൻ കാണുന്നത്. പക്ഷേ അതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഇന്നൊവേഷൻ ഫെസ്റ്റിലേക്ക് പോവാം. ഇവിടെ ഷാർപ്പ് 1:45 തൊട്ട് നെക്സ്റ്റ് സെഷൻ ഇവിടെ ആരംഭിക്കും. ULCS ഒരാളെങ്കിൽ ULCSൻ്റെ സ്പേസ് ക്ലബിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ULCS സ്പേസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇന്നിവിടെ ഉണ്ടാവും. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ലീഡ് ചെയ്യുന്ന ULCSുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ നടക്കും. തുടർന്ന്
നമ്മുടെ രാവിലെ നടന്ന കുട്ടികളുടെ ഇന്നൊവേഷൻസിൻ്റെ തുടർ പരിപാടികളും ഇവിടെ നടക്കും. അപ്പം ഇതുവരെ പ്ലാസ്മ എക്സിബിഷനും ഇന്നൊവേഷൻ ഫെസ്റ്റും കാണാത്ത ആളുകൾ അതിനു വേണ്ടിയിട്ട് ടീച്ചേഴ്സ് കോർഡിനേറ്റ് അവരെ ലീഡ് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. താങ്ക് യു വൺ ആൻഡ് ആൾ. താങ്ക് യു ആൾ. വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു സംവിധാനം കോഴിക്കോട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് UL സ്പേസ് ക്ലബ് എന്നാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ISROയുടെ ഫോമർ ഡയറക്ടർ EK കുട്ടി സാറും ഇവിടെ തൊട്ട് മുമ്പ് സംസാരിച്ച ISRO ഫോമർ ഡെപ്യൂട്ടി ഡയറക്ടർ ജയറാം സാറും മെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന UL സ്പേസ് ക്ലബ്ബ് നിങ്ങൾക്ക് കൂടി വേണ്ടിയുള്ളതാണ്. സ്പേസ് എന്തൂസിയാസ്റ്റായ കുട്ടികൾക്ക് സ്പേസിലേക്ക് എത്തണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് സയൻസ്, ബേസിക് സയൻസിൽ നല്ല നോളജ് വേണം, നല്ല താല്പര്യം വേണം. അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ട് ഗൈഡൻസ് കിട്ടും. നിങ്ങൾക്ക് സ്പേസ് ക്യാമ്പുകൾ സാധ്യമാണ്. നിരവധി പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഓഫ്ലൈൻ ഓൺലൈൻ മോഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്പേസ് ക്ലബ്ബ്, എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, എങ്ങനെ അതിൽ പങ്കാളികളാവാം എന്ന് UL സ്പേസ് ക്ലബിൻ്റെ സ്റ്റുഡൻറ്റ് ലീഡ് വരുൺ K നിങ്ങളോട് സംസാരിക്കും. വരുൺ പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഇവിടെ കോഴിക്കോട് NITയിലും UL സ്പേസ് ക്ലബിൻ്റെ സജീവ മെമ്പർമാരുണ്ട്, IITകളിലുണ്ട്. കോഴിക്കോട് NITയുമായി സഹകരിച്ചുകൊണ്ട് UL സ്പേസ് ക്ലബ്ബ് ഒരു സാറ്റലൈറ്റിൻ്റെ ചിന്തയിലാണ്. അത് നടപ്പിലാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. അത്തരമൊരു വാർത്ത കൂടി വരും നാളുകളിൽ, വരും വർഷങ്ങളിൽ ഉണ്ടാവുമെന്ന് വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഏതായിരുന്നാലും UL സ്പേസ് ക്ലബിനെ കുറിച്ച് UL സ്പേസ് ക്ലബിൻ്റെ സ്റ്റുഡൻറ്റ് ലീഡ് വരുൺ നിങ്ങളോട് സംസാരിക്കും. വെൽക്കം വരുൺ. താങ്ക് യു സർ. സോ സാറ് ചോദിച്ചാൽ ആർക്കൊക്കെ സ്പേസ് പഠിക്കാൻ ഇഷ്ടം, ഒരാഴ്ച പോകാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ചന്ദ്രന് പോകാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? എല്ലാവർക്കും എല്ലായിടത്തേക്കും പോകണല്ലോ. ചൊവ്വയിലേക്കോ കുറേ പേരുണ്ടല്ലോ. സോ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം സ്പേസ് ക്ലബിൻ്റെ കുറച്ച് വർക്കുകളെ പറ്റി കുട്ടികളോട് പറഞ്ഞിരുന്നു. അതിനേക്കാൾ കുറേ കൂടി ഇൻട്രസ്റ്റ് സ്പേസ് സയൻസിലുള്ള കുട്ടികളാണ് തോന്നുന്നു ഇന്ന് ഇവിടെ ഉള്ളത്. ആണോ? ഒന്നുകൂടെ. സോ നിങ്ങൾക്ക് സ്പേസ് പഠിക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലേ. IAST എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ കീഴിൽ, അതായത് ISROയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു എന്താ പറയുക, ഒരു കലാലയമാണ്. നമ്മുടെ NIT IIT ഒക്കെ പോലെ തന്നെ അതിനേക്കാൾ ഒരു സ്റ്റാൻഡേർഡുള്ള IIT ലെവൽ സ്റ്റാൻഡേർഡുള്ള ഒരു കോളേജ് തന്നെയാണ് IIST എന്ന് പറയുന്നത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. തിരുവനന്തപുരത്ത് വലിയ മലയിലാണ് അതുള്ളത്. അവിടെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ISROയുടെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ബിരുദമൊക്കെ സ്വന്തമാക്കാം, സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. പക്ഷെ അതിൻ്റെ മുമ്പിട്ട് തന്നെ നമ്മൾ സ്പേസിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം വിഘ്നേഷ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സാറോട് ഒന്ന് സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞിരുന്നു, AI വിൽ ബി വൺ ഓഫ് ദ കീ ഫോർ ദ ഫ്യൂച്ചർ. അതായത് ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ ABCD അറിയില്ല എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ആൾക്കാരല്ല അയ്യ അതറിയില്ലേ എന്ന് ചോദിക്കൂലേ? ഇല്ലേ? നിങ്ങൾ ചോദിക്കില്ല? അതേപോലെ ഒരു 10 വർഷം കഴിയുമ്പോൾ AI അറിയില്ലെങ്കിൽ അയ്യോ നിങ്ങൾക്ക് AI അറിയില്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആൾക്കാർ പെരുമാറുക. അതേപോലെ നെക്സ്റ്റ് ഒരു 100 ഇയേഴ്സിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു ഡൊമൈനാണ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഉണ്ട്, അതേപോലെ തന്നെ പ്യുവർ സയൻസ് ഉണ്ട്, പിന്നെ ഇപ്പോൾ നമ്മളിവിടെ എക്സിബിഷൻ നടക്കുന്ന പ്ലാസ്മ റിസർച്ച് ഉണ്ട്, കുറച്ച് കാലം മുമ്പ് വരെ ന്യൂക്ലിയർ റിസർച്ച്, ഇപ്പോഴുണ്ട് ന്യൂക്ലിയർ റിസർച്ചിൻ്റെ പോസിബിലിറ്റീസ്. അങ്ങനെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡുകളിൽ വളരെ വലിയ റിസർച്ച് കാര്യങ്ങൾ നടന്നുകൊടുക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്ന, ആപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഒരു ഫീൽഡാണ് സ്പേസ് എന്ന് പറയുന്നത്. സ്പേസ് നിങ്ങൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്പേസ് ടെക്നോളജി എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് നിങ്ങൾ ഈ പേടകങ്ങൾ അയക്കുന്നു? നിങ്ങൾക്ക് ISROൻ്റെ പേടകം അയക്കുന്നൊക്കെ കാണാറുണ്ടോ? നിങ്ങൾ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ടോ? എന്താ ഇത്ര സന്തോഷം? ഇന്ത്യ അയക്കുന്നതുകൊണ്ടാണോ? ഇന്ത്യ അയക്കുന്നതുകൊണ്ട് സന്തോഷമുള്ള എത്ര പേരുണ്ട്? വേറെന്തെങ്കിലും കാരണം കൊണ്ട് സന്തോഷമുള്ള ആൾക്കാരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? വേറെന്തെങ്കിലും? എന്താണ്? വെറുതെ ഒരു സന്തോഷം.
സോ സ്പേസ് റിസർച്ചിലേക്ക് ഇന്ത്യ മാത്രമല്ല ഏത് പേട അയച്ചാലും അതിനെപ്പറ്റി അറിയുന്ന ഒരു കുട്ടിക്ക് സന്തോഷമായിരിക്കും. കാരണം സ്പേസ് റിസർച്ചിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നില്ലേ? ഇല്ലേ? ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്യുന്നില്ലേ? ഗൂഗിൾ മാപ്സ് ചെയ്യുന്നത് സാറ്റലൈറ്റ് കണക്ടിവിറ്റി വഴിയാണ് അല്ലേ? ഗൂഗിൾ മാപ്സിന് സാറ്റലൈറ്റ് കണക്ടിവിറ്റി വേണം, അതായത് നാവിഗേഷൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ലൈവ് ടെലികാസ്റ്റിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? ലൈവ് ടെലികാസ്റ്റിംഗ് ഒക്കെ പോസിബിൾ ആവുന്നത് നമ്മുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് വഴി തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. അതേപോലെ വെതർ അപ്ഡേറ്റ്സ് കേട്ടില്ലേ? വെതർ അപ്ഡേറ്റ്സ് പോസിബിൾ ആണ്. അഗ്രികൾച്ചറൽ ഏരിയനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷിസ്ഥലത്തിൽ എത്രത്തോളം വിളവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, എത്രമാത്രം വെള്ളം കിട്ടാനുള്ള സാധ്യതയുണ്ട്, എത്രമാത്രം കൃഷിക്ക് പറ്റിയ നിലമാണത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ. പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഏരിയാസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസിന് വേണ്ടി സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. ആ സാറ്റലൈറ്റിന് അത്തരത്തിലുള്ള ആപ്ലിക്കേഷന് പുറമെ നമ്മുടെ ഭൂമിക്ക് പുറത്തുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്, ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ, അവിടെ ഏതൊക്കെ ധാതുലവണങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് അല്ലേ? അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഈ ഒരു 100 yearsൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു ഫീൽഡിനെ നമ്മൾ അറിയേണ്ടതുണ്ട്. ബിരുദ സമയത്ത് മാത്രമല്ല, അതിന് മുമ്പിട്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ അകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം മനസ്സിലാക്കാനുണ്ട്. നേരത്തെ ഇവിടെ ക്ലാസ് എടുത്ത ജയറാം സാർ ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട്, സ്പേസ് വിൽ ബി ദ 4th domain ഓഫ് ഹ്യൂമൻ ബീങ്. നമ്മുടെ മാൻകൈൻഡ് ഇവിടെ ഭൂമിയിൽ വന്ന് ഒരു സിവിലൈസേഷനൊക്കെ ആയി തുടങ്ങിയതിന് ശേഷം ആദ്യം നമ്മൾ കര കീഴടക്കി, കരയിലുള്ള മാക്സിമം റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു. പിന്നീട് നമ്മൾ വെള്ളം കീഴടക്കാൻ തുടങ്ങി, അതായത് നാവികരായി തുടങ്ങി, കടൽ കടന്നുപോയി, കടലിലെ വിഭവങ്ങൾ യൂസ് ചെയ്തു, കടലിനെ യാത്രാമാർഗമായി യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വിമാനം കണ്ടുപിടിച്ചു. വിമാനം കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് പറ്റി? വിമാനം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആകാശം കീഴടക്കി. പിന്നീട് ഒരു 1950 ശേഷം ആളുകൾ പറഞ്ഞു കരയും കടലും ആകാശവും കഴിഞ്ഞു, ഇനി ബഹിരാകാശമാണ് നെക്സ്റ്റ് ഡൊമൈൻ, 4th domain ഓഫ് മാൻകൈൻഡ്. സോ ആ രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോയി ബഹിരാകാശ രംഗത്ത് ഒരുപാട് കുതിച്ചുചാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് സ്പേസ് എഡ്യൂക്കേഷൻ വേണം. സ്പേസിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, പഠിക്കാൻ പറ്റണം. വേണയോ? സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് സ്പേസ് എഡ്യൂക്കേഷൻ ഉണ്ട്. ബാംഗ്ലൂര്, അതേപോലെ മുംബൈ, ഡൽഹി ബേസ്ഡ് ആയിട്ടൊക്കെ ഒരുപാട് ക്യാമ്പുകൾ. നമ്മളിപ്പോൾ പ്ലാസ്മ റിസർച്ചിൻ്റെ എക്സിബിഷനും പിന്നെ ഇന്നോവേഷൻ ഫെസ്റ്റിവൽ, ക്യൂരിയോകോൺ പോലെ ഒരു ഇവൻറ്റ് ബാംഗ്ലൂർ, ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ പെയ്ഡായിട്ട് കുട്ടികളുടെ അടുത്ത് നിന്ന് ഒരു ബിസിനസ് പോലെയായിട്ടാണ് നടക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ISRO കേരളത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ, UL സ്പേസ് ക്ലബ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഐഡന്റിഫൈ ചെയ്ത് രജിസ്റ്റേർഡ് സ്പേസ് ട്യൂട്ടർ എന്നുള്ള പേരിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോടാണ് UL സ്പേസ് ക്ലബ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത്. സ്ലൈഡ് ഇത് മതി. So we have a nurturing environment with a vision and mission of nurturing students with science, technology, engineering, mathematics and space. STEMs എന്ന് പറയും. STEM എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? STEM ഓറിയന്റഡ് ലേണിംഗ് എന്നൊക്കെ. സയൻസും ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തുകൊണ്ട് അത് വെച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു ലേണിംഗ് ആണ് STEM. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്പേസ് ഒരു വലിയ ഡൊമൈനായി വളർന്നു വരുന്ന സ്ഥിതിക്ക് വി ആർ ഇൻജക്റ്റിംഗ് സ്പേസ് ഇൻ ടു ദാറ്റ് എന്താ പറയുക ലിസ്റ്റ്. സോ സ്പേസിനെ പറ്റി കൂടി പഠിച്ചുകൊണ്ട് STEMs ബേസ്ഡ് ആയിട്ടുള്ളൊരു ലേണിംഗ് സിസ്റ്റം, ഒരു നർച്ചറിങ് എൻവയോൺമെൻറ്റ്, നിങ്ങളുടെ ഇടയിൽ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എന്താ പറയുക ഒരു ചെടിക്ക് വെള്ളം വളവും കൊടുക്കുന്ന പോലെ എല്ലാ പരിപോഷണവും നൽകി അതിനെ വലിയൊരു എന്താ പറയുക ക്രിയേറ്റീവ് മൈൻഡ് ഉള്ള ആളാക്കി മാറ്റി നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നർച്ചറിങ് എൻവയോൺമെൻ്റ് ആണ് UL സ്പേസ് ക്ലബ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2016 ഇത് ഞങ്ങളുടെ ഫൗണ്ടർ ആൻഡ് മെൻറ്ററാണ്, ISROയുടെ ഫോമർ ഡയറക്ടർ കൂടിയായിട്ടുള്ള കുട്ടി സാറാണ് 2016 UL സ്പേസ് ക്ലബ്ബ് ULCCSൻ്റെ സപ്പോർട്ടോടുകൂടി ഇനീഷ്യേറ്റ് ചെയ്യുന്നത്.
സോ കുട്ടി സാറിന് പുറമെ നേരത്തെ ഇവിടെ സംസാരിച്ച ജയറാം സാറ് ഞങ്ങളുടെ മെൻറ്ററാണ്. ഞങ്ങളുടെ കോർ കൗൺസിൽ മെമ്പർ കൂടിയായിട്ടുള്ള ജയറാം സാറാണ് ഞങ്ങളുടെ മറ്റൊരു മെൻറ്റർ. പിന്നെ ഇത് രമേശൻ പാലേരി ULCCSന്റെ ചെയർമാനാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ UL സ്പേസ് ക്ലബിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും തന്നുകൊണ്ട് ഞങ്ങളെ ഇൻക്യുബേറ്റ് ചെയ്യുന്നത്. ULCCSന്റെ അംബ്രലയ്ക്ക് കീഴിലാണ് നമ്മുടെ UL സ്പേസ് ക്ലബിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ക്യാമ്പിൻ്റെ ഫോട്ടോ ആണ്. വി റെഗുലർലി കണ്ടക്ട് സ്പേസ് ക്യാമ്പ്സ്. ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ ഇഷ്ടമാണ് എല്ലാവർക്കും. വർഷത്തിൽ ഒരു 3-4 തവണയായിട്ട് UL സ്പേസ് ക്ലബ്ബ് എല്ലാ വർഷവും സ്പേസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. 1 ഡേ ക്യാമ്പുകൾ ഉണ്ടാവാറുണ്ട്, 2 ഡേ ക്യാമ്പ്, 3 ഡേ ക്യാമ്പ് വരെയായിട്ട് നടത്താറുണ്ട്. അതേപോലെ സെലക്റ്റഡ് ആയിട്ട് ഇത്തരം ക്യാമ്പുകളിലും പ്രോഗ്രാമുകളിലും ഒക്കെ പങ്കെടുത്തിട്ട് സെലക്റ്റഡ് ആകുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഡിസേർവിങ് ആണെങ്കിൽ പുറത്തൊക്കെ ഉള്ള ക്യാമ്പുകളിൽ, ബാംഗ്ലൂരിലൊക്കെ വെച്ച് നടക്കുന്ന ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരവും നിങ്ങൾക്ക് സ്പേസ് ക്ലബ് വഴി കിട്ടുന്നതാണ്. ഞാൻ അങ്ങനെ 2018 നടന്നിട്ട് ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിൻ്റെ ഓരോ ഗ്രൂപ്പുകളായിട്ട്, സ്റ്റുഡൻസിൻ്റെ ഓരോ ആക്ടിവിറ്റീസ് സെറ്റായിട്ട് കുറച്ച് എന്താ പറയുക വെഞ്ചേഴ്സ് ഉണ്ട്. അതാണ് ഒന്ന് കോസ്മോസ് എന്ന് പറഞ്ഞിട്ട് ഔട്ടർ ലെയർ. നിങ്ങൾ ആർക്കൊക്കെ സ്പേസ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞിട്ടുള്ള ഔട്ടർ ലെയറിൽ മെമ്പർ ആവാം. മാക്സിമം റിസോഴ്സ് അവിടെ നിന്ന് എടുക്കാം. എന്തൊക്കെ വിവരങ്ങളുണ്ടോ അതൊക്കെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് മാക്സിമം സ്റ്റഡി മെറ്റീരിയൽസ്, എന്താ പറയുക, ഇൻ്റർനെറ്റ് വഴിയുള്ള സൗകര്യങ്ങൾ, അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ആ വെബിനാർ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് ക്ലബിൻ്റെ കോസ്മോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നീടുള്ള സ്കൈ സഫാരി, ആകാശം നോക്കാൻ ഇഷ്ടമുള്ളവരില്ലേ? ആരൊക്കെ സ്ഥിരമായിട്ട് ആകാശം നോക്കാറുണ്ട്? അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്കൈ സഫാരി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. അമച്വർ ആസ്ട്രോണമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. കേരളത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള അമച്വർ ആസ്ട്രോണമർ ആയിട്ടുള്ള സുരേന്ദ്രൻ പുനശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ സ്കൈ സഫാരി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം 2021 മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മുടെ സ്കൈ വാച്ചിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ടിവിറ്റി. ഇന്ത്യയിൽ ഏതാണ്ട് 5ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതാണ്ട് 13 സിറ്റീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട് കേരളത്തിന് പുറത്ത്. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്റ്റുഡൻസ്. ഇവരൊക്കെ തന്നെ ഡെയിലി സ്കൈ റിപ്പോർട്ട് ചെയ്യുന്നു. ആകാശം ഏതൊക്കെ നക്ഷത്രങ്ങളെ കാണുന്നു, ഏതൊക്കെ നക്ഷത്ര കൂട്ടങ്ങളെ കാണുന്നു, ചന്ദ്രൻ്റെ സ്ഥാനം എവിടെയാണ്, അതെങ്ങനെയാണ് അവിടുന്ന് കാണുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതിന് പുറമെ ഓഫ്ലൈനായിട്ടുള്ള സ്കൈ വാച്ച് സെഷൻസ് നടത്തുന്നുണ്ട് സ്കൈ സവാരിയുടെ ആഭിമുഖ്യത്തിൽ. പിന്നെ വെബിനാർസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബിനാറാണ് ചാന്ദ്രയാൻ 3നെ പറ്റി കേട്ടിട്ടില്ലേ? ചാന്ദ്രയാൻ 3നെ പറ്റിയിട്ട് ഒരു വെബിനാർ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ശനിയാഴ്ച, അതായത് മറ്റന്നാൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. പിന്നെ അഥവാ മീറ്റിൽ ജോയിൻ ചെയ്ത്, ഗൂഗിൾ മീറ്റ് വഴിയാണ് ഉണ്ടാവുക, ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്ത് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് UL സ്പേസ് ക്ലബ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അത് ലൈവായിട്ട് കാണുകയും ചെയ്യാം. അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കുകയും ചെയ്യാം. എന്നിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യാം. ആ എക്സ്പേർട്ടുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് മെൻറ്റേഴ്സുമായിട്ടോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ ഉണ്ടാവും. ഇത് ഞങ്ങൾ കോവിഡ് ടൈമിൽ ബാക്കി ആക്ടിവിറ്റീസ് ഒന്ന് സ്റ്റക്കായ ടൈമിലാണ് ഈ ഒരു പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തത്. ഈ പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ 60-ലധികം വെബിനാറുകൾ ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മാസവും 2ാം ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് സ്റ്റുഡൻസിനെ എന്താ പറയുക, രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പറഞ്ഞിട്ടുള്ള വെബിനാർ സീരീസ് ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ടെങ്കിൽ, ഒരു പ്രോജക്റ്റ്, ഒരു സ്റ്റാർട്ടപ്പ് വെഞ്ചർ അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ പ്രസൻറ്റേഷൻസ്, ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതോ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുന്നതോ മാത്രമല്ല, അതിന് പുറമെ നിങ്ങൾക്കൊരു പുതിയൊരു കാര്യത്തിൽ റിസർച്ച് ചെയ്യണമെങ്കിൽ, ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അത് ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട് ഐഡിയ പ്രസൻറ്റേഷൻ സെഷനിൽ. 2019 എനിക്കും അങ്ങനെ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക് റോക്കൽ പ്രൊപ്പൽഷൻ്റെ ഭാഗമായിട്ട്. സോ അതുപോലെയുള്ള ഒരുപാട് പേപ്പേഴ്സ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് സ്റ്റെല്ലാർ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഈ മീഡിയ ചാനൽസ്, മീഡിയം ചാനൽസും ഓൺലൈൻ മീഡിയ ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ? യെസ്, ഓൺലൈൻ മീഡിയ ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണോ? അപ്പോൾ അത്തരത്തിൽ സ്പേസിനെ പറ്റി ഒരുപാട് വാർത്ത കാണാറില്ലേ? ഇപ്പോൾ കാണാറില്ലേ? ഈ സ്പേസിനെ പറ്റിയുള്ള വാർത്തകൾ നിങ്ങൾ കാണുമ്പോൾ അത് കുറേ കൂടി ഓതൻറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, വളരെ കറക്റ്റായിട്ടുള്ള വാർത്തകളാണെന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ?
പലയിടത്തും പല വാർത്തകൾ കാണാറില്ലേ? അങ്ങനെ ഉണ്ടാവാറില്ലേ? ഇല്ലേ? അപ്പോൾ അതിന് പകരം കുറെ കൂടി നല്ല കറക്റ്റായിട്ടുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുക. ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരുടെ സപ്പോർട്ടോടുകൂടി ഏറ്റവും കറക്റ്റായിട്ടുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുക. അവരുമായിട്ടുള്ള അഭിമുഖങ്ങൾ നിങ്ങളെ എന്താ പറയുക നിങ്ങളിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ സ്റ്റുഡൻസ് തമ്മിലുള്ള ഡിസ്കഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലൊക്കെ സ്പേസ് ജേർണലിസം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്, സ്റ്റെല്ലാർ മീഡിയ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇനീഷ്യൽ വർക്ക്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ സ്റ്റെല്ലാർ ക്രോണിക്കിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ആർട്ടിക്കിൾസും എസ്സേസും റിപ്പോർട്ടുകളും ഒക്കെ എഴുതാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടോ? അതാരും ഇല്ല. കുറച്ച് പേരുണ്ട്. യെസ്, അവർക്കാണ് പ്രത്യേക ഒരു കയ്യടിയുണ്ട്. കാരണം നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അതൊരു പ്രത്യേകമായിട്ട് റിപ്പോർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതിനൊരു ആർട്ടിക്കിളാക്കി മാറ്റുന്ന ഒരു പ്രത്യേക കഴിവാണ്. അപ്പം അത്തരത്തിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് നിങ്ങളുടെ ഭയങ്കര അതിൻ്റെ അകത്ത് എക്സ്പെർട്ടൈസ് പോട്ടെ, നിങ്ങൾക്ക് ലേണിംഗ് എക്കോസിസ്റ്റം ആണിത്. സോ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആർട്ടിക്കിൾസ് രാജ്യമെമ്പാടും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഈ മാഗസിനാണ് സ്റ്റെല്ലാർ ക്രോണിക്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം, അതൊന്നും ഒരു വിഷയമല്ല, ഭാഷയല്ല വിഷയം. നിങ്ങൾ എന്ത് എഴുതുന്നു, എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കുന്നത്. സോ സ്റ്റെല്ലാർ ക്രോണിക്കിളിൽ നിങ്ങൾക്കും ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ്. സോ ഇതൊക്കെ ഞങ്ങളെ ക്യാമ്പിൻ്റെ ചെറിയ ഫോട്ടോസാണ്. ഞാൻ ഒരുപാട് ടൈം പോകുന്നതുകൊണ്ട് അധികം പറയുന്നില്ല. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞുതരാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ഉണ്ട്. ISROക്ക് സാറ്റലൈറ്റ് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് 4 സാറ്റലൈറ്റുകളുണ്ട് സ്വന്തമായിട്ട്. അതിലൊന്ന് വളരെ സക്സസ്ഫുള്ളി ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻസ്പയർ സാറ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഈ സാറ്റലൈറ്റുകളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി അതിൻ്റെ ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു ഗ്രൗണ്ട് സ്റ്റേഷൻ അവരുടെ കോളേജിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൗണ്ട് സ്റ്റേഷനിൽ നമ്മുടെ UL സ്പേസ് ക്ലബിൻ്റെ വിദ്യാർത്ഥികളെ ISDയുടെ രജിസ്ട്രാറിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ ആണിത്. സോ ഇത് ഞങ്ങളുടെ ജസ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. സ്പേസ് ക്യാമ്പുകൾ ഉണ്ടാകാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, പാനൽ ഡിസ്കഷൻ, നിങ്ങൾക്ക് എക്സ്പേർട്ടുമായിട്ട് നിന്നിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സും അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസും കൂടി നിന്ന് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ഒരു പ്രത്യേകമായിട്ടുള്ള ടോപ്പിക് ഓരോ തവണയും സെലക്ട് ചെയ്തിട്ട്, അതായത് വളരെ കണ്ടംപററി ആയിട്ടുള്ള ടോപ്പിക്, ഇപ്പോൾ സ്പേസ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്, അല്ലെങ്കിൽ ചാന്ദ്രയാൻ 3, അല്ലെങ്കിൽ ഇന്ത്യ പ്ലാനറ്ററി മിഷൻസ്, മാർസ് കോളനൈസേഷൻ അതാവാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിന് സ്പേസ് ഫീൽഡിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആവാം. അങ്ങനെ ഡിഫറെൻറ്റ് ടോപ്പിക്സ് സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ പറ്റിയുള്ള പാനൽ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. നേരത്തെ പറഞ്ഞ പേപ്പർ പ്രസൻറ്റേഷൻസ്, പിന്നെ ക്യൂസസ് പങ്കെടുക്കാൻ താല്പര്യമുള്ള ഏകദേശം എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്വിസ് പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസിന് വേണ്ടിയിട്ടുള്ള ഐഡിയാത്തോൺ കോമ്പറ്റീഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ വെബിനാർ സീരീസ്. സോ ഇത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള ക്യാമ്പാണ്. ഇതാരാന്നറിയോ നിങ്ങൾക്ക്? ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് ആർക്കും അറിയോ? ഇപ്പോഴത്തെ ചെയർമാൻ അല്ല, കുറച്ച് മുമ്പുള്ള ചെയർമാൻ. ആരാന്നറിയോ? പേരറിയോ? ഇവരെ എല്ലാവർക്കും അറിയാലോ, കുറേ പേർക്ക്. സോ ഇത് G. മാധവൻ നായർ സർ, ISRO ചെയർമാനായിരുന്ന മലയാളിയായിരുന്നു. അദ്ദേഹം നമ്മുടെ സ്പേസ് ക്യാമ്പിലെ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഫോട്ടോ ആണത്. ചേട്ടാ പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ സിസ്റ്റമാണ്. ഞങ്ങളുടെ മെൻറ്റേഴ്സ്, നമ്മുടെ ഫൗണ്ടറും മെൻറ്റേഴ്സും ഒക്കെ കൂടിയിട്ട് ഈ സ്പേസ് ക്ലബിനെ ഒന്ന് ഫോം ചെയ്ത് വെച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് വേണ്ടി കുട്ടികളെ തന്നെ ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ്. ഒരു സ്റ്റുഡൻറ് ഗ്രൂപ്പ്, ഞങ്ങളുടെ കോർ കൗൺസിലിനും മെൻറ്റേഴ്സിനും പുറമെ ഒരു സ്റ്റുഡൻറ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. വളരെ ആക്റ്റീവായിട്ട് ഈ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിലായിട്ട്. മെൻറ്റേഴ്സും എന്താ പറയുക, മറ്റ് മെൻറ്റേഴ്സ്, ഇപ്പോൾ ഞങ്ങളുടെ ഒരു കോർ കൗൺസിൽ മെൻറ്റേഴ്സ് അല്ലാതെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. IST, ISER, IIT, NITs, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കുസാറ്റ്, ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരുപാട് പ്രൊഫസേഴ്സ് ഞങ്ങളുടെ മെൻറ്റേഴ്സായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഒക്കെ സപ്പോർട്ടിലും ഗൈഡൻസിലും കൂടെ ഈ സ്റ്റുഡൻറ് കൗൺസിൽ ഇതിൻ്റെ ഫോർമേഷൻ നടത്തിയിട്ട് പ്രോഗ്രാംസ് ഫോം ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുന്നതാണ്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റുഡൻറ് വോളണ്ടിയേഴ്സും നമ്മുടെ കൂടെ ഉണ്ട്.
ഇതൊക്കെ ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഞങ്ങളുടെ ഒരു 4-5 വർഷം മുമ്പിട്ടുള്ള മെമ്പേഴ്സ് ആക്റ്റീവായിട്ട് ഇതുപോലെയുള്ള ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തിരുന്ന മെമ്പേഴ്സ് ഇന്ന് IIT-ലുണ്ട്, NIT-ലുണ്ട്, ഐസറിലുണ്ട്. പിന്നെ ഒരു കുട്ടിക്ക് ഒരു യുവിക എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. യുവികനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരും അപ്ലൈ ചെയ്തിട്ടില്ല? 9ാം ക്ലാസ് സ്റ്റുഡൻസ് അല്ലേ? 9ാം ക്ലാസ് സ്റ്റുഡൻസ് ഇല്ലേ ഇവിടെ? യുവികനെ പറ്റി കേട്ടിട്ടുണ്ടോ? 9ാം ക്ലാസ് സ്റ്റുഡൻസിന് വേണ്ടി ISRO കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. യുവിക എന്ന് പറഞ്ഞിട്ട് ഒരു യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം. ISRO എക്സ്പേർട്ട് സെലക്ട് ചെയ്യുന്ന യുവിക സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ ഒരു സ്റ്റേറ്റിൽ നിന്ന് സെലക്ട് ചെയ്യൂ. അവരെ സെലക്ട് ചെയ്തിട്ട് ISRO സെൻറ്റേഴ്സിൽ പോയിട്ട് അവിടുന്ന് അവർക്ക് ക്ലാസ് അതേപോലെ ട്രെയിനിങ്, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ISROയുടെ ഒരു ഇനീഷ്യേറ്റീവാണ് യുവിക എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് ഇതുവരെ സ്പേസ് ക്ലബിലെ 2 കുട്ടികൾക്ക് യുവിക കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ വർഷം തന്നെ ആദിദേവ് JD എന്ന് പറയുന്ന ഒരു കുട്ടിക്കും, പിന്നെ ഈ കഴിഞ്ഞ വർഷം കവിത പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ബാലുശ്ശേരി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കുട്ടിക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ NTSC വിന്നേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഭരത്, ചാരു ഇപ്പോൾ NIT സ്റ്റുഡൻ്റ് ആണ്, ഭരത് IITN ആണ്. സോ അവർക്ക് 2 പേർക്ക് NTSC സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സ്പേസ് ക്ലബിൻ്റെ ആക്റ്റീവ് മെമ്പേഴ്സാണ് 2 പേരും. പിന്നെ സ്പെഷ്യൽ റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ആരൊക്കെ ലോഞ്ച് കണ്ടിട്ടുണ്ട്? എവിടെ നിന്നുണ്ട്? TV എന്നല്ല, നേരിട്ടാണ്ടല്ലോ ലോഞ്ച്. എത്ര പേരുണ്ട്? ഒരാൾ. എവിടെ നിന്നാണ്ട്? തുമ്പേന്നല്ലേ? ശ്രീഹരിക്കോട്ടയിൽ ലോഞ്ച് കണ്ട എത്ര പേരുണ്ട്? എല്ലാവരും? ഒരാളുണ്ട് ഇല്ലേ? സോ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇപ്പം എല്ലാവർക്കും ലോഞ്ച് കാണാം കേട്ടോ. ഇപ്പം എല്ലാവർക്കും പോയി കാണാം. ഇതേപോലെ ഒരു ഗാലറി ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. ഓരോ ലോഞ്ച് നടക്കുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വിൻഡോ ഓപ്പൺ ആക്കും. നമുക്ക് അവരുടെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ലോഞ്ച് കാണാൻ വേണ്ടി അവിടെ പോകാനുള്ള പാസ്സൊക്കെ കിട്ടും. പക്ഷേ അത് ഒരു 5 കിലോമീറ്റർ ഇപ്പുറത്തുള്ളൊരു എന്താ പറയുക ലോഞ്ച് ഗാലറി പണിതിട്ടുണ്ട് അവിടെ നിന്നാണ്. പക്ഷേ UL സ്പേസ് ക്ലബിൻ്റെ ഫസ്റ്റ് മെമ്പറായിട്ടുള്ള PS അഭിനന്ദ് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്താണ്. ആ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റഗ്രേറ്റഡ് MSc പഠിക്കുകയാണ്. അപ്പോൾ അവൻ 2019 ISRO ചെയർമാൻ, അന്നത്തെ ISRO ചെയർമാനായിട്ടുള്ള K ശിവൻ അവനെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തു. അവനും ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു അനികേത് സംഖ്യ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റും കൂടി ശ്രീഹരിക്കോട്ടയിലേക്ക് ISRO ചെയർമാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ പോയി. അവർ 2 പേരും കുട്ടിസാറിൻ്റെ കൂടെ അവിടെ പോയി PSLV C-42 എന്ന് പറയുന്ന റോക്കറ്റിൻ്റെ ലോഞ്ച് അവർ കണ്ടു. ആ ലോഞ്ച് കണ്ടത് ISROയുടെ കൺട്രോൾ റൂമിൽ ചെയർമാൻ്റെ VVIP പാസ്സോട് കൂടിയിട്ടാണ്. നമ്മുടെ കോഴിക്കോട്ട് ബാലുശ്ശേരിയുള്ളൊരു കുട്ടി. സോ വി ഹാവ് എ കപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ യു. ലൈക്ക് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സ്പേർട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. നിങ്ങൾക്കും ഇതുപോലെ ലോഞ്ചൊക്കെ പോയി VVIP പാസിലൊക്കെ പോയി കാണാമെന്നാണ്. ISRO ചെയർമാനായിട്ട് അടക്കം നിങ്ങൾക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഈ സ്പേസ് ക്ലബ് വഴിയുണ്ട്. ഒരുപാട് എക്സ്പേർട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ നേരത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത് ആരൊക്കെ ഉണ്ട്? ജയറാം സാറിൻ്റെ സെഷൻ കൂടുതൽ ആരുമില്ല, കുറച്ച് പേരുണ്ട് അല്ലേ? സോ അത്തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരുമായിട്ട് നിങ്ങൾക്ക് അടുത്ത് ഇൻട്രാക്ട് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും നിങ്ങൾക്ക് പുതിയ പുതിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് സ്പേസ് ക്ലബ് വഴി ഉള്ളത്. നിങ്ങളുടെ കഴിവെന്താണോ അതിനനുസരിച്ചുള്ള ഒരു ലേണിംഗ് അതിനെ വളർത്തിയെടുക്കാനുള്ള ഒരു ലേണിംഗ് എക്കോസിസ്റ്റം വിൽ പ്രൊവൈഡ് ദാറ്റ്. പിന്നെ ഇത് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസാണ് ഞങ്ങളുടെ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. ഇതാരെന്നറിയോ? ഹൗ മെനി ഓഫ് യു ക്യാൻ ഗസ്? ഇന്നലെ എവിടെ ഉണ്ടായിരുന്ന ആരും പറയണ്ട, അല്ലാതെ വേറെ ആർക്കെങ്കിലും. നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരാളാണ്. ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും അയ്യോ എനിക്കറിയായിരുന്നല്ലോ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തുള്ള ഫോട്ടോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. അറിയോ ഇത്? ആർക്കെങ്കിലും ഗസ്? ഇന്ത്യക്കാരനാണ്, സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. രാകേഷ് ശർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? രാകേഷ് ശർമ്മ അദ്ദേഹത്തിൻ്റെ 70ാം ജന്മദിനത്തിൽ KLF എന്ന് പറഞ്ഞ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ എല്ലാ വർഷവും കോഴിക്കോട് നടക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ UL സ്പേസ് ക്ലബ് മെമ്പേഴ്സിന് കുട്ടി സാറിൻ്റെ കൂടെ കുറച്ച് പേർക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനും അദ്ദേഹമായിട്ട് സംവദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇത് VSSC ഡയറക്ടറായിരുന്ന സോംനാഥ് സാർ, ഇപ്പോഴത്തെ ISRO ചെയർമാൻ, അന്ന് VSSC ഡയറക്ടറായിരുന്നു. അദ്ദേഹം നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ്. ഇദ്ദേഹത്തെ അറിയോ? വളരെ എന്താ പറയുക പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് LIGO എന്ന് പറഞ്ഞിട്ട്, ലേസർ ഇൻ്റർഫെറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി എന്ന് പറയുന്ന ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണത്. ഒരു ഇൻ്റർനാഷണൽ സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. മലപ്പുറം പെരിന്തൽമണ്ണക്കാരനാണ്, അജിത് പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ട്.
അദ്ദേഹത്തെയും നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടി കണക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് UL സ്പേസ് ക്ലബ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ, ഈ സാറോടെ സാറ്റലൈറ്റ് ഒക്കെ നിർമ്മിക്കുന്ന അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ. അവിടെ സ്പേസ് ക്ലബ് മെമ്പേഴ്സ് വിസിറ്റ് ചെയ്താണ്. അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേരെ ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു സ്പേസ് ക്യാമ്പിലേക്ക് സ്പേസ് ക്ലബിൻ്റെ കെയർ ഓഫിൽ കൊണ്ടുപോയപ്പോൾ അങ്ങനെ പോയതാണ്. പിന്നെ ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ബ്ലാക്ക് ഹോളിനെ പറ്റിയ ഒരു ലൈവ് സിമ്പോസിയം നടത്തിയിട്ടുള്ളത്, ലൈവ് ഷോ നടത്തിയിട്ടുള്ളത് കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ വെച്ച് UL സ്പേസ് ക്ലബ്ബ് കൂടി പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിലാണ്. സോ വി ആർ പ്രൗഡ് ഓഫ് ദാറ്റ്. സോ ജോയിൻ അസ്, യു ക്യാൻ ഓൾസോ ബി പാർട്ട് ഓഫ് UL സ്പേസ് ക്ലബ്ബ്. ഇപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള ഞാൻ സ്പീഡിൽ വേഗം പറഞ്ഞു പോയതാണ്. ആർക്കെങ്കിലും സ്പേസ് ക്ലബ്ബായിട്ട് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ? നേരത്തെ സ്പേസ് പഠിച്ചവർക്കൊന്നും താല്പര്യമില്ല. കുറച്ച് പേർക്കുണ്ടല്ലേ? നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ulspaceclub.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ulspaceclub@gmail.com എന്ന് പറയുന്ന ഒരു മെയിൽ വഴി ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പറ്റുന്നവർ എൻ്റെ അടുത്ത് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ അടുത്തോ അല്ലെങ്കിൽ NIT-യിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിന് ചിലർ ഞങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സുമായിട്ട് ചോദിച്ചിട്ടോ UL സ്പേസ് ക്ലബിൻ്റെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ഹിയർ. താങ്ക് യു നാസർ സാർ. ഞങ്ങളുടെ സ്പേസ് ക്ലബിൻ്റെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്യൂരിയോകോൺ എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്. സോ ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള കുട്ടികളെ ഞങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. സോ നിങ്ങളെല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, 2 രസകരമായ സെഷൻ കൂടി ഇവിടെ വരണം. ഒന്ന്, ആദ്യം നമ്മളുടെ കുട്ടികളുടെ അവതരണമാണ്. അതായത് കലക്ടേഴ്സ് ഇന്നൊവേഷൻ അവാർഡിൻ്റെ 1ാം റൗണ്ട് പൂർത്തിയാക്കി 2ാം റൗണ്ടിലേക്ക് കടന്നിട്ടുള്ള 3 വിദ്യാർത്ഥികളുടെ അവതരണം 4 മിനിറ്റ് വീതമുള്ള അവതരണമായിരിക്കും. അത് നടക്കും. അതിനുശേഷം NIT-യിലേക്ക് നിങ്ങളുടെ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫണ്ടോട് കൂടിയിട്ട് സാമ്പത്തിക സഹായത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ TBI എന്ന ഒരു സംവിധാനമുണ്ട്. NIT-യിൽ മാത്രമല്ല, ധാരാളം ഇത്തരത്തിലുള്ള ഹയർ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ തന്നെ TBIs ഉണ്ട്. ആ TBI-മായി ബന്ധപ്പെട്ട ഒരു രസകരമായ 3D പ്രിൻറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ഇവിടെ ഈ കുട്ടികളുടെ അവതരണത്തിന് ശേഷം നടക്കും. ദയവ് ചെയ്ത് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളൊരു സെഷൻ്റെ ഇടയിൽ ആരും എഴുന്നേറ്റ് പോകരുത്. ഒരു സെഷൻ അതൊരു നമ്മളുടെ ഒരു എത്തിക്വിറ്റ്സാണ്. വി ഹാവ് ടു കീപ് ദാറ്റ് എത്തിക്വിറ്റ്സ്. ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോകുക എന്ന് പറയുന്നത് തീരെ അത്രയും വലിയൊരു പ്രശ്നം കണ്ടിജൻസി വരുമ്പോൾ മാത്രമേ എഴുന്നേറ്റ് പോകാവുള്ളൂ. ഒരു സെഷൻ ഇപ്പം വരുണിൻ്റെ സെഷൻ കഴിഞ്ഞു, അതിനുശേഷം വേണമെങ്കിൽ അത്യാവശ്യമുള്ള ഒരാൾക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് പോകാം. സെഷൻ്റെ ഇടയിൽ നിന്ന് നിങ്ങളോടല്ലത് പറയേണ്ടത് എഴുന്നേറ്റ് പോയവരോടാണ്. പക്ഷേ നമ്മൾ യു ആർ ദ ബ്രില്യൻറ്റ് സ്റ്റുഡൻസ്. ദാറ്റ്സ് വൈ ഐ ആം സെയിങ് ദാറ്റ് കൈൻഡ് ഓഫ് എത്തിക്വിറ്റ്സ് വി ഹാവ് ടു കീപ് ഓൾവേസ്, എസ്പെഷ്യലി ദിസ് കൈൻഡ് ഓഫ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങളൊരു സുപ്രീം ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, NIT എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അപ്പം നമ്മളുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ അത്തരത്തിലൂടെ നമ്മൾ ഒരു സ്കില്ലിങ്ങിലൊക്കെ അതുകൂടി ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വരുൺ ആ ലിസ്റ്റ് ഒന്ന് തരാമോ? നമ്മുടെ 3ാമത്തെ ലിസ്റ്റ്. ഹലോ, അരുന്ധതി AK, ദേവാനന്ദ് M. അരുന്ധതി AK, ദേവാനന്ദ് M. Day 3. പ്രണവ് ഇത് കഴിഞ്ഞതാണ്. പവൻസ് ഭാരതീയ വിദ്യാഭവൻ കഴിഞ്ഞു. നമുക്കിപ്പോൾ ഇനി പ്രസൻറ്റ് ചെയ്യാനുള്ള ലിസ്റ്റുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഇനി നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ? നീ പേരൊന്ന് വായിച്ചിട്ട് പിന്നെ അല്ല അത് വായിച്ചോന്ന് പറഞ്ഞു പ്രസൻറ്റ് ചെയ്യുന്നു. അത് പ്രസൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്.
റിദ സലീം KP, ബുഷ്ര CM ഉണ്ടോ? ഓക്കെ, ബാക്കിയുള്ളവരും കൂടി വിളിക്കണം. അടുത്തത് നബാൻ മൊയ്സ്, തേജസ് ശശി. ഉണ്ട് ഉണ്ട്, അവരല്ലേ? നെക്സ്റ്റ് അടുത്തത് സെൻഹാസെ. അനുശ്രാം എൻ. അനുശ്രാം ഉണ്ട് അല്ലേ? യെസ്. നെക്സ്റ്റ് അലൻ സന്ദീപ്. മുഹമ്മദ് ഹിസാൻ. ആൻഡോസി ജോയ്. നബാന മൊയ്സ്, തേജസ് ശശി അല്ലേ രണ്ടുപേരും. അനുശ്രാം. അലൻ സന്ദീപ്. നിങ്ങളല്ലേ ഫസ്റ്റ് ചെയ്യുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ബുഷ്ര CM, ഇത് റിദ സലീം. ഞങ്ങൾ കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ പ്രോജക്റ്റിൻ്റെ പേര് ബോട്ട് റെസ്ക്യൂർ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ബുഷ്ര CM ആൻഡ് ദിസ് ഈസ് റിദ സലീം. ഞങ്ങൾ കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത്. സോ ഞങ്ങൾ പ്രോജക്റ്റിൻ്റെ പേര് ബോട്ട് റെസ്ക്യൂർ. റീസെൻ്റായിട്ട് താനൂരിലൊരു ബോട്ട് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, 22 പേര് മരിച്ച്. സോ ആ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ താനൂരിൻ്റെ ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ട് 2 വാട്ടർ ലെവൽ സെൻസേഴ്സാണ്. അത് ബോട്ടിൻ്റെ 2 സൈഡ് വെക്കും.
അപ്പോൾ ഈ ആൾക്കാർ വരുമ്പോൾ എന്താ ബോട്ടിൽ വെയിറ്റ് കൂടുമല്ലോ. അപ്പോൾ വെയിറ്റ് കൂടുമ്പം താനേ ബോട്ട് താവും. അപ്പോൾ ഈ വാട്ടർ ലെവൽ സെൻസറിൽ നമ്മൾ മാക്സിമം വാല്യൂ വെക്കും. മാക്സിമം വാല്യൂ വെച്ച് കഴിഞ്ഞാൽ ഈ സെൻസേഴ്സ് താന്നു പോകുമ്പം ഒരേ ടൈമാണ് വെള്ളത്തിലേക്ക് താന്നു പോവുക. അപ്പം ഗ്രീൻ ലൈറ്റ് കത്തും. ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സേഫ്റ്റി അല്ല, മറിച്ച് എന്താണ് ഈ ബോട്ടിൽ ഓവർ വെയിറ്റ് ആയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ലിമിറ്റ് ആവണ വരെ ആ ഗ്രീൻ ലൈറ്റ് കത്തിക്കൊണ്ട് നിൽക്കും. പിന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ടിൽ ഒരു സൈഡിലേക്ക് കുറേ ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ ബോട്ട് ചെരിയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഭാഗത്താണ് ആൾക്കാർ കുറേ നിൽക്കണമെങ്കിൽ ബോട്ട് ഇങ്ങനെ ചെരിയും. അത് ചെരിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ രണ്ട് സെൻസേഴ്സിൽ ഒന്ന് വെള്ളത്തിലേക്ക് ഡീപ്പായിട്ട് പോകും, മറ്റേത് പൊന്തി നിൽക്കും. അപ്പോൾ വെള്ളത്തിലേക്ക് ഡീപ്പായിട്ട് പോണത് എന്താണ് റെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റെഡ് ലൈറ്റ് കത്തുമ്പോൾ എന്താണ് ഇപ്പോൾ അൺബാലൻസ്ഡ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് നമ്മൾ ഒരു എയർ ബാഗ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഈ ക്യാപ്റ്റൻ്റെ സീറ്റ് ഉണ്ടാവില്ല, അതിൻ്റെ അടുത്തൊരു എമർജൻസി സ്വിച്ച് ഉണ്ടാവും. അപ്പം ഈ ചെരിഞ്ഞ് നിൽക്കുന്ന ബോട്ടിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ എമർജൻസി ബട്ടൺ നിൽക്കുമ്പോൾ എയർ ബാഗ് വിത്തിൻ സെക്കൻഡ്സ് അത് ഫില്ലായിട്ട് സ്റ്റഡി പൊസിഷനിലേക്ക് വരും. അപ്പം ചെരിയാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത് ഫയറാണ്. ഫയർ നമ്മളിവിടെ ബോട്ടിൽ ഏതെങ്കിലും സ്ഥലത്ത് ഫയർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ഡിറ്റക്റ്റ് ചെയ്യും. സോ ഈ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. ബോട്ട് സേഫ് ആണോ അല്ലെങ്കിൽ ബോട്ട് ഡേഞ്ചറിലാണോ എന്നുള്ളത്. അവിടെ എല്ലാ കാര്യവും എടുത്തിട്ട് അത് GPS വഴി ബോട്ടിൻ്റെ ലൊക്കേഷൻ എടുത്തിട്ട് GSM വഴി ഞങ്ങൾ ബോട്ട്സിലേക്ക് അയക്കും. ഇനി അത് ഡേഞ്ചറിലാകുന്നുണ്ട് റെസ്ക്യൂസിനെ അയച്ചെടുക്കും. പിന്നെ ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ ലെവൽ പ്രിപ്പറേഷനിൽ വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ബോട്ടിൽ ആൾക്കാർ വരുന്നത് കൊണ്ടാണല്ലോ വെയിറ്റ് കൂടുന്നത്. സോ വരുന്നത് അപ്പോൾ തന്നെ വെയിറ്റ് അനുസരിക്കാം, വെയിറ്റ് കണക്കൂട്ടാം. എന്നിട്ട് വണ്ടി കണക്കൂട്ട് ഒരു മാക്സിമം ലെവലിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ എൻജിനെ എൻജിനെ ഓൺ ആവില്ല എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തിക്കുക. സോ ഈ ഇത്രയും കാര്യങ്ങളോട് നമുക്ക് ബോട്ട് ആക്സിഡൻറ്റ് ആവാനുള്ള അല്ലെ ബോട്ട് ആക്സിഡൻറ്റ് ആവാതിരിക്കാനുള്ള മാത്രമല്ല ആക്സിഡൻറ്റ് ആയിക്കാനുള്ള റെസ്ക്യൂ ചെയ്യാനുള്ള ടൈം കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു ഫോർ യർ ടൈം. നെക്സ്റ്റ് റാണി പബ്ലിക് സ്കൂളിലെ നെബ്ഹാൻ മൊയേസ് തേജസ് ശശി. ഇത് നെക്സ്റ്റ് സെഷൻ ചെയ്യാം. നെക്സ്റ്റ് സെൻഹ സെയിൻ കഴിഞ്ഞു. അനുഷ്ക റാം. power
ഹായ്, എൻ്റെ പേര് അനുഷ്കറാമൻ. ഞാൻ പഠിക്കുന്നത് CKGMHS സ്കൂളിലാണ്. ഞാൻ വരുന്നത് അയനിക്കാട് നിന്നാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആനിമൽ ഡിറ്റക്ടർ. ഈ ഒരു ഇൻസിഡൻസൊക്കെ ഞാൻ ന്യൂസ് പേപ്പർ വെറുതെ തുറന്നു നോക്കിയപ്പോൾ ഒക്കെ കണ്ടൊരു ഇൻസിഡൻസാണ്. ഞാൻ പിന്നെ ഗൂഗിളിലോ അങ്ങനെ കുറേ സംഭവത്തൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു ഇമേജസാണിത്. എല്ലാ ആളുകളും, ഐ മീൻ ഏറ്റവും കൂടുതലായിട്ട് കാടിനടുത്തൊക്കെ താമസിക്കുന്ന ആളുകളുടെ ഒരു പ്രധാന പേടി സ്വപ്നമാണ് വന്യമൃഗ ആക്രമണം. അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം അവരുടെ ജീവനും അവരുടെ സമ്പത്തും അവരുടെ പല പല കാര്യങ്ങളും അതിലൂടെ നഷ്ടമാകും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ കാടുകളിൽ മാത്രമല്ല നാടുകളിലും ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മുടെ വന്യമൃഗ ആക്രമണങ്ങളൊക്കെ കൂടി വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നമ്മളെ മനുഷ്യരുടെ സമ്പത്തും എല്ലാം ഇത് ഒരു കുഴപ്പത്തിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട റൂട്ട് കോസ് അല്ലെങ്കിൽ ഇത് വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നത്, അതായത് ഡീഫോറസ്റ്റേഷൻ, അതായത് മരം വെട്ടി നികത്തുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓവർ പോപ്പുലേഷൻ, അതായത് മൃഗങ്ങളുടെയൊക്കെ പോപ്പുലേഷൻ കൂടുന്നത്, അത് അവർക്ക് ഫുഡും പിന്നെ പല പല റിസോഴ്സസും കിട്ടാതിരിക്കാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ നാട്ടിലിറങ്ങി മനുഷ്യന്മാരുടെ കാര്യങ്ങൾ എടുക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോഴുള്ള ടെക്നോളജീസ് അതിനകത്ത് മെയിനായിട്ടും എലിഫൻറ്റ് പ്രൂഫ് ട്രഞ്ച്, അതെന്ന് പറയുന്ന ഒരു ക്ലാസിക് വേ ആണ്. അതായത് ആനയുടെ കുഴി കുഴിക്കുക. ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മഴക്കാലങ്ങളിലൊക്കെ ഇത് വരാൻ ചാൻസ് ഉണ്ട്. മണ്ണിടിഞ്ഞ് ആന പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മണ്ണ് മൂടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ സോളാർ പവർ ഫെൻസ്. ഈ സോളാർ പവർ ഫെൻസ് ഒരു പരിധിവരെയൊക്കെ തടയും. എന്നാലും വലിയ മൃഗങ്ങളെ, അതായത് ആനയൊക്കെ ആണെങ്കിൽ ആ ഒരു ചെറിയ വോൾട്ട് കൊണ്ടൊന്നും വിശന്ന് വരുന്ന ഒരു ആനയെ തടയാനായിട്ട് നമുക്ക് സാധിക്കില്ല. പിന്നെയുള്ളതാണ് ഇലക്ട്രിക് ഫെൻസിങ്. ഈ ഒരു ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് മൃഗങ്ങളെയൊക്കെ തടയും, എന്നാൽ ഇത് മൃഗങ്ങളുടെ ജീവന് വരെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ എൻ്റെ ഐഡിയയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എൻ്റെ ഈ ഒരു ഐഡിയ ഒരു ജീവനോ നഷ്ടങ്ങളോ വേദനകളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഒരു സംഭവമില്ലാതെ ഞങ്ങളിത് വരുന്ന മൃഗങ്ങളെ ലൈറ്റും അങ്ങനെ സൗണ്ടും ഒക്കെ വെച്ച് പോക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പ്രോജക്റ്റിനെ എന്നെ മെയിനായിട്ടും സഹായിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് വന്യമൃഗങ്ങളേത് സാധാരണ മൃഗങ്ങളേതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെയാണ് എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. മോഷൻ ഡിറ്റക്ഷൻ, അതായത് നമ്മുടെ ചലനം ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഒരു PIR സെൻസർ എന്ന് പറഞ്ഞൊരു സെൻസർ ഉപയോഗിച്ചിട്ടാണ്. എന്തെങ്കിലും ഉണ്ടായിട്ട് ഒരു ഇമേജ് പ്രോസസ്സിങ് അത് നടന്നിട്ട് ഇപ്പോൾ വൈൽഡ് ആനിമൽ ആണെന്ന് മനസ്സിലായാൽ അത് നേരെ എസ് ആണെങ്കിൽ താഴോട്ട് പോയിട്ട് ഒരു കോൾ ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ ഫ്ലാഷിങ് ലൈറ്റ്സും അതുപോലെ തന്നെ നല്ല സൗണ്ട് സിസ്റ്റം അവരെ ഓടിക്കാനായിട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ അല്ലെങ്കിൽ നോ ആക്ഷനിൽ പോയിട്ട് നേരെ സാധാരണ പോലെ തന്നെ പോവുകയും ചെയ്യും. ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഹാർഡ്വെയർ പാർട്സ് എന്ന് പറയുന്നത് റാസ്ബെറി പൈ 4 ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഹൈ ക്വാളിറ്റി ക്യാമറ വിത്ത് നൈറ്റ് വിഷൻ, പിന്നെ ഒരു മോണിറ്ററോ TVയോ സ്ക്രീനായാലും മതി, പിന്നെ PIR സെൻസർ. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയർ പാർട്സ് എന്ന് പറയുന്നത് പൈത്തൺ ഉപയോഗിച്ചിട്ടുണ്ട്. പൈത്തണാണ് ഞാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് പൈത്തണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ OpenCV, അത് ഞാൻ ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് OpenCVയും അതുപോലെ ടെൻസർ ഫ്ലോ ഒക്കെ ചെയ്തിരിക്കുന്നത്. കൊക്കോ ലൈബ്രറി ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്യാനായിട്ടാണ്. അതുപോലെ തന്നെ Twilio API അത് ഓട്ടോമാറ്റിക് കോളിങ്ങിനും വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, നമുക്ക് കാട്ടിലിറങ്ങി നാട്ടിലേക്ക് വരുന്ന മൃഗങ്ങളെ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അവരെ ഒരു പരിധി വരെ നമുക്ക് തിരിച്ചയക്കാനും സാധിക്കും. എൻ്റെ ഈ ഇതിൻ്റെ അധിക പ്രൊജക്റ്റിൻ്റെയും പ്രശ്നം ഇതാണ്. കാരണം പൈസ, അതായത് ബജറ്റ് എല്ലാ ഫാമേഴ്സിനും ഒതുങ്ങുന്നതാണോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് എല്ലാ സ്ഥലത്തും ഉണ്ടാവാറുണ്ട്.
ഈ ഒരു ഇതിന് മെയിനായിട്ട് പൈസ വരുന്നത് റാസ്ബെറി പൈ ആണ്. അതിന് ഏകദേശം 6600 സംതിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് ഏകദേശം 8700 അങ്ങനെ വരുന്നുണ്ട്. താങ്ക് യു. പേപ്പർ കട്ടിയോ സാറേ? അത് സാറേ സിസ്റ്റം object avoiding. Object avoided നെക്സ്റ്റ് നബ്ഹാൻ മൊയ്സ് തേജസ് ശശി. Hello everyone, my name is Nabhan Moez and this is Tejas Shashi and we're from Rani Public School, Vadagara. So today we're going to be presenting the obstacle avoider robot. This is our project. We worked very hard on it and we would like to show you how it works and how to build one. So first, what is an object avoiding robot? These are the items we would be discussing in the seminar. And so first we'd be discussing what an object avoiding robot is. Then we'd be discussing about how it works and how to build one. What is an obstacle avoiding robot? So that is an image of an obstacle avoiding robot. So this is an obstacle avoiding robot. Its main purpose is to avoid objects in its path. It is an intelligent robot which can avoid and overcome obstacles in its path. How does it work? The robot measures a distance of 4 meters, which is the maximum distance an ultrasonic sensor can measure. My friend Tejas would be explaining about the ultrasonic sensor even more. Hello everyone. So the ultrasonic sensor is one of the most important parts of an object avoiding robot. It sends ultrasonic sound waves which are inaudible to the human ear through objects, and when the object reflects back these ultrasonic sound waves, the ultrasonic sensor detects them and turns back and detects if there are any other objects around the main one and
turns to the other direction. So the ultrasonic sensor sends out ultrasonic waves, like he said, and it would, when it comes in contact with an object, it gets reflected. And the reflected wave would be taken back in by the ultrasonic sensor's receiver input. And it would be measuring the seconds it took to for how the ultrasonic sensor works. The waves, transmitter sends out ultrasonic waves, and an object reflects the echoes, which receives, and judging by the time, it can understand how far the object is. Now, how to build one. These are the items required for building a object avoider robot. You would need 4 motors, 4 wheels, 1 servo motor, 1 Arduino motor shield, 1 Arduino Uno, 2 battery cells, 4 batteries, and mainly an ultrasonic sensor. So this is the circuit of the connections. As you can see, the motors are connected to the digital cables of the Arduino Uno. And the ultrasonic sensors, echoes, and triggers are connected to other digital pins. So you can find the code for this thing on the web. Thank you. Next session, Alan Sandeep, GHSS Shore Road. ഹലോ, എൻ്റെ പേര് അലൻ സന്ദീപ്. My name is Ahmad Afham, Adnan Ashik, and Shefin Roshan. We are introducing a project. Its name is Auto Detector, and we are coming from Makras Public School, Koilandi. ഹലോ, ഈ ഓഡോ ഡിറ്റക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും എന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സോ ടോയ്ലറ്റിലെ സ്മെല്ല്, പബ്ലിക് ടോയ്ലറ്റിലെ സ്മെല്ലിന് കാരണമായിട്ടുള്ളത് അമോണിയ എന്ന ഗ്യാസാണ്. ഇതാണ് നമുക്ക് സ്മെല്ലായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ അമോണിയ നമ്മളിതാ ഈ കാണുന്ന ഈ ബോട്ടിലിൽ എന്താക്കുന്നു, കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫില്ല് ചെയ്ത് വെക്കുന്നു. അത് ഓരോ ഇൻ്റർവെൽ ഓഫ് ടൈം ആകുമ്പോൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ കണ്ടെയ്നറിലേക്ക് വന്ന് വീഴും. അപ്പോൾ ഈ വന്ന് വീണ ഹൈഡ്രോക്ലോറിക് ആസിഡും പിന്നെ ടോയ്ലറ്റിൽ പ്രസൻ്റ് ആയിരിക്കുന്ന അമോണിയം ഗ്യാസും തമ്മിലൊരു റിയാക്ഷൻ നടക്കുന്നു. അങ്ങനെ അമോണിയം ക്ലോറൈഡ് എന്ന പുതിയൊരു ഗ്യാസ് അവിടെ ഫോമാണ്. അപ്പോൾ ഈ അമോണിയം ക്ലോറൈഡ് എന്ന ഗ്യാസിൽ നിന്ന് വരുന്ന സ്മോക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന MQ2 സെൻസർ എന്താകുന്നു, സെൻസ് ചെയ്തെടുക്കുന്നു. ആ സെൻസ് ചെയ്തെടുത്ത MQ2 സെൻസർ എന്താകുന്നു, ഇൻഫോർമേഷൻ ആർഡിനോ ബോർഡിലേക്ക് കൊടുക്കുന്നു, ആർഡിനോ യൂണോയിലേക്ക്. ഈ ആർഡിനോ യൂണോയിലേക്ക് ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ചിരിക്കുന്ന ഈ വാട്ടർ പമ്പ് എന്താക്കുന്നു, ഓട്ടോമാറ്റിക്കലി വാട്ടർ പമ്പ് ചെയ്ത് അത് ക്ലീൻ ആക്കാൻ തുടങ്ങുന്നു. 5 മിനിറ്റ് സോപ്പ് വാട്ടർ വെച്ച് ക്ലീൻ ചെയ്യുകയും 1 മിനിറ്റ് ഫ്രഷ് വാട്ടർ വെച്ച് ക്ലീൻ ചെയ്യുകയാണ് ഇതിൻ്റെ പ്രവൃത്തി. പിന്നെ ഈ ക്ലീനിങ് നടക്കുന്ന സമയത്ത് ടോയ്ലറ്റിലേക്ക് ആരും വരാതിരിക്കാൻ ഒരു ലൈറ്റ് അതിൻ്റെ പുറത്ത് ബ്ലിങ്കായി നിൽക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഇനിയും ഫീച്ചേർഡായിട്ട് ചെയ്യാനുള്ള അഡ്വാൻസ്ഡ് ടെക്നിക്സ് എൻ്റെ ഫ്രണ്ട് പറയുന്നത്. ഇതിനിപ്പോൾ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇതിലൊരു GSM മൊഡ്യൂൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ GSM മൊഡ്യൂൾ ഇതിപ്പോൾ പബ്ലിക് ടോയ്ലറ്റ്സിൽ എന്ന് പറയുമ്പോൾ ഓരോ ടോയ്ലറ്റ്സിന് ഓരോ സ്റ്റാഫാണ് ഉണ്ടാവുക, ഓരോ ക്ലീനേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ഈ GSM മൊഡ്യൂൾ ഫസ്റ്റ് നമ്മൾ കോഡിങ്ങിന് കൂടെ തന്നെ അവരുടെ നെയിം, ടോയ്ലറ്റ് നമ്പർ, കൂടാതെ അവരുടെ ഫോൺ നമ്പറും കൂടി ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുക. അതാവുമ്പോൾ ഇതിപ്പോൾ അമോണിയ അത് ഡിറ്റക്ട് ചെയ്യും. അമോണിയ ഡിറ്റക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ടോയ്ലറ്റ് ഹൈജീനിക് ആണെന്ന് അറിയാൻ നിങ്ങളുടെ കൂട്ടുകാരുടെ കണ്ടുപിടുത്തങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷനാണ്. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ സെഷൻ തുടങ്ങും. നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഇന്ന് വന്നവരുണ്ടാവും. ഇതിൻ്റെ 2-3 ദിവസമായിട്ട് നമ്മളെ സെമിനാറുകളൊക്കെ കാണാത്തവരുണ്ടാവും. നിങ്ങൾക്കത് നഷ്ടമാവുന്നില്ല. നമ്മുടെ യൂട്യൂബ് ലിങ്കിലൂടെ നിങ്ങൾക്ക് എല്ലാ സെഷൻസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി കാണാം. നെക്സ്റ്റ് സെഷൻ ഇപ്പോൾ തുടങ്ങും. ഒരു 5 മിനിറ്റ്.
Jijo is an entrepreneur, a mechanic, an engineer, and as well as a good teacher too. I welcome Jijo. He will explain what he is, so I am not giving any introduction to you. I think it will be an inspiration for you that what is the milestone you have till completed, as well as the different activities and works they are doing here in the TBI. I told you already, TBI എന്ന് പറഞ്ഞെങ്കിൽ ടെക്നിക്കൽ ബിസിനസ് ഇൻക്യുബേഷൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് NITയിലെ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ള വളരെ വിസ്മയകരമായിട്ട് അവർ നടത്തി വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് സംവദിക്കും. അതിന് വേണ്ടിയിട്ട് മറ്റൊരു മുഖവരെയും ഇല്ലാതെ ഡിജോയെ ക്ഷണിക്കുന്നു. താങ്ക് യു. Hello. Yes. So, good afternoon everyone. ഇതങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു സെഷനൊന്നുമല്ല. റിലാക്സ്. സംസാരിക്കേണ്ടവർക്ക് സംസാരിക്കാം, ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം. നോട്ട് എ പ്രോബ്ലം. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കഴിച്ചോ? കേൾക്കുന്നില്ല. കഴിച്ചോ? ഓക്കെ, ഗുഡ്. ജസ്റ്റ് ഞാൻ ഏതൊരു സെഷൻ എടുക്കായാലും, സെഷനോ ക്ലാസ്സോ ടോക്കോ എന്തായാലും, ഐ വാണ്ട് ടു നോ ദ ഓഡിയൻസ്. സോ എത്ര പേര് 10ാം ക്ലാസ്സിന് താഴെയുള്ളവരുണ്ട്? ഓക്കെ, മെജോറിറ്റി 10ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളാണ്. എത്ര പേര് 8ാം ക്ലാസ്സിനും താഴെയുള്ളവരുണ്ട്? എൻ്റെ പൊന്നു, എത്ര പേരുണ്ട്? 5ാം ക്ലാസ്സിനും താഴെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, 6ാം ക്ലാസ് ആരെങ്കിലും ഉണ്ടോ? 7? ഓക്കെ, അപ്പോൾ 7ആണ് മെയിനായിട്ട്. ശരി. 10ാം ക്ലാസ്സിൽ ഫൈനൽ ഇയർ എക്സാം എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, +1 ഉണ്ടോ ആരെങ്കിലും? +1, +2? ഓക്കെ. അധ്യാപകർ എത്ര പേരുണ്ട്? ഒരാൾ. ഫൈൻ. ഇതിലൊന്നും പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഗുഡ്. ഓക്കെ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാനുണ്ട്. നമ്മൾ 10ാം ക്ലാസ് എത്തുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് കേൾക്കാറുള്ളത്? നിങ്ങൾക്ക് കുറച്ച് കയറിയിരിക്കണമെങ്കിൽ കയറിയിരിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കേൾക്കുന്നില്ല എനിക്ക്. ഒരാൾ പറയോ? ഒരാളെന്ന് പറയോ? കേൾക്കുന്നില്ല. ഫുൾ A+. ഓക്കെ. പിന്നെ കേൾക്കുന്നൊരു കാര്യം എന്തായിരിക്കും? ഒരു +1, +2 എന്താ കേൾക്കുക? എന്ത്? ഒരാൾ പറ. ടേണിംഗ് പോയിന്റോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. എന്ത് ടേണിംഗ് പോയിന്റ്? +2 ആണ് ടേണിംഗ് പോയിന്റ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഫുൾ A+ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്? നിങ്ങൾക്കൊന്നും ആഗ്രഹമില്ല? ഓക്കെ, നല്ല കാര്യമല്ലേ? ഫുൾ A+ മോശമല്ലല്ലോ. അപ്പൊ ഫുൾ A+ കിട്ടിയുള്ള ഗുണങ്ങൾ എന്താണ്? ഒരാൾ പറയോ? മോള് പറയോ? കുറിയൊക്കെ തൊട്ടിരിക്കണത്. യെസ്, യു. എനിക്ക് പറ. എന്നാ രണ്ടുപേരും പറ, കുഴപ്പമില്ല. നല്ല ജോലി കിട്ടും. ഓക്കെ. എന്താണ് നല്ല ജോലി? സാലറി. ഓക്കെ. അപ്പോ സാലറി മാത്രമാണോ ഒരു നല്ല ജോലി? ഒരാൾ പറയാം. കന്നഡ വെച്ച് കുട്ടി പറയോ? മോളെന്നെ പറയാം. പാഷൻ. ഓക്കെ. എന്താണ് ഈ പാഷൻ? പാഷൻ എന്തോ? എനിക്ക് പാട്ട് പാടാൻ എൻ്റെ പാഷനാണ്. പക്ഷെ എനിക്ക് പാടാൻ അറിയില്ല. ഞാൻ പാടി നിങ്ങളൊക്കെ ഓടിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരു ജോലി ചെയ്താൽ നിങ്ങൾക്ക് കാശ് കിട്ടോ? ചാൻസ് കുറച്ച് കുറവാണ്. നമുക്ക് എന്തിനാ കാശ്? ഓക്കെ. ജീവിക്കാൻ അപ്പോൾ എത്ര പൈസ വേണം?
ഇപ്പം നിങ്ങൾക്ക് ജീവിക്കാൻ എത്ര പൈസ വേണം? ഒരു 100 വീട്ടിൽ മതിയാവോ? ഐസ്ക്രീം വാങ്ങാം, വണ്ടിക്ക് കൂലി കൊടുക്കാം, മതിയോ? ഒരു 1000 കിട്ടണം. ഓക്കെ, ശരി. നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ചാൽ എന്താ പറയുക? കുറച്ചും കൂടി അധികം പൈസ വേണ്ടി വരും അല്ലേ? ശരിയല്ലേ? യാ. സോ എനിക്കിപ്പോഴത്തെ ട്രെൻഡുകൾ എന്താണെന്ന് അറിയില്ല. എൻ്റെ ലൈഫിൽ ഒരു 10ാം ക്ലാസ് സമയത്ത് ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അതേപോലെ എന്താണ് നമ്മുടെ സാറ് പറഞ്ഞ പോലെ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതുകൊണ്ട് വലിയ ഭീകരമായ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. സോ 10ാം ക്ലാസ് സമയത്ത് എപ്പോഴും ഞാൻ ചെറുപ്പത്തിൽ കേട്ടിരുന്ന ഒരു കാര്യമായിരുന്നു, ഇനി 10ാം ക്ലാസ് എന്ന് ചോദിച്ചാൽ ജീവിതത്തിലെ +2 അല്ല, 10ആയിരുന്നു ടേണിംഗ് പോയിന്റ്. ഈ 10ാം ക്ലാസ്സിലൊരു കടമ്പയാണ്, അത് കഴിഞ്ഞാൽ ജീവിതം സെറ്റായി. 10ാം ക്ലാസ്സിലെ മാർക്കാണ് വാട്ട് ഡിസൈഡ്സ് ഹൂ യു ആർ ഗോയിങ് ടു ബിക്കം, എല്ലാം അതാണ്. 10ാം ക്ലാസ്സിൽ വലിയ മോശമില്ലാത്തൊരു മാർക്ക് കിട്ടി. ഫുൾ A+ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. എന്തോ 1-2 A+ ഒക്കെ കുറവായിരുന്നു. ഒരു കുഴപ്പമില്ലാത്തൊരു സ്ഥലത്തും അഡ്മിഷൻ കിട്ടി. അപ്പോൾ 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ വിചാരിച്ചു ഓക്കെ, എല്ലാ ടെൻഷനും കഴിഞ്ഞു. എന്നിട്ട് +1 അഡ്മിഷൻ കിട്ടിയപ്പോൾ മനസ്സിലായി ഏറ്റവും വലിയ ദുരിതം 10ാം ക്ലാസ് പരീക്ഷയല്ല, +1ഉം +2 ആണ്. +1 പഠിക്കുന്ന ആരുള്ള ഇവിടെ? എന്താ തോന്നണേ? എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ? 10ാം ക്ലാസ് പോലെയാണോ? ബുദ്ധിമുട്ടാണ് അല്ലേ? ഓക്കെ. ഇനി +2 പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? +2 എങ്ങനെയാ? +1 ബുദ്ധിമുട്ടാണോ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താ ആഗ്രഹം? എഞ്ചിനീയറോ ഡോക്ടർ, എങ്ങനെയാണ്? അതല്ല ഏറ്റവും കൂടുതൽ കേൾക്കണ ചോദ്യം. ഞാൻ ചെറുപ്പത്തിൽ അതേ കേട്ടിരുന്നത്. എൻ്റെ ചേട്ടൻ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി പുള്ളി മെഡിക്കൽ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി പുള്ളിക്ക് MBBS അഡ്മിഷൻ കിട്ടി. അപ്പോൾ പിന്നെ എല്ലാവരും എന്നെ നോക്കി തുടങ്ങി, ഇവൻ എന്നിട്ട് ആവാ. ദർ വാസ് ഹ്യൂജ് പ്രഷർ മാൻ. ചിലരൊന്നല്ല, എൻ്റെ ചേട്ടൻ ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നു. അപ്പോൾ പുള്ളിക്കാരന് ഫസ്റ്റ് റാങ്ക് ഒക്കെയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ മാർക്കൊക്കെ നല്ല മോശമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഏറ്റവും വലിയ പ്രശ്നം, എൻ്റെ ചേട്ടൻ്റെ പേര് അലോജ് എന്നാണ്, എൻ്റെ പേര് ഡിനോജ് എന്നാണ്. അലോജിൻ്റെ ബ്രദർ അല്ലേ, എന്താ ഇങ്ങനെയൊക്കെ മാർക്ക് മോശമാവണേ? എത്ര പേർക്ക് ഈ ഒരു കാര്യം തോന്നിയിട്ടുണ്ട്? ആ 2 കൈ വെക്കുന്നുണ്ട് എൻ്റെ പൊന്നു. നിങ്ങൾക്ക് 2 ചേട്ടന്മാരുണ്ടോ? ഓ അവിടെ. ഓക്കെ ഓക്കെ, ശരി. എനിവേസ്, അപ്പോൾ അത് എന്താ കഥ? നിങ്ങൾക്ക് എന്താ തോന്നണേ? എനിക്ക് പോളിടെക്നിക്കൊക്കെ പഠിച്ച് ഇങ്ങനെ ഇരിക്കാനായിരുന്നു ആഗ്രഹം. ഒരു നാട്ടിലൊരു വർക്ക്ഷോപ്പൊക്കെ തുടങ്ങണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ പിന്നെ പ്രഷറായപ്പോൾ ഇങ്ങനെ MBBSന് ഈക്വലൻ്റ് മെഡിസിൻ എന്തായാലും എനിക്ക് താല്പര്യമല്ല, എന്നാൽ പിന്നെ എഞ്ചിനീയറിംഗ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എഞ്ചിനീയറിംഗ് എടുത്തു. അപ്പോൾ എഞ്ചിനീയറിംഗ് എടുത്തപ്പോൾ എനിക്ക് കാര്യങ്ങളിങ്ങനെ ഈ ശാസ്ത്രമേളയ്ക്ക് ഓരോ പിള്ളേർ ഇപ്പോൾ ഓരോ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടില്ലേ, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താണ്, അതൊരു തൊഴിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ മോഡൽ ആരുണ്ടാക്കിയത് ഇവിടെ ഇരിക്കണത്? ഒരു ആനയുണ്ട് ഇതിനകത്ത്, ഒരു ആനയുണ്ട്. ഇത് ആരുണ്ടാക്കിയ മോഡൽ? ആരുണ്ടാക്കിയത്? ആളില്ല. ഓക്കെ. അപ്പോട്ടെ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവല്ലോ, ഇങ്ങനെ ശാസ്ത്രമേളയ്ക്കോ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു മോഡൽ ഉണ്ടാക്കി, ഈ മോഡൽ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യോ? ഗ്രേസ് മാർക്ക് കിട്ടിയാൽ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളൊരു പടം വര കോമ്പറ്റീഷന് പോയി, പടം വരയിൽ ഫസ്റ്റ് കിട്ടിയാൽ ചിലപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, ഗ്രേസ് മാർക്ക് കിട്ടാതിരിക്കാം. ഓക്കെ. അപ്പോൾ അതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്തിട്ട് ഉപകാരം? അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ ഒരാൾ, ഇപ്പോൾ കാല് വയ്യാത്ത ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരാളെ സഹായിച്ചു. അപ്പോൾ അങ്ങനെ ഒരാളെ സഹായിച്ചാൽ നമുക്ക് എന്താ ഉപകാരം? നമുക്ക് ഫുൾ A+ കിട്ടുമോ? എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടുമോ? നിങ്ങളിപ്പോൾ മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിന് ഞാൻ സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അപ്പോൾ പിന്നെ എന്താ ഉപകാരം? അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്നെ കേട്ടു, അല്ലെങ്കിൽ ഇവിടെ പ്ലാസ്മ വർക്ക്ഷോപ്പിന് വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ISRO ഡയറക്ടറോ ഹൂവർ, നിങ്ങൾ കുറേ ആൾക്കാരെ കണ്ടു, സംസാരിച്ചു. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ശരിക്കും ഉപകാരമുള്ളത്? എന്താണ് എക്സ്പീരിയൻസ്? എന്താ തോന്നുന്നത്? എന്താണ് എക്സ്പീരിയൻസ്? പലപ്പോഴും 40 കൊല്ലോ 30 കൊല്ലോ നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരാളേക്കാൾ നന്നായിട്ട് ചിലപ്പോൾ ഒരു ബസ് ഡ്രൈവർ ആണെന്ന് വിചാരിക്കും. ചിലപ്പോൾ ഒരു 5 കൊല്ലോ 6 കൊല്ലോ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും നന്നായിട്ട് വണ്ടി ഓടിക്കുക. ആയിക്കൂടെ? നിങ്ങളുടെ അധ്യാപകരിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വളരെ യങ് ആയിട്ടുള്ളൊരു ഫാക്കൽറ്റി വന്ന് എടുക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവുന്നത്. അത് തോന്നിയിട്ടുണ്ടോ? അത് അപ്പോൾ ഈ എക്സ്പീരിയൻസ് എന്താ? ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഇതിലേക്കൊക്കെ വരാം, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ അങ്ങനെ കാട് കയറി പോണതല്ല, കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു. ഇനിയിപ്പോൾ എത്ര പേര് എഞ്ചിനീയറിംഗിൽ പ്ലാൻ ഉണ്ട്? ഓക്കെ, ഏത് എഞ്ചിനീയറിംഗ് ആണ് താല്പര്യം?
കമ്പ്യൂട്ടർ സയൻസ് ഏതാണ്? സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ ആർക്കും ഇല്ല? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഓക്കെ, മെക്കാനിക്കൽ, ഗുഡ്. ശരി, പിന്നെ ഏതാണ് താല്പര്യം? ഈസി, ഓക്കെ, ഗുഡ്. ശരി, അതെന്തുകൊണ്ടാണ് ഈസി താല്പര്യമാണെന്ന് പറഞ്ഞത്? മെക്കാനിക്കൽ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ? എങ്ങനെയാണ് അതിൻ്റെ തോട്ട് പ്രോസസ്സ്? ആ ആ ഓക്കെ. അപ്പോൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ മോളുടെ പേരെന്താണ്? മുഷ്ര. ഓക്കെ, എനിവേസ് ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ് ഫോർ മീ, സോ ഐ ഡോണ്ട് വാണ്ട് ടു മിസ്പ്രൊനൗൺസ് ഇറ്റ്. സോ പുള്ളിക്കാരിക്ക് ആവേണ്ടത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആവണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് സെക്കൻഡ് ഓപ്ഷനായിട്ട് തന്നെ മെക്കട്രോണിക്സ്, റോബോട്ടിക്സ്. സോ ഇതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, മെക്കട്രോണിക്സ് എന്ന് പറഞ്ഞാലും റോബോട്ടിക്സ് എന്ന് പറഞ്ഞാലും അതിൽ ഇലക്ട്രോണിക്സ് മാത്രമാണോ വരണേ? അതിലൊരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഓഷ്യനോഗ്രഫി എന്ന് പറഞ്ഞൊരു ഡൊമൈൻ, അല്ലെങ്കിൽ പോട്ടെ മെക്കട്രോണിക്സ്, ഒരു ചുമ്മാ ഒരു റോബോട്ട്, അല്ലെങ്കിൽ വേണ്ട ഈ ഒരു മൈക്ക്. ഈ മൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണോ മെക്കാനിക്കൽ ഡിവൈസ് ആണോ? ഇലക്ട്രോണിക് എന്നും പറയാൻ പറ്റില്ല, മെക്കാനിക്കൽ, രണ്ടുമുണ്ട്. കാരണം മൈക്ക് എന്ന് പറഞ്ഞ ടെക്നോളജി ഒരു ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ ഈ മൈക്കിൻ്റെ ബോഡി, ഇതിൻ്റെ ഒരു ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ മൈക്രോഫോണിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ ഒരു പക്ഷേ മെക്കാനിക്കൽ ഡൊമൈനിൽ വരുന്നൊരു കാര്യമായിരിക്കും. ഇപ്പം നിങ്ങളിരിക്കുന്ന കസേര, അതെന്ത് എഞ്ചിനീയറിംഗാണ്? മെക്കാനിക്കൽ. ഇവിടെ പറയുന്നു ഡിസൈൻ എഞ്ചിനീയറിംഗ്. നിങ്ങളുടെ സ്കൂളിലുള്ള മരത്തിൻ്റെ ഒരു കസേര ഉണ്ടെന്ന് വിചാരിക്കും, അതും നിങ്ങളിരിക്കുന്ന ഇപ്പം ഇരിക്കുന്ന സീറ്റും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇപ്പം ഇരിക്കുന്ന സീറ്റ് കംഫർട്ട് കൂടുതലാണ്, കുറേ നേരം ഇരുന്നാലും നല്ല സുഖമുണ്ട് അല്ലേ, ഫോൾഡബിൾ ആണ്. ഇപ്പോൾ പിന്നെന്താണ്? ഓക്കെ, ഒരു വ്യത്യാസമുണ്ട്, ശരിയല്ലേ? പിന്നെ കാണാനും ഭംഗിയുണ്ട്. സംഭവം മനസ്സിലായോ? ഓക്കെ, അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മെക്കാനിക്കൽ, സിവിൽ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിട്ടാണ് പഠിക്കുക. അത് പഠിപ്പിക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിലബസാണ്. അതാണ് ബേസിക്കലി സിലബസ് എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഹിന്ദി ക്ലാസ് എടുക്കുമ്പോൾ അതിനകത്ത് സയൻസും കൂടി പറഞ്ഞാൽ എന്താവും? കൺഫ്യൂഷൻ ആവും, ശരിയല്ലേ? അത് നല്ല കാര്യം പറയണമെന്നുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതൊക്കെ പഠിച്ച് ഒരു ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം പ്രോബ്ലം സോൾവിങ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഇരിക്കാനൊരു കസേര വേണം, നല്ല സമാധാനമായിട്ട് സന്തോഷത്തിലിരിക്കാൻ നല്ല കസേര വേണം. അപ്പോൾ നല്ല കസേര ഡിസൈൻ ചെയ്യുക, നല്ല കസേര ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു രോഗി പോകുന്നു, ആ രോഗി എന്തിനാ പോണത്? അയാളുടെ അസുഖം മാറാനല്ലേ. ഡോക്ടർ എന്താ ചെയ്യണേ? ആ രോഗിയുടെ ഒരു പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്യണേ, അല്ലേ? ആ ഡോക്ടർ പഠിച്ചിട്ടുള്ള ആ ഒരു നോളജ് വെച്ചിട്ട് ആ രോഗിയുടെ പ്രശ്നം പരിഹരിക്കണം. ഇപ്പം ഇതേ ഒരാൾ ഒരു മന്ത്രിയുടെ അടുത്തേക്കോ ഇപ്പോൾ പൊളിറ്റീഷ്യൻ്റെ അടുത്തേക്ക്, ഇപ്പോൾ നമ്മുടെ മുന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് മരിച്ചതിന് ശേഷം നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് പേര് പുള്ളി ചെയ്ത ഉപകാരങ്ങളെ പറ്റിയൊക്കെ നന്ദി പറയണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പുള്ളി ഒരു ഡോക്ടറല്ല, പക്ഷെ എങ്ങനെയാണ് ഒരു അസുഖമുള്ള ഒരാൾക്ക് ഒരു പ്രശ്നം പരിഹരിച്ചത്? ഒരുപക്ഷെ പൈസ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പൊളിറ്റിക്കൽ പവർ വെച്ചിട്ടായിരിക്കാം. അപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതെന്തിനാണ് നമ്മൾ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കണേ? ഇവിടെ നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടെത്തി, നമ്മൾ എന്തിനാ ചെയ്യണത്? എന്തിനാ ചെയ്യണേ? നമ്മൾ എന്തിനാ പഠിക്കണം? നമ്മൾ എന്തിനാ ജീവിക്കണതൊക്കെ? കുറച്ച് ഫിലോസഫിക്കലാണ്, ഡിസൈനറാണ് ഞാൻ, അതുകൊണ്ട് കുറച്ച് ഫിലോസഫിക്കലായിട്ടേ പറയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ചിലപ്പോൾ നമ്മുടെ സാറുമാർ ചോദിക്കാറില്ലേ, എന്തിനാ നീയൊക്കെ? നമുക്കൊരു അവസരം കിട്ടി ജീവിക്കാൻ. അപ്പം നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ ഒരു ബെറ്റർ ആക്കുക, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ? ഇപ്പോൾ റോഡുകളിൽ കുഴി ഉണ്ടെങ്കിൽ നമ്മൾ വലുതായി വരുമ്പോൾ പുതിയ ടെക്നോളജിയോ പുതിയ കാര്യങ്ങളോ കണ്ടുപിടിച്ച് ഈ കുഴികളില്ലാത്ത റോഡ് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? ഇപ്പോൾ കൊറോണ വന്നു അല്ലെങ്കിൽ അസുഖം വന്നു, ഞാനൊരു നല്ല ഡോക്ടറോ നല്ലൊരു നേഴ്സോ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമുക്ക് പറ്റും, ശരിയല്ലേ? അപ്പം അങ്ങനെ ഒരു കാര്യം പരിഹരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ,
ഇപ്പോൾ റോഡുകളിലെ കുഴി എന്ന് പറയുന്ന ഒരു കാര്യം കൺസിഡർ ചെയ്യാം. റോഡിലെ കുഴി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്തിനാ ചെയ്യുക? മണ്ണിട്ട് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ടാറിട്ട് പാച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു മെറ്റീരിയൽ നമുക്ക് കണ്ടുപിടിക്കാം. ശരിയല്ലേ? കുഴി ഉണ്ടായ എന്താ പ്രശ്നം? ബൈക്കുകാരൻ പോയാൽ കുഴി വീണ് ചിലപ്പോൾ മരിച്ചു പോകും. അപ്പോൾ ഞാനൊരു ഇലക്ട്രോണിക് എഞ്ചിനീയർ ആണെങ്കിൽ ആ പ്രശ്നം ഒരുപക്ഷെ എനിക്ക് ആ ബൈക്കിലൊരു സെൻസർ വെച്ചു, കുഴി കണ്ട മേ ബി ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കും, അല്ലെങ്കിൽ ഒരു വാർണിംഗ് സിസ്റ്റം പോവും. എൻ്റെ ഇലക്ട്രോണിക് നോളജ് വെച്ച് എനിക്ക് അങ്ങനെ സോൾവ് ചെയ്യാം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മളൊക്കെ ചെയ്യുന്നത് ആത്യന്തികമായിട്ട് പറഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവിങ് ആണ്. വി ആർ ട്രൈങ് ടു മേക്ക് എ ബെറ്റർ വേൾഡ്. നമുക്ക് ഈ ലോകം ഇപ്പം എങ്ങനെയാണോ ഉള്ളത്, നമ്മൾ അതിനേക്കാൾ കുറച്ചും കൂടി നന്നായിട്ട് എന്താ പറയുക അത് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ താങ്കളിപ്പോൾ താങ്കളുടെ സ്കൂളിൽ പഠിക്കുകയാണ്. പഠിച്ചിട്ട് 10ാം ക്ലാസ് പാസ്സായി പോരുമ്പോൾ അധ്യാപകർക്കായാലും നിങ്ങളുടെ ജൂനിയേഴ്സിനായാലും പറയാൻ പറ്റണം, ഓ ആ ചേട്ടൻ ഉണ്ടായിരുന്നു, ആ ചേട്ടനൊരു നല്ല മാതൃക കാണിച്ചു തന്നു, അതുകൊണ്ട് നമുക്കും അത് ഫോളോ ചെയ്ത് അങ്ങനെയാണത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രസ് ആയിട്ട് പോകണം. ഓക്കെ, ഇനി എൻ്റർപ്രണർഷിപ്പ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ എത്ര പേർക്കൊരു സംരംഭകനാകാൻ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ ആവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അതിനെന്താ വേണ്ടേ? എന്ത് ഡിഗ്രിയാണ് വേണ്ടേ ഒരു സംരംഭകന്? എന്ത് ഡിഗ്രിയാണ് വേണ്ടേ? എന്ത് പഠിപ്പാണ് വേണ്ടേ? എഞ്ചിനീയർ ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു സംരംഭകനാവോ? എങ്ങനെയാ ഒരു സംരംഭകൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ എങ്ങനെയാണ് ഉണ്ടാവണം? കുറേ പേർക്ക് ആവണമെന്ന് കൈകൾ പൊക്കിയിട്ടുണ്ട്. എല്ലാവരും നല്ല കാര്യമാണെന്ന് പറഞ്ഞ് പേപ്പറിലൊക്കെ വരും, ഇന്ന സ്റ്റാർട്ടപ്പ് വന്നു, ഇന്ന ഫൗണ്ടർ വന്നു. ആരെങ്കിലും കുറച്ച് പേരൊന്ന് കൈ പൊക്കിയ ആൾക്കാർ ആൻസർ പറഞ്ഞാൽ നന്നായി. അധ്യാപകർക്കും വേണമെങ്കിൽ പറയാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പറയടാ, നീ അല്ലേ എഞ്ചിനീയർ ആവണ്ടേ? CS. പറയടാ, തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നാണും മടിയുള്ളവരൊന്നും എൻ്റർപ്രണർ ആവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ മോള് പറയണത് സൊസൈറ്റിക്ക് ഉപകാരമുള്ള പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ല, അത് കുഴപ്പമില്ല, പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. മൈക്ക് വേണ്ട, മൈക്ക് എനിക്കിഷ്ടമല്ല, ബുദ്ധിമുട്ടായിരിക്കും, എൻ്റെ തൊണ്ട പോവും. ഓക്കെ, സോ ഒരു എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്താണ്? ഒരു കമ്പനി. ഇപ്പോൾ എൻ്റെ കമ്പനിയുടെ പേര് മെഡ്ജിയോർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്, MEDGYOR പ്രൈവറ്റ് ലിമിറ്റഡ്. അംബാനിയുടെ കമ്പനിയുടെ പേരെന്താ? റിലയൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, വാട്ടെവർ. പുള്ളി എന്താണ്? ആളുടെ കമ്പനിയുടെ ഡയറക്ടറാണ്, ഞാൻ എൻ്റെ കമ്പനിയുടെ ഡയറക്ടറാണ്. ടെക്നിക്കലി ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡെസിഗ്നേഷനാണ്, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. പുള്ളിയുടെ കേസിൽ നമ്മൾ പറയാം റിലയൻസ് കമ്പനി എന്ന് പറയും, എൻ്റെ കേസിൽ മെഡ്ജിയോർ സ്റ്റാർട്ടപ്പ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ എത്ര പേര് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ട്? എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ വാടാ, ഇങ്ങോട്ട് വാ. എനിക്ക് പണ്ട് ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ വരാനൊക്കെ. ഇങ്ങനെ കൈ അടിക്കണോടാ, വാ എല്ലാവരും കൈ അടിക്കുക. ഇതാ വന്നില്ല. പേരെന്താടാ എൻ്റെ? നബ്ഹാൻ. ഓക്കെ, യാ. അപ്പോൾ എന്താണ് ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് തമ്മിലുള്ള വ്യത്യാസം? എൻ്റെ അഭിപ്രായത്തിൽ കമ്പനി ഒരു നല്ലോണം ഡെവലപ്ഡായി നല്ല ഫൈനാൻഷ്യലി സ്റ്റേബിളായൊരു ഒരു ഗ്രൂപ്പാണ്. പക്ഷേ ഇതിലൊരു സ്റ്റാർട്ടപ്പ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. കമ്പനി ഓൾറെഡി ഇമ്പ്രൂവ്ഡ്, ബെറ്റർ ഫൈനാൻസ് എല്ലാം ഓക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. ബേസിക്കലി എൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, സോ അല്ല, നിങ്ങളിങ്ങനെയൊക്കെ ആൻസർ ചെയ്യാൻ വളരെ സന്തോഷം കേട്ടോ, സത്യം പറയാലോ. പലപ്പോഴും വലിയ കോളേജുകളിൽ നിന്ന് പോലും ഇങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ ഒന്നും വരാറില്ല. ഓക്കെ, അത് വേറെ ഒരു ഡിസ്കഷനാണ്, അത് പിന്നെ സംസാരിക്കാം നമുക്ക്. എന്തായാലും ഇപ്പോൾ മോൻ പറഞ്ഞ മാതിരി ഈ കമ്പനിയും ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഡിഫറൻസ് പറഞ്ഞു. ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് ഒരു കമ്പനി ആയിട്ടില്ല, അല്ലേ? ഒരു കമ്പനി ആവണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്സിന് ബേസിക് ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ക്ലിയർ ആൻസർ ഒന്നും ഇല്ല. ഓക്കെ, എല്ലാം ഒരു തട്ടിക്കൂട്ട് ആൻസറാണ്. എനിക്ക് ഏറ്റവും കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു സ്റ്റാർട്ടപ്പിന് എപ്പോഴും അറിയാം, അല്ലെങ്കിൽ ഒരു നീഡ്, ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞാൽ,
നമ്മൾ പൊള്ളൽ പറ്റിയിട്ടുള്ള രോഗികളെ പറ്റി അറിയാലോ. ഒരു പക്ഷെ നമുക്ക് തന്നെ പൊള്ളൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള റിലേറ്റീവ്സിനോ പരിചയത്തിൽ ആർക്കെങ്കിലും പൊള്ളിയിട്ടുണ്ടാവും. പൊള്ളി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ സ്കിൻ പോവും. സ്കിന്ന് പോയാൽ എന്താ പ്രശ്നം? ഇൻഫെക്ഷൻസ് വരും അല്ലേ? ഇന്ത്യയിൽ മൊത്തം 7 ലക്ഷത്തിൻ്റെ അടുത്ത് ആൾക്കാർ ഒരു വർഷം പൊള്ളൽ പറ്റിയിട്ട് ആശുപത്രിയിലാവുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. ഇതിനകത്ത് ഇന്ത്യയിൽ മൊത്തം ഗസ് ചെയ്യാൻ പറ്റുമോ എത്ര ഡെഡിക്കേറ്റഡ് ഫെസിലിറ്റീസ് ഉണ്ട്, എത്ര ആശുപത്രി കിടക്കകളുണ്ട് ഈ പൊള്ളൽ പറ്റിയ ആൾക്കാർക്ക് വേണ്ടി മാത്രം? 7 ലക്ഷം പേരാണ് ഒരു വർഷം ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത്. എത്ര പേരുണ്ടെന്ന് ഒരു ഗസ് ചെയ്യാൻ പറ്റുമോ? 1 ലക്ഷം ഉണ്ടാവോ? 50,000 ആണോ? 20,000 ആണോ? 2 ലക്ഷം 3 ലക്ഷം എത്രയാണെന്നറിയോ? ഫാക്കൽറ്റീസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. 4 ലക്ഷം എത്രയാ? 10,000. എന്താ തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. 2000. ആരാ 2000 പറഞ്ഞു? കറക്റ്റ് ആൻസർ 1400. ഞെട്ടിയോ? നിങ്ങൾക്ക് കോഴിക്കോട് പൊള്ളൽ പറ്റിക്കഴിഞ്ഞാൽ എത്ര സ്ഥലങ്ങളുണ്ട് പോവാനായിട്ട്? പൊള്ളൽ പറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ മാസങ്ങളോളം ചിലപ്പോൾ കിടക്കേണ്ട വരും. മിനിമം 30 തൊട്ട് 40 ദിവസം വരെയൊക്കെ കിടക്കേണ്ട വരും. വിദേശങ്ങളിൽ പല സ്ഥലത്തും 60% 70% ദേഹം പൊള്ളിയാലും അവരെ റിക്കവർ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പലപ്പോഴും 20% പൊള്ളിയാൽ വരെ അവർ മരണത്തിലേക്ക് പോണ അവസ്ഥകളുണ്ട്. അപ്പം നമ്മൾ ആലോചിച്ചൊരു സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും നമുക്ക് 1 ലക്ഷം 2 ലക്ഷം ആശുപത്രി കിടക്കകൾ ഉണ്ടാക്കലൊന്നും നടക്കണ കാര്യമല്ല. ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് പൊള്ളൽ അപകടങ്ങൾ വരുന്നത് കുറയ്ക്കാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ശാസ്ത്രത്തിൻ്റെ ഈ മേളകളിലോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, പൊള്ളിക്കഴിഞ്ഞാൽ എങ്ങനെ ഇവരെ അണുബാധ ഇല്ലാത്ത രീതിയിൽ പ്രിസർവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ആശുപത്രി കിടക്ക എങ്ങനെ ഒരു കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഐസൊലേഷൻ ഫെസിലിറ്റി അണുബാധ ഇല്ലാത്ത ലെവലിൽ നമുക്ക് ആക്കാമെന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫോം ചെയ്തത് ഈ സൊല്യൂഷന് മുമ്പ് എന്താണ് ഞാൻ പറഞ്ഞത്? പ്രോബ്ലം. മനസ്സിലായോ? അതിനാണ് നമ്മളൊരു മാർക്കറ്റ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു നീഡ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് പൊള്ളൽ പറ്റിയ ആൾക്കാരുണ്ട്, അവർക്ക് മതിയായിട്ടുള്ള ആശുപത്രി കിടക്കകളില്ല. ട്രഡീഷണൽ ലെവലിൽ നമ്മൾ ഒരു കൂട് പോലെ റൂമുകൾ ഉണ്ടാക്കിയിട്ട് ചികിത്സിക്കൽ ഒരുപാട് എക്സ്പെൻസീവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ പൊള്ളലിൻ്റെ ഗണത്തിൽ തന്നെ ആസിഡ് അറ്റാക്ക് പറ്റിയ ആൾക്കാരെ കാണും അല്ലേ? ഒരു സാമൂഹിക പ്രശ്നമാണ്. അപ്പോൾ നേരത്തെ ഞാനൊരു ചോദ്യം ചോദിച്ച ഓർക്കുണ്ടോ? നമ്മൾ കുറേ ആൾക്കാരായിട്ട് സംസാരിച്ചു, ഇങ്ങനത്തെ പ്രോഗ്രാമുകൾക്ക് പോയി, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു ആശുപത്രി വിസിറ്റ് ചെയ്തു, എന്താ ഉപകാരം എന്ന് ചോദിച്ചില്ലേ? ഇങ്ങനെ ചെയ്താൽ മാത്രം നമുക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ഞാൻ IIT-യിലാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. IIT ബോംബെയിലാണ് ചെയ്തത്. ഞാൻ എൻ്റെ ആ ഒരു 2 വർഷത്തെ സമയത്ത് ഒരു 13 സംസ്ഥാനങ്ങൾ വിസിറ്റ് ചെയ്ത് അവിടെ താമസിച്ച് ഒരുപാട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് താല്പര്യമാണ്. അപ്പോൾ ലഡാക്കിലാണ് ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്തത്. നിങ്ങൾ എത്ര പേര് 3 Idiots സിനിമ കണ്ടുണ്ട്? അതിലൊരു സുങ് സുങ് വാങ്ഡു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ അറിയോ? മറ്റേ അമീർ ഖാൻ റെപ്രസെൻ്റ് ചെയ്യണത്. ശരിക്കും അങ്ങനത്തെ ഒരാളുണ്ട്, സോനം വാങ്ചുക് എന്നാണ് ആളുടെ പേര്. ആളുടെ കൂടെയാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തത്. ഒരു 40 ദിവസം ഉണ്ടായിരുന്നു ലഡാക്കിൽ. സോ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ അനുഭവിക്കുന്ന എത്ര അധികം സുഖ സൗകര്യങ്ങളാണെന്ന്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ സ്കൂളുകളിലോ നമ്മുടെ വീടുകളിലോ മാത്രം ഇരുന്നാൽ നമുക്ക് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളോ എന്തൊക്കെയാണ് ഇവിടുത്തെ മാർക്കറ്റ് നീഡ് എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആർക്കൊക്കെ എൻ്റർപ്രണർ ആവണം, ആർക്കൊക്കെ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആഗ്രഹമുണ്ടോ, നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം സമൂഹത്തിലേക്ക് ഇറങ്ങുക, ഒരുപാട് സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് 10ാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു, നേരത്തെ ഞാൻ ടീച്ചറോട് പറയായിരുന്നു, എനിക്കത്ര 90% അങ്ങനത്തെ മാർക്കാണ് കിട്ടിയത്. അപ്പം ഇപ്പം ആരെങ്കിലും ചോദിച്ചാൽ പറയും 10% എവിടെ പോയെന്ന് പണ്ട് കുറേ പേര് ചോദിക്കാറുണ്ട്. എൻ്റെ റിലേറ്റീവ്സൊക്കെ ചോദിക്കും 10% അവിടെ പോയിടാ. അല്ലെങ്കിൽ ഇപ്പോൾ 10 A+ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 12 A+, എനിക്ക് എത്ര സബ്ജക്റ്റ് ഇപ്പോൾ 12 ആണോ 10 ഉള്ളോ? 8 A+ കിട്ടി, ബാക്കി 2 A+ അവിടെ പോയെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് പറയാൻ ആൻസർ ഉണ്ട്. ബാക്കി ഞാൻ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, നമ്മൾ വടക്കത്തേക്ക് തെണ്ടി കിടന്നൊക്കെ പറയില്ല തമാശയ്ക്ക്, അതേമാതിരി ബാക്കി നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മനസ്സിലാവും. അതിൽ ആ റിയൽ പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു നല്ല സംരംഭകനാവണത് അല്ലെങ്കിൽ ഒരു സംരംഭകയാവണത്. ഇപ്പോൾ ഒരുപാട് ലേഡീസ് ഇപ്പോൾ എൻ്റർപ്രണർഷിപ്പിലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കമ്പനി ഡയറക്ടറിൻ്റെ വൈഫും ഞാനും ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് കമ്പനി ഇപ്പോൾ റൺ ചെയ്യണത്. എൻ്റെ വൈഫ് ഒരു പീഡിയാട്രീഷ്യനാണ്. സോ ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഒരു മെഡിക്കൽ പ്രൊഡക്റ്റുമാണ് ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഫാമിലിക്ക് കൊണ്ടുവരണമെന്നല്ല ഞാൻ പറയണേ. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ എനിക്ക് ബയോളജി ഇഷ്ടമല്ല,
അങ്ങനെ ഞാൻ മാറി നിന്നാൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുമോ? ഇല്ലല്ലോ. പിന്നെ നമുക്കിപ്പോൾ ഒരു 50 ലക്ഷത്തിൻ്റെ അടുത്ത് സർക്കാരിൻ്റെ ഫണ്ട് നമുക്ക് ബൈറാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൈസ എവിടേക്കാണ് വരണേ? എൻ്റെ കയ്യിലേക്കാണ് വരണേ. അത് ഞാൻ എന്തിട്ട് ചെയ്യണേ? സ്റ്റാർട്ടപ്പിലേക്ക് എന്ന് വെച്ചാൽ എന്താ ഉണ്ടാവണേ? ആൾക്കാരെ ഞാൻ എംപ്ലോയ് ചെയ്യും, സാധനങ്ങൾ വാങ്ങും. അപ്പോൾ ഈ 50 ലക്ഷത്തിലൊരു 45 ലക്ഷമെങ്കിലും ഈ പ്രദേശത്തല്ലേ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേ, അല്ലേ? ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പൈസ കിട്ടി ഞാനിവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയതുകൊണ്ടല്ലേ നിങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റണേ. നിങ്ങളെ കാണാൻ എനിക്ക് പറ്റി, നിങ്ങളുടെ ഐഡിയാസ് മനസ്സിലാക്കാൻ പറ്റി. ഒരു പക്ഷേ ഞാൻ പറയണത് എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ആവണമെങ്കിൽ, ഞാനിപ്പോൾ യൂറോപ്പിൽ അമേരിക്കയിൽ പോയിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ ഈ പൈസ ഇവിടേക്ക് വരും, ഈ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാവുകയോ ചെയ്യില്ല. ശരിയല്ലേ? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കാം. ഒരു വാല്യൂ അഡീഷൻ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്കൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റുക, അത് നമ്മൾ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാം. ഓക്കെ, അതാണ് ഞാൻ ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാട്ടെവർ ഏതൊരു ഡെസ്റ്റിനേഷനിലായാലും ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം. പിന്നെ ഒരു കാറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ? ഒരു കാറ്, ഞാനിപ്പോൾ കാറിലാണ് വന്നത്, പെട്രോൾ കുടിക്കലാണോ? എന്താ? ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഒരു ബിസിനസ് ആയാലും ഒരു സംരംഭം ആയാലും ഞാൻ മനസ്സിലാക്കുന്നത് വാല്യൂ അഡീഷൻ, ബാക്കിയുള്ളവർക്ക് നന്മ ഉണ്ടാവുക, ആ നന്മ ചെയ്യുക, ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതിൻ്റെ ഉള്ളിൽ നമുക്ക് പൈസ എന്ന് പറയുന്നത് കമ്പനി റൺ ചെയ്യാൻ വേണ്ട സാധനമാണ്. സാലറീസ് വേണ്ടേ, നമുക്ക് മാന്യമായിട്ട് ജീവിക്കണ്ടേ, അതിന് വേണ്ട ഒരു സാധനമാണ് ഈ പൈസ എന്ന് പറഞ്ഞാൽ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് പൈസ മാന്യമായിട്ട് നമുക്ക് ക്രയം ചെയ്യാം, കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതുള്ളത്, അതൊക്കെ നിങ്ങൾ ഈ സ്കൂൾ തലത്തിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും കേരളത്തിലെ ആൾക്കാർക്ക് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി, നമ്മളെന്തോ പൈസ ഒരു ഈവിളായിട്ടുള്ള സംഭവം എന്നുള്ള ലെവലിലാണ് നമ്മൾ കണക്കാക്കുന്നത്. പൈസ, മാൻ പവർ, റിസോഴ്സ്, ഈ മൂന്നും കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് ഒരു എൻ്റർപ്രണർ എന്ന് വേണമെങ്കിൽ പറയാം. ഏത് കമ്പനി എടുത്താലും അതാ കഥ. പൈസ ഉണ്ടായിരിക്കും, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, റിസോഴ്സ് ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാവും, റൈറ്റ്? സോ ഫോർ മീ ദാറ്റ് ഈസ് വാട്ട് എൻ എൻ്റർപ്രണർ ഡസ്. ഓക്കെ, ഇനി ഒരു ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കണു. പിന്നെ ഞാൻ പറയണതിൽ 80% കാര്യങ്ങൾ എടുത്താൽ മതി കേട്ടോ, 20% ചിലപ്പോൾ ഗ്യാസ് ആയിരിക്കും. സോ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടൊരു തോട്ട് അതിലോട്ട് കൊണ്ടുവരിക. ആരും എന്താ പറയുക പറയണ 100% കാര്യങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല. ശരിയല്ലേ? ആ, ഓക്കെ. ഇനി നമ്മുടെ കമ്പനിയുടെ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. യെസ്, ഇപ്പം നമ്മളിവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, നിങ്ങളൊരു എന്താണ് ഒരു ആന, ഇതെന്താ പ്രൊഡക്റ്റ് എന്നറിയാം ആർക്കെങ്കിലും? ആ, ആരുണ്ടാക്കിയത്? എടാ വാടാ, നീ എന്താ ഇവിടെ ഇരിക്കണേ? നിന്റെ ടീമിൽ ആരൊക്കെയുള്ള? നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ? വാ, നിന്റെ പേരെന്താടാ? ഒന്ന് കൈയടിക്കടാ, വാ. നീ എന്താ ഈ സംഭവം ഉണ്ടാക്കിയെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങിയിരുന്ന ആനിമൽസിനൊക്കെ ഒരു പരിധി വരെ തടയാനും, അതുപോലെ തന്നെ ഈ ഒരു ആനിമൽസിനെ നിന്നും ഒരു കർഷകരെ സംരക്ഷിക്കാനും, അതുപോലെ തന്നെ ആനിമൽസിന് ഒരു ഡാമേജും ഇല്ലാതെ രണ്ടുപേരെയും, മനുഷ്യന്മാരെ ആനിമൽസിനെയും. അടിപൊളി അടിപൊളി. ഓക്കെ, ഇതിപ്പോൾ നീ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിക്കാർ വാങ്ങോ? അറിയില്ല. ഓക്കെ, വാങ്ങാനുള്ള ചാൻസ് ഉണ്ടോ? ടീച്ചർ ആരാ? ഇവൻ്റെ ടീച്ചർ ആരാണ്? നിങ്ങളാണോ? പേരൻ്റ് ആണോ? ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടുപോയി അവർ വാങ്ങാൻ ചാൻസ് കുറവാ അല്ല? ഇപ്പോൾ ഇവൻ്റെ പേരൻസ് അല്ലാന്ന് വിചാരിക്കും, നിങ്ങൾ ഈ ഇപ്പോൾ മറ്റേ എന്താ പറയുക മന്ത്രിയോ അങ്ങനെ ഒരു ഗവൺമെൻറ്റിലെ ആളാണെന്ന് നിങ്ങൾ വാങ്ങോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, ഇരിക്കും, ഞാൻ പറയാം. ഞാനിത് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ സ്കൂൾ ലെവലിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഐഡിയയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു സംഭവം ഉണ്ടാക്കി, ഇതിന് നമ്മൾ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് എന്നാണ് പറയുക. അതായത് ഒരു അനിമൽ വരുന്നു, ഒരു സർക്യൂട്ട് ഓഫ് വാട്ട് സംഭവം ഉണ്ട്, അതൊരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് എന്നാണ് പറയുക. പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജിലോട്ട് വരും. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മഴയത്തും വെയിലത്തൊക്കെ വർക്കാവണം, മിനിമം ബാറ്ററി യൂസ് ചെയ്യണം, നമ്മൾക്ക് ഇതിന് ഒരുപാട് സർട്ടിഫിക്കേഷൻസ് വേണ്ടേ, ഇത് കത്തിപ്പിടിക്കരുത്, അല്ലെങ്കിൽ മഴവെള്ളം വീണാലും പ്രശ്നം ഉണ്ടാവരുത്, ഒരു അനിമൽ വന്നാൽ അനിമലിന് അപകടം വരരുത്, ഹ്യൂമൻസിന് അപകടം വരരുത്, അല്ലേ? അപ്പോൾ സർട്ടിഫിക്കേഷൻസ് വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവത്തിനാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുക ജനറലി. പിന്നെ നേരത്തെ കസേരയുടെ കാര്യം പറഞ്ഞ മാതിരി ഈ പ്രൊഡക്റ്റിന് കാണാൻ ഭംഗിയും കൂടി വേണ്ടടാ. ആ, അപ്പോൾ ഈ കാണാൻ ഭംഗിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാരാ? ഒരു വീട് പണിയുമ്പോൾ ഡിസൈനർ. യെസ്, ആരാ?
ആർക്കിടെക്റ്റാണ് വീടിൻ്റെ കേസിൽ ചെയ്യണേ അല്ലേ? ആർക്കിടെക്റ്റ് അത് കൊടുത്തിട്ട് എഞ്ചിനീയർക്ക് കൊടുത്ത് എഞ്ചിനീയറാണ് ആർക്കിടെക്റ്റിൻ്റെ സംഭവം എഞ്ചിനീയർ ചെയ്യണേ. എഞ്ചിനീയറുടെ പണി എന്താ ഇപ്പോൾ? ഒരു സാധനത്തിന് പ്രാക്ടിക്കലായിട്ട് വിഷ്വലൈസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഉണ്ടാക്കുക അല്ലേ? റിയലൈസ് ചെയ്യുക, വിഷ്വലൈസ് അല്ല റിയലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ആർക്കിടെക്റ്റിൻ്റെ പണിയാണ്. ഇതേപോലെ തന്നെ നമ്മളെ വ്യാവസായികാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്ട്സും, മൈക്കായാലും ചെയർ ആയാലും സ്പീക്കർ ആയാലും ക്യാമറ ആയാലും, ഈ സംഭവങ്ങളൊക്കെ ചെയ്യണ ആളുടെ പേരെന്താണെന്നറിയാം? ഡിസൈനർ. എന്ത് ഡിസൈനറാ? ഇന്റീരിയർ അല്ല. ഇന്റീരിയർ എന്ന് പറയുമ്പോൾ ഒരു വീട് റൂമിൻ്റെ ഉള്ളിലല്ലേ? ഇതെന്താ സാധനം? പ്രൊഡക്റ്റ് അല്ലേ? അല്ലേ? പ്രൊഡക്റ്റ് ഡിസൈനർ. ഡിസൈൻ എഞ്ചിനീയർ എന്നും പറയാം, പക്ഷേ അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ജനറലി പ്രൊഡക്റ്റ് ഡിസൈനർ. അപ്പം നമ്മുടെ ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞാലുള്ളൊരു ഓപ്ഷനാണ് പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ഡിസൈൻ അല്ല, ജനറൽ ഡിസൈൻ, BDS എന്ന് പറയും, ബാച്ചിലർ ഓഫ് ഡിസൈൻ. ഈ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് പോലെ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. അവരാണ് ജനറലി ഇങ്ങനെ ബേസിക് ഡിസൈൻ, പിന്നെ വിഷ്വൽ ഡിസൈൻ, വെബ്സൈറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണ ഒരു ടീമാണ്. പിന്നെ മാസ്റ്റർ കോഴ്സാണ് ഈ പ്രൊഡക്റ്റ് ഡിസൈൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വരുന്നത്. ഞാൻ BTech മെക്കാനിക്കലിൽ കഴിഞ്ഞിട്ട് IIT ബോംബെ, IDC എന്ന് പറഞ്ഞൊരു ഇതുണ്ട് IIT ബോംബെയിൽ. അവിടെ പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ഞാൻ പഠിച്ചത്. അതൊരു MTech എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ചെയ്യണത്. അതേപോലത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ അത് എന്ത് ടൈപ്പ് പിള്ളേർക്കാണ് ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ എത്ര പേരുണ്ട് എന്ത് സാധനം കണ്ടാലും കുത്തിപ്പറിച്ച് അഴിച്ച് പൊളിച്ചു നോക്കുന്ന ടീമുകൾ? എത്ര പേരുണ്ട്? ഓക്കെ, ഗുഡ്. പിന്നെ ഇതിൽ എത്ര പേര് നന്നായിട്ട് പടം വരയ്ക്കും? ഓക്കെ. അപ്പോൾ ഈ പടം വരയും ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് വാസനയും കണ്ടുപിടുത്തവും തലക്കി പിടിച്ചമാർക്ക് പറ്റിയൊരു പണിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു പണി. പലപ്പോഴും ഇങ്ങനത്തെ ആൾക്കാർ പലരും ചിലപ്പോൾ ബാങ്കിൽ പോയിരിക്കും, അല്ലെങ്കിൽ ബേക്കറി തുടങ്ങും. എന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു 50-60 വയസ്സുള്ള ഒരാൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി TV-ലൊക്കെ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട്. അങ്ങനത്തെ ആൾക്കാരാണ് ശരിക്കും ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ മേഖലയിലോട്ട് വരേണ്ടത്. എനിക്ക് മനസ്സിലായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് തന്നെ. ഓക്കെ. സോ ഈ പ്രൊഡക്ട്സിൻ്റെ കേസ് പറഞ്ഞാൽ എക്സ്ക്ലൂസീവായിട്ട് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ കോഴ്സ് എടുക്കുകയാണ് ഞാൻ എപ്പോഴും നല്ലത് പറയാം. BDS ഞാൻ ഒരിക്കലും അങ്ങനെ പറയാറില്ല. ഓക്കെ. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്നോട് വേണമെങ്കിൽ സംസാരിക്കാം, അത് കുഴപ്പമുള്ള കാര്യമല്ല. ഓക്കെ. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു വർക്ക് ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റിൽ കാണിച്ചു തരാം. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ സംരംഭത്തിൻ്റെ കേസ് പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ സർക്കാർ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും എറണാകുളത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ? ഓക്കെ. നിങ്ങളെല്ലാവരും പോകേണ്ട ഒരു സ്ഥലമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത്. നമുക്കൊരു വളരെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിൽ നമുക്കൊരു ഓഫീസ് സ്പേസ്, അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ഈ ടെക്നിക്കൽ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്, അതല്ലെങ്കിൽ ഇപ്പോൾ NIT-ലുണ്ട്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിലുണ്ട്, അവരൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് തരും. ഇപ്പോൾ ശരിക്കും അത് വേറൊരു കാര്യമാണ്. അതെന്ന് പറഞ്ഞാൽ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് പൈസ തരുന്ന ആൾക്കാരാണ്. പിന്നെ ഒരാളൊരിക്കലും ഫ്രീ ആയിട്ട് പൈസ തരില്ല. അതായത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സൊക്കെ പൈസ തരണമെന്ന് ചോദിച്ചാൽ ബാങ്കിൽ ഇട്ടതിനേക്കാളും കൂടുതൽ പലിശ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് മാത്രമാണ് അവരൊക്കെ പൈസ തരുന്നത്. ബാങ്കിലിട്ട 7-8% കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് ചിലപ്പോൾ ഒരു 10 ഡബിൾ ആയിട്ടോ ട്രിപ്പിൾ ആയിട്ടോ കിട്ടുമെന്നുള്ളൊരു ഇതുകൊണ്ടാണ്. അത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ഓൾ ടുഗദർ. നിങ്ങളിപ്പോൾ അതൊന്നും അധികം കെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇൻവെൻറ്റർ ആവണം, ഒരു എൻ്റർപ്രനർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാം. പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ ന്യൂട്ടൺസ് F=ma കാണാപാഠം പഠിക്കണേക്കാൾ കൂടുതൽ ഒരു ഫോഴ്സ് വന്നാൽ ഒരു സാധനത്തിനെ തള്ളി മാറ്റാൻ പറ്റുന്നുള്ള ആ ഒരു ലെവലിൽ, ഇപ്പോൾ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ലെവലിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ സമൂഹത്തിലേക്ക് ഇടപെടുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ട്രെയിൻഡ് ആവേണ്ടത്. പിന്നെ ഭാവിയിൽ നിങ്ങൾക്ക് എന്താവണത് ആയിക്കോളും. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ക്രിക്കറ്റ് കളിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും എന്തായാലും നടന്നില്ല. ഐ തിങ്ക് അതൊരു റോങ് ഡിസിഷൻ ആയാണ് ഞാൻ ഒരു പക്ഷേ എടുത്തെങ്കിൽ. എനിവേസ്, അപ്പോൾ ഞാൻ നമ്മുടെ കമ്പനിയുടെ ഒരു പോർട്ട്ഫോളിയോ കാണിക്കാം. ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈനാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ കഴിഞ്ഞൊരു 1-1.5 വർഷത്തിൽ ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്. കമ്പനിയുടെ പേര് ഇതെങ്ങനെയാ ബാക്ക് പോണത്? ഓക്കെ. പേര് മെഡ്ജിയോർ എന്നാണ്. ഇത് MEDGYOR. സോ വി ഡു കോർ മെഡിക്കൽ പ്രൊഡക്ട്സ് വിത്ത്
എഞ്ചിനീയറിംഗ് നോളജ് ആൻഡ് യൂസർ സെൻട്രിക് ഡിസൈൻ അപ്രോച്ച്, അങ്ങനെയാണ് അതിൻ്റെ മീനിങ് ഒക്കെ വരുന്നത്. എനിവേസ്, നമ്മളുള്ള മേഖലകൾ എന്ന് ചോദിച്ചാൽ എഞ്ചിനീയറിംഗ്, പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ വന്നു, അത് നമുക്കൊരു പ്രൊഡക്റ്റ് ആക്കണം, ആ ഒരു കാര്യങ്ങളാണ് ഈ പ്രോട്ടോടൈപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വിഷ്വൽ ഡിസൈൻ, വെബ്സൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളൊരു മറൈൻ സ്കെയിൽ മോഡലിംഗ്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇതൊക്കെ ഒരു ഹോസ്പിറ്റൽ പ്രൊഡക്റ്റ് ആണ്. ഇതിപ്പോൾ കാണാനും കുറച്ച് രസമുണ്ടല്ലോ അല്ലേ? അപ്പോൾ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ വാങ്ങുള്ളൂ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കാണാൻ ഭംഗിയില്ലാത്ത ഡ്രസ്സ് ആരെങ്കിലും ഇട്ടിരിക്കണ്ട അവിടെ, അല്ലെങ്കിൽ വാങ്ങുമോ കാശ് കൊടുത്ത്? യൂണിഫോം അല്ലടാ, അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ മുടിയൊക്കെ ചീരി പൊട്ടൊക്കെ തൊട്ട് വന്നിരിക്കും, ഇല്ലല്ലോ. അപ്പോൾ കാണാൻ ഭംഗി വേണം, അതൊരു ബേസിക് നെസസിറ്റിയാണ്. ഒരു പ്രൊഡക്റ്റിന് ഫങ്ഷണൽ വാല്യൂ, അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഒരു പേഴ്സ്യൂഡ് വാല്യൂ ഉണ്ട്. നമ്മൾ മൈൻഡ് കാണുന്ന ഒരു വാല്യൂ ദാറ്റ് ഹാസ് സ്ട്രോങ് റിലേഷൻസ് വിത്ത് എസ്തറ്റിക്സ്. ഇതാണ് ആ പൊള്ളലിൻ്റെ യൂണിറ്റ് പറഞ്ഞില്ല, അതിൻ്റെ പണ്ടത്തെ ഒരു മോഡലാണ്. ഇത് കമ്പ്യൂട്ടറിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്കിൽ സെറ്റ്സ് ആവശ്യമാണ്. കമ്പ്യൂട്ടറിലുള്ള 3D മോഡലിംഗ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ ആവശ്യമാണ്. ഇതിപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് IIT ബോംബെയിൽ ഒരു സ്റ്റാർട്ടപ്പിന് ചെയ്ത് കൊടുത്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എപ്പോക്കെയർ എന്നാണ് പേര്. അതിൻ്റെ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്കറിയാം എത്ര എഞ്ചിനീയറിംഗ് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടെന്ന്. ഇപ്പോൾ ഇതിനകത്ത് ഇത് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്സ് അറിയണം, ബയോളജി അറിയണം, പിന്നെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സൈഡ് അറിയണം, പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ മോൾഡിങ് അറിയണം, കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഇപ്പോഴും പലപ്പോഴും എന്താണ്, നമ്മളിപ്പോൾ ശാസ്ത്രമേളയിലായാലും എഞ്ചിനീയറിംഗിലായാലും പോണ പല ആൾക്കാർക്കും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെച്ചിട്ട് ഏതാ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയാം പ്ലാസ്റ്റിക് ആണെന്ന് പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എന്താണ്, പോളി പ്രൊപ്പലീൻ ആണോ, പോളി എത്തിലീൻ ആണോ, ഇതിൽ ഏത് പ്ലാസ്റ്റിക്കാണ് നല്ലത്, ഏത് പ്ലാസ്റ്റിക്കാണ് പൊട്ട. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നോളജ് നമ്മൾ, ഒരു ക്യൂരിയോസിറ്റി നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. ഞാൻ ഈ മൈക്ക് പിടിച്ച് സംസാരിക്കണ്ടെങ്കിൽ ഈ മൈക്കിൻ്റെ ടോപ്പ് എങ്ങനെ ഉണ്ടാക്കിയേക്കണേ, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ സ്വിച്ചുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും മനസ്സിൽ വെക്കാം. പിന്നെ ഇത് അഗെയിൻ വേറൊരു ഡിവൈസാണ്. ഇതും കാണാനൊരു രസമുണ്ടല്ലോ. അപ്പോൾ കാണാൻ ഭംഗിയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഒന്നും ആരും വാങ്ങില്ല, അതാണ് ഒരു പച്ചയായ യാഥാർത്ഥ്യം. ഇതൊരു ഡിജിറ്റൽ മൈക്രോസ്കോപ്പാണ്. അത് പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. ഇത് ഈ ഡയബറ്റിക് ഫുഡ് ഉണ്ടല്ലോ, ഒരു ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അത് IIT ബോംബെയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസൈനിൻ്റെ സൈഡാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഇതൊക്കെ ഓരോ സ്റ്റാർട്ടപ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ ഓരോ വലിയ കമ്പനികളാണ്. അപ്പോൾ ഇങ്ങനെ കമ്പനി ഇന്ത്യയിൽ ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. അപ്പോൾ നമുക്കല്ല അതിൻ്റെ ഗുണമുള്ളത് അല്ലേ? ഇതിപ്പോൾ NIT തന്നെ ഒരു ഡോക്ടർ അരുൺ എന്ന് പറഞ്ഞിട്ട് ഒരു PhD കഴിഞ്ഞ ഒരു ആളുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തത്. അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ അവരാണ് ചെയ്തത്. നമ്മൾ അതിൻ്റെ അസ്തറ്റിക് ഡിസൈൻ, പ്രൊഡക്റ്റ് ഇൻറ്റഗ്രേഷൻ, CMF എന്ന് പറയും, കളർ മെറ്റീരിയൽ ഫിനിഷ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഈ പ്രൊഡക്റ്റ് പറയാ, ഈ NIT ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കട്ടാങ്കൽ എന്നാണ്. സോ 100% മെയ്ഡ് ഇൻ കട്ടാങ്കൽ എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. കാരണം ഇതെല്ലാം ചെയ്തേക്കുന്നത് ഇവിടെ തന്നെ നമ്മുടെ ഓഫീസിലാണ് ചെയ്തത്. പിന്നെ നമ്മൾ ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അഗെയിൻ ഇത് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും 1 ലക്ഷം 2 ലക്ഷം പീസൊന്നും ഫസ്റ്റ് തന്നെ ആരും ഉണ്ടാക്കില്ല. നമ്മൾ 20 പീസ് 30 പീസ് അങ്ങനെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ആദ്യം ഉണ്ടാക്കുക. അപ്പോൾ ഇത് അങ്ങനെ ഒരു 600 പീസിൻ്റെ അടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരു വാക്യൂം കാസ്റ്റിംഗ് എന്നൊക്കെ പറയും. അങ്ങനെ കുറേ പ്രോസസ്സുകളുണ്ട്. നമ്മൾ കാണുന്ന പോലെ ഒരു കൺവെൻഷണൽ മെഷീനിങ് ഒന്നല്ല. ഇപ്പോൾ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 3D പ്രിൻറ്റിംഗ് നിങ്ങൾ വളരെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ കേൾക്കേണ്ട വാക്കുകളാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്, അഡിറ്റീവ് മാനുഫാക്ചറിങ്, പിന്നെ ഇങ്ങനത്തെ വാക്യൂം കാസ്റ്റിംഗ് പോലത്തെ അല്ലെങ്കിൽ ലേസർ കട്ടിങ്, അങ്ങനത്തെ പ്രോസസ്സുകളൊക്കെ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പല പ്രൊഡക്ട്സും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ട്സാണ്. ഇത് NITയിലുള്ള ഒരു 3D പ്രിൻ്ററാണ്, വളരെ വലിയൊരു 3D പ്രിൻറ്റിംഗ് മെഷീനാണ്. പിന്നെ ഈ സെൻറ്ററിൽ കാണുന്ന സംഭവം റെസിൻ 3D പ്രിൻറ്റിംഗ് എന്നാണ് പറയുക. നിങ്ങൾ പലരും നിങ്ങളുടെ കോളേജുകളിൽ ഫിലമെന്റ് ഡെപ്പോസിഷൻ മെത്തേഡ്, ഒരു നൂല് പോലൊരു സംഭവം ഉരുക്കിയിട്ട് ഉണ്ടാക്കുന്നൊരു, എത്ര പേര് കാണുന്നുണ്ട് 3D പ്രിൻ്റർ അല്ലേ? നമ്മൾ മേലെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ നമ്മൾ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. അവിടെ റെസിൻ 3D പ്രിൻറ്റിംഗ് നമ്മൾ കാണിക്കുന്നുണ്ട്. കഴിയുന്നവരൊക്കെ അവിടെ പോയിട്ട് കാണാൻ ശ്രമിക്കാം. അത് നമുക്ക് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള മോഡൽസ് അതിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ കാണുന്നത് മെറ്റൽ 3D പ്രിന്റ് ചെയ്തൊരു പാർട്ടാണ്. നമുക്ക് ടൈറ്റാനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലെയുള്ള നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത അത്രയ്ക്കും ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയൽസ് നമുക്ക് 3D പ്രിന്റിംഗ് വഴി ഉണ്ടാക്കാൻ പറ്റും, വളരെ നിഷ്പ്രയാസമായിട്ട്. ഇപ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ്, പക്ഷേ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അത് അത്യാവശ്യം പൈസയൊക്കെ കുറഞ്ഞു വരും. ഒരുപാട് സ്കോപ്പുള്ളൊരു ഡൊമൈനാണിത്. ഇതിപ്പോൾ നമ്മൾ INS വിക്രാന്തിൻ്റെ ലോഞ്ചിന് നമ്മൾ പ്രൈം മിനിസ്റ്റർ കൊടുത്ത മെമൻറ്റോ ഡിസൈൻ ചെയ്തതും ഉണ്ടാക്കിയതൊക്കെ നമ്മളിവിടെ നമ്മുടെ ഓഫീസിലാണ്. അത് വളരെ ഒരു അഭിമാനമുള്ളൊരു മുഹൂർത്തമായിരുന്നു അത്. സോ ഞാനെന്താ പറയണത്, എന്തിനാ കാണിക്കണേന്ന് ചോദിച്ചാൽ, ഞങ്ങളുണ്ടാക്കി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൈയടിക്കാനല്ല പറയണത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാൽ നടക്കും എന്നുള്ളൊരു ബോധ്യം നമ്മൾക്ക് ഓരോരുത്തർക്കും വേണം. അല്ലാണ്ട് ഞാൻ ദയവ് ചെയ്ത് പറയുന്നൊരു കാര്യം, നിങ്ങൾ
പഠിച്ചിട്ട് UK-യിലേക്കും കാനഡയിലേക്കും പോകലാണ് ജീവിത ലക്ഷ്യം എന്നുള്ളത്. അത് പേരൻസ് അതും പറഞ്ഞ് കൊട്ടി കോഴിച്ച് ദയവേത് നടക്കാണ്ടിരിക്കുക. ആരെങ്കിലും UK-യിലും കാനഡയിലും പോകണമെങ്കിൽ പൊക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ റിസോഴ്സസും കാര്യങ്ങളും വെച്ച് നമ്മളാക്കിയത് നമ്മുടെ നാടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും തിരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അത് എവിടെ പോയാലും ഞാനും ഒരു പ്രവാസ ജീവിതം ഒരു 3-4 കൊല്ലം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നാട്ടിലോട്ട് തിരിച്ചു വന്നത്. നമ്മുടെ നാട് അത്രയ്ക്ക് മോശമൊന്നുമല്ല. നമ്മുടെ നാട് മോശം ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? വളരെ നല്ലൊരു സ്ഥലമാണ്. സോ തിരിച്ച് നിങ്ങളൊക്കെ വന്നാൽ മാത്രമേ എന്താ പറയുക നമ്മുടെ നാട് ഒരുപാട് പുരോഗതിയിലേക്ക് വരുള്ളൂ. ഓക്കെ. പിന്നെ ഇതൊക്കെ ഒരു 3D പ്രിന്റ് ചെയ്ത് നമ്മുടെ കോഴിക്കോടൻ ഉരുവില്ലേ അതിൻ്റെ. അപ്പോൾ ടെക്നോളജിയും നമ്മുടെ ക്രാഫ്റ്റ്മാൻഷിപ്പും അത് ഒത്തിണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോഴും നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പഴയ രീതികളിൽ പോയ ഒരു പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനോടൊത്ത് നമുക്ക് നീങ്ങാൻ പറ്റില്ല. ഓക്കെ. ഇത് നമ്മളൊരു ഇങ്ങനത്തെ ചെറിയ മോഡൽസ് ഉണ്ടല്ലോ, മറൈൻ സ്കെയിൽ മോഡൽസ് എന്ന് പറയും. ഇത് ഒരുപാട് സ്കോപ്പുള്ള ഒരു ഡൊമൈനാണ്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ 3D പ്രിന്റഡ് സംഭവം. 1.5 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്. ഇത് എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവിൽ പോയാൽ കാണാം. ഇത് നിയോ ക്ലാസിക് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ ഇതൊരു ദുബായിലത്തെ ഒരു ക്ലയൻറ്റിന് ചെയ്തതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ടോപ്പ് സർഫസ് ഒക്കെ നോക്കി അറിയാം. അതൊരു കാർബൺ ഫൈബറിൻ്റെ ടെക്സ്ചറൊക്കെ നമ്മൾ കൊണ്ടുവന്നുണ്ട്. ഒരു ഹൈഡ്രോഗ്രാഫിക് ഡിപ്പിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നതാണ്. അത് ജനറലി നമ്മൾ ഈ വണ്ടി മോഡിഫൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഓൾറെഡി ടെക്നോളജിയും ടെക്നിക്സ് ഒക്കെ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. നമ്മളിനി നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. പിന്നെ ഇത് അഗെയിൻ പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്തൊരു മോഡലാണ്. നമ്മുടെ മുഖ്യമന്ത്രി വാട്ടർ മെട്രോൻ്റെ ലോഞ്ചിന് വന്നപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്തൊരു മോഡലാണ്. സോ ഇത് നമ്മുടെ 2ാമത്തെ മൊമെൻ്റ് ആയിരുന്നു പ്രൈം മിനിസ്റ്ററിന് കൊടുത്തത്. സോ ഇത് പ്രൈം മിനിസ്റ്ററിന് കൊടുത്തോ ഇവർക്ക് അതൊന്നല്ല കാര്യം. മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഒരു വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സാധനം ബെഞ്ച് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി നമുക്ക് എത്താൻ പറ്റണം. അല്ലാണ്ട് എൻ്റെ അപ്പുറത്തെ ബെഞ്ചിലിരിക്കണോ 100 മാർക്ക് വാങ്ങിയോ അവനുണ്ടാക്കിയ സാധനത്തിനേക്കാൾ ബെറ്ററാണ് എൻ്റെ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനേക്കാൾ ഞാൻ നന്നായിട്ട് പഠിക്കുക പാട്ട് പാടുക, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഈ ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്താണോ ചെയ്യണേ, ഓടണമെങ്കിൽ അവൻ ഹുസൈൻ ബോൾട്ടിനെ വെട്ടിക്കണം എന്നുള്ള ലെവലിൽ ഓടാൻ ശ്രമിക്കുക. ഹുസൈൻ ബോൾട്ടിൻ്റെ കൂടെ ഓടി 100 മീറ്റർ തോറ്റെന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തസ്സില്ലേ? ശരിയല്ലേ? ഓക്കെ. നമ്മൾ ഏറ്റവും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലെവലിലുള്ള സാധനങ്ങൾ നമ്മൾ ഡ്രീം ചെയ്യുക. അതിനുവേണ്ടി പ്രയത്നിക്കുക. അതിനുവേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ആരും ടെൻഷനായിട്ട് ആങ്സൈറ്റി അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻജോയ് ചെയ്യുക. ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കുക. മെല്ലെ മെല്ലെ നിങ്ങൾ ആവേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾ അറിയാണ്ടാവും. ഇത് അഗെയിൻ ഒരു നമ്മൾ വേറെ മോഡൽസ് ചെയ്തതാണ്. ഇത് ഡിസൈൻസ് നമ്മുടെ തന്നെയാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഇൻ്റർഫേസ് ഒക്കെ പറഞ്ഞില്ലേ, ഇതൊരു വെന്റിലേറ്റർ ഇൻ്റർഫേസ് ആണ്. അതൊരു ഡിജിറ്റൽ മൈക്രോസ്കോപ്പിൻ്റെ ഇൻ്റർഫേസ് ആണ്. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ശരിക്കും ആക്ച്വലി ഇൻഡസ്ട്രീസിൽ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ലെവൽ ഓഫ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് സ്കിൽസും എക്സ്പീരിയൻസും അറിവും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കിരുന്ന് കുത്തിരുന്ന് ചെയ്ത സാധനമല്ല. എന്നേക്കാൾ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇത് നമ്മളൊരു ചൈനീസ് കമ്പനിക്ക് ചെയ്ത് കൊടുത്താണ്. അവരുടെ ഒരു വെബ്സൈറ്റാണ്, ഇ കോമേഴ്സ് വെബ്സൈറ്റാണ്. ഇലക്ട്രോണിക്സിൻ്റെ പാർട്സ് ഒക്കെ വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ വിദേശത്തേക്ക് നമ്മൾ വർക്ക് ചെയ്താൽ എന്താ ഗുണം? വിദേശത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് പൈസ നമ്മുടെ നാട്ടിലോട്ട് വരും അല്ലേ? അതുകൊണ്ട് ഒരുപാട് രാജ്യപുരോഗതി ഉണ്ടാവും. അത് വളരെ നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് ഇവിടെ നിന്ന് പണിയെടുത്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അത്രയ്ക്ക് നല്ലതാണെങ്കിൽ വിദേശങ്ങളിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അവിടെ നിന്നുള്ള റവന്യൂ ഇവിടെ വരും. ഇവിടെ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവും. നല്ല കാര്യമല്ലേ? അല്ലേ? അല്ലാണ്ട് അപ്പുറത്തെ ആളുടെ കയ്യിൽ നിന്ന് പൈസ വെട്ടിച്ചുണ്ടാക്കിയിട്ട് എന്തിൻ്റെ കാര്യമല്ലേ? പിന്നെ വേറെ ചെയ്യുന്നൊരു കാര്യം എന്ന് ചോദിച്ചാൽ ഒരുത്തിനൊരു ബേക്കറി തുടങ്ങി കഴിഞ്ഞാൽ അപ്പുറത്ത് തന്നെ ഒരു ബേക്കറി കൊണ്ട് വേറെ ഇടും. അങ്ങനെ ചെയ്ത ഒരിക്കലും എന്നിട്ടുണ്ടാവും 2 പേരുടെയും കച്ചവടം പോകുള്ളൂ. അവിടെയാണ് ഈ ഇന്നോവേഷനും ഇങ്ങനത്തെ ക്രിയേറ്റിവിറ്റിയും അതിൻ്റെ ഒക്കെ ആവശ്യകത നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുക അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്ലയൻസും നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. അത് ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി അല്ലെങ്കിൽ അപ്പുറത്തുള്ള കമ്പനി ഒരിക്കലും നമ്മുടെ കോമ്പറ്റീറ്റർ അല്ല. കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞൊരു പദം എനിക്ക് എന്താണെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ. കോമ്പറ്റീഷൻ അല്ല, കൊളാബറേഷനാണ്. ഒരാൾ അത്രയും എടുക്കണമെങ്കിൽ അവനായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഇവൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, വേറെ ഒരുത്തം നന്നായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവർ 2 പേർക്കും കൂടി എന്താ പറയുക ചിലപ്പോൾ ഒരു നല്ല ബിസിനസ് കൊണ്ടുപോകാൻ പറ്റാം. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതല്ലെങ്കിൽ ഞാൻ സംസാരിക്കാത്ത ഒരാളായിരുന്നു, ഞാൻ സംസാരിക്കാൻ പഠിച്ചിട്ട് ആ കാര്യം ചെയ്യാം. ഒന്നും തെറ്റും ശരിയൊന്നുമില്ല, എല്ലാം ആപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സോ എന്തായാലും ഇത്രയ്ക്ക് സമയം എന്നെ കേട്ടതിന് ഒരുപാട് നന്ദി. പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറയാണ്, ഈ ലോകത്ത് ആയി കൂടുള്ളത് ഡോക്ടർ എഞ്ചിനീയർ മാത്രമല്ല,
പല ജോലികളും നാളെ എന്താണെന്നുള്ളത് ആരും കണ്ടുപിടിച്ചിട്ടും കൂടിയില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പഠിക്കണം, ഒരു കാര്യം ഇപ്പം ഞാൻ പറയാണ്, നിങ്ങൾക്ക് ജോലി കിട്ടോ, നിങ്ങളുടെ ജീവിതം ഒരു സാധനം പഠിക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ പഠിക്കാമെന്നുള്ളത് പഠിക്കുകയാണ്. ഓക്കെ, യു ഹാവ് ടു ലേൺ ഹൗ ടു ലേൺ. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സാറോട് ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷനെ പറ്റിയിട്ടും കൂടുതൽ എൻ്റർപ്രണർഷിപ്പിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ ധനൂജ് സാറിന് നന്ദി അറിയിക്കുകയാണ്.